Hi, Magle. Hi. Yes. Verite. Hello. Ah, yes. Good evening, Muggles. Good evening. Yes. ഒരുപാട് പേരുണ്ടല്ലോ. Okay. Aisha. Okay. Siddiq. Yes. Abhinav. Okay. Yes. Shana. Yes. Verite. എല്ലാവരും വരട്ടെ. മക്കളെ ഒന്ന് ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. Yes. നിറഞ്ഞു കിടക്കട്ടെ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ. ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് വന്നേ. അടിപൊളിയായിട്ട് നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിന്റെ ആദ്യത്തെ പാർട്ട് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. യെസ്, സെറ്റായി നമുക്ക് ആദ്യത്തെ 6 ചാപ്റ്ററുകൾ ഇന്ന് പഠിച്ച് തീർക്കാം. റെഡിയാണോ നിങ്ങൾ? യെസ്, റെഡിയാണോ? യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ അഭിനവ്, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്, അക്ഷയ്. ഓക്കെ, ഗുഡ് ഈവനിങ്. അക്ഷയ്ക്കാണോ അത് കൊടുത്തത്? ഓക്കെ, യെസ്. അപ്പൊ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ആദ്യത്തെ. ഓക്കെ, മൈ നെയിം ഈസ് അർജുൻ. അർജുൻ സെറ്റ്. ഓക്കെ, അഭിജിത്ത്. ഓക്കെ, റെഡി? യെസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ 6 ചാപ്റ്ററുകൾ നമ്മളിതാ ഇന്ന് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ സാറാണ് വന്നിട്ടുള്ളത്. രഘു മിസ് വരും. ഓക്കെ, രഘു മിസ് വരും. അപ്പോൾ രഘു മിസ് വരുന്നതിന് മുൻപ് നമുക്ക് യെസ് ഒന്നാമത്തെ ചാപ്റ്റർ അല്ല, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ തൊട്ട് മുൻപ് ഒരു 6 മണിക്ക് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ബാച്ച് ഓറിയന്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് പബ്ലിക് എക്സാമിന് വേണ്ടി. ഓക്കെ, ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് നമുക്ക് എന്താ പ്രോപ്പറായിട്ട് നല്ലൊരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ യെസ് എന്താണ് ഇപ്പോൾ വലിയ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നുമില്ല, നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ടൈം ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട്. സോ അങ്ങനെയുള്ള ഒരു നോർമൽ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ബാച്ച് നമ്മളെന്താ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാമിനൊക്കെ വേണ്ടി സെറ്റായിട്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഒന്നും ചെയ്യാമല്ലോ, നമുക്കൊന്നും പറഞ്ഞു തരാമല്ലോ നിങ്ങളോട്. കാരണം അറിയാലോ, ഇനി 4-5 ദിവസമേ ഉള്ളൂ. 4 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ പബ്ലിക് എക്സാം പക്ഷേ ഇങ്ങനെ ആവാൻ പാടില്ല. പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഇടാൻ റെഡി ആണെങ്കിൽ യെസ് ആ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിലൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, തേർഡ് ചാപ്റ്ററിൽ എന്താ GST ജേർണൽ എടുത്തിട്ടില്ല എന്നാണോ? ഓക്കെ പേടിക്കല്ല, നമ്മൾ ഇനിയും ചെയ്യും. നിങ്ങൾ എന്തിനു പേടിക്കുന്നത്? നമ്മൾ ഓൾറെഡി എടുത്തതിലുണ്ടല്ലോ. യെസ്, നല്ല ഓവർ ടൈമൊക്കെ വേസ്റ്റ് ആകേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, GST ഒക്കെ നമുക്ക് എടുക്കണം. ഡോണ്ട് വെറി, ഒക്കെ നമുക്ക് സെറ്റാകും. നമ്മൾ ഓൾറെഡി ചെയ്തതിലുണ്ട്. ഇനിയും നമുക്ക് കിടക്കുകയല്ലേ? ഓക്കെ, നിങ്ങൾ അതിന് മുൻപുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി പഠിക്കും. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ദെൻ +1 സ്റ്റുഡൻസിന് ഏറ്റവും ഒരു കിടിലൻ ഓഫർ കൂടെ ഉണ്ട്. അത് അവിടെ പറയാൻ പോവാണ് സാർ. നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇപ്പം നമ്മുടെ ബാച്ച് +1 സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ +2 നമ്മളെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, +2 നമ്മുടെ ബാച്ചിന്റെ ഫീ 5990 ആണ്. അപ്പം ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് നമ്മുടെ +2 നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് യെസ് ബുക്ക് സെറ്റുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ +1 ക്രാഷ് ബാച്ചും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഓഫറൊന്നും മിസ്സാക്കണ്ട. ഓക്കെ, റെഡി മക്കളെ? വൺ സെക്കൻഡ്. ഓക്കെ ഇത് മക്കളെ എന്താണ്? യെസ്, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത്. അവിടെ കുട്ടികളൊക്കെ കുറവാണ്. എന്താ നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്താ ഒരു ചൂട് കയറി വരാത്തെ? ഓക്കെ, ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അവിടെയുള്ള മക്കളൊക്കെ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് സെറ്റ് ആക്കി തന്നെ, ഒന്ന് കത്തിച്ച് തന്നെ. കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കത്തിക്കടാ വേഗം. നമുക്ക് സെറ്റ് ആക്കാം. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ ഫോംസിൽ ഈ വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് സാർ പറഞ്ഞുതരാം. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. സിമ്പിൾ ആയിട്ട് മക്കൾ പഠിക്കാം. നോക്കിക്കോ മക്കളെ, സാറ് പറയുന്ന കാര്യങ്ങൾ ഇനി ഫോളോ ചെയ്യാം. ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഒരു നോട്ടും ഒരു പെന്നും എടുത്തൊന്ന് കയ്യിൽ പിടിച്ചേ. സാർ മിസ്സിനോട് സാലറി ചോദിച്ചാൽ പ്രോബ്ലം ഉണ്ടല്ലോ? പ്രോബ്ലം ആണ്. സാറ് പറഞ്ഞു മക്കളെ, ഗേൾസിനോട് നമ്മൾ ഏജ് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബോയ്സിനോട് നമ്മൾ സാലറി ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, യെസ്, അത് നിങ്ങളൊന്ന് തിരിച്ചും ചോദിച്ചോ? അല്ല, ഒന്ന് തിരിച്ചും പിടിച്ചോ? ചില സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് സാറെ പോലുള്ള സാറന്മാരെയൊക്കെ കാണുമ്പോൾ ഓക്കെ
ഇപ്പോഴും സിംഗിളൊക്കെ ആയിട്ട് നിൽക്കുന്ന സാറന്മാരെയൊക്കെ കാണുന്ന സമയത്തും നിങ്ങൾ എന്ത് ചോദിക്കാൻ പാടില്ല? ഏജ് ചോദിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സാലറി ചോദിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മിസ്സിന്റെ കേസിലും. ഓക്കെ, ദേവോ നീ വിട്ടിട്ടില്ലല്ലേ അത്? സാർ പോർഷൻ കംപ്ലീറ്റ് ആകുമോ വേഗം? എന്താ, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ പോർഷൻ കംപ്ലീറ്റ് ആവും മക്കളെ. കറക്റ്റ് എന്താ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെ മുന്നോട്ട് പോകേണ്ടി വരും. അതായത് രാവിലെ 7 മണിക്കൊക്കെ ഡെയിലി എണീച്ചിന്ന് പഠിക്കേണ്ടി വരും. അങ്ങനത്തെ എന്താ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താലേ കവർ ആവുള്ളൂ. ഓക്കെ മക്കളെ, ഒരു കൊല്ലം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ ലാസ്റ്റ് ഈ സമയത്തൊക്കെ നമ്മൾ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു എഫേർട്ടൊക്കെ എടുക്കണ്ടേ, അതൊക്കെ എടുത്തോളൂ, അപ്പോൾ കവർ ആയിക്കോളും. റെഡി മക്കളെ? യെസ്, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇതാ സെറ്റായിട്ടിരുന്നോ. വെറുതെ ഈ വീഡിയോ കണ്ട് ലൈവും കണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കണ്ട, ഫോൺ തുറന്നിട്ട് അവിടെ പറഞ്ഞോ. യെസ്, ഒരു നോട്ട് എടുത്ത് വെച്ചോ, ഒരു നോട്ട് എടുത്ത് വെച്ചോ. സാറ് പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോടാ. ഒരു നോട്ടും ഒരു പെന്നും എടുത്ത് മുന്നിൽ വെച്ചേ. ഒരു നോട്ടും ഒരു പെന്നും എടുത്ത് മുന്നിൽ വെച്ചേ. വേഗം 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 നോട്ടും ഒരു പെന്നും എടുത്ത് മുന്നിൽ വെക്കുക. യെസ്, ആ നോട്ട് തുറന്നിട്ട് ഒരു കോളേജ് നോട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഒരു വൈറ്റ് പേജ്, അതിന് ഒന്നും എഴുതാത്ത ഒരു വൈറ്റ് പേജ് എടുത്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഹെഡ് കൊടുക്കുക, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ചാപ്റ്റർ 2. ഹെഡ് കൊടുക്കുക, ഹെഡ് കൊടുക്കുക. വേഗം 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 സാറ് പറയുന്ന കാര്യങ്ങൾ മാത്രം 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 മാത്രം. ഓക്കെ, ഹെഡ് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ റെഡി ആണെങ്കിൽ ആദ്യം തന്നെ എഴുതി വെച്ചോടാ. യെസ്, ഏതൊക്കെയാണ് ആ ഫോംസ്? ഏതൊക്കെയാണ് ആ ഫോംസ്? ഓക്കെ, ഏതൊക്കെയാണ് ഈ ഫോംസ്? ഈ 5 ഫോമിന്റെ പേര്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് എഴുതി വെക്കണമെന്നില്ല, ആദ്യത്തെ ആളെ തന്നെ എടുത്ത് വെച്ചോ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള ഒരു കുഞ്ഞ് ഹെഡ് ഒരു സൈഡിൽ അങ്ങോട്ട് കൊടുക്കുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള ഒരു കുഞ്ഞ് ഹെഡ് പേജിന്റെ ഒരു മൂലയിൽ, ഐ മീൻ റൈറ്റ് സൈഡിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ അങ്ങോട്ട് കൊടുക്കുക. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് അങ്ങോട്ട് കൊടുക്കുക. റെഡി? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ് എന്നുള്ള ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ടോ? വേണ്ട, നിങ്ങൾക്കറിയാം അല്ലെ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരാൾ ഒറ്റ പ്രൊപ്രൈറ്റർ മാത്രമുള്ളതാണ് അല്ലെ. യെസ്, ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്. ഈ പോയിന്റ് നിങ്ങൾ എഴുതി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പോയിന്റ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, വിട്ടേക്ക് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എഴുതൂലേ നിങ്ങൾ? ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവൂലേ? ഇത് നിങ്ങൾ പ്രത്യേകം പഠിക്കണോ? കാണാപ്പാഠം പഠിക്കണോ? എഴുതി പഠിക്കണോ? വേണ്ടല്ലോ. ഇത് വെച്ച് നിങ്ങൾ എഴുതൂലേ എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന്? യെസ്, ഓക്കെ, നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഈ കാര്യമാണ്. ഈ കാര്യമാണ് ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, സാറ് പറഞ്ഞു പേജിന്റെ സൈഡിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് തൊട്ടതായത് ആ കുഞ്ഞായിട്ട് ഒന്ന് എഴുതി വെച്ചോ. ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വെച്ചേ. ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വെച്ചേ. ഫീച്ചേഴ്സ് എന്നിട്ട് ആദ്യത്തെ ഫീച്ചർ എഴുതി വെച്ചോ. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എഴുതി വെച്ചോ. യെസ്, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ഒന്നാമത്തെ ഫീച്ചർ, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. യെസ്, എങ്ങനെയാണ് ഫോം ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാം. ദെൻ അത് ക്ലോസ് ചെയ്യുന്നു അല്ലെ. ക്ലോസിങ്ങും അതുപോലെ തന്നെ ഫോർമേഷൻ എന്താ വളരെ എളുപ്പമാണ്. കാരണം എന്താ, നമുക്കിപ്പം യെസ് ഒരു ലൈസൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും എന്തിനില്ല. യെസ്, നമ്മുടെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് വേണ്ട അല്ലെ. പക്ഷെ ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രമേ നമുക്ക് എന്ത് വേണ്ടുള്ളൂ? ലൈസൻസ് ഒക്കെ ആവശ്യമുള്ളൂ. അതല്ലാത്തൊക്കെ നമുക്ക് എന്താ സിമ്പിൾ ആയിട്ട് ഫോം ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, തൊട്ടടി സെക്കൻഡ് പോയിന്റ് എഴുതിച്ചു. ലാബിലിറ്റി എങ്ങനെയായിരിക്കും? ലാബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. മതി മതി. ലാബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. തേർഡ് പോയിന്റ് തൊട്ടടിയിൽ എഴുതി വെച്ചോ, ചെറുതാക്കി വെച്ചോ. റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ് അല്ലെ. റിസ്ക് ഏറ്റെടുക്കുന്നതും പ്രോഫിറ്റ് കിട്ടുന്നതും ആരാണ്? യെസ്, നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആ ഒരു വ്യക്തി തന്നെയാണ്. മക്കളെ ഒന്നും വേണ്ട, ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചോ, മാത്രം എഴുതി വെച്ചോ. റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ് അല്ലെ. എന്താ റിസ്ക് ഏറ്റെടുക്കുന്നതും പ്രോഫിറ്റ് അല്ലെ, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ ആർക്ക്? അയാൾക്ക്, മറ്റാരും അവിടെ ഇല്ല. ഓക്കെ ഓക്കെ, യെസ് മക്കളെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അതേ സമയം ഒന്നും എടുക്കൂല കേട്ടോ, അതേ സമയം ഒന്നും എടുക്കൂല. സെറ്റ്. അടുത്തെന്താ? കൺട്രോൾ. കൺട്രോൾ എങ്ങനെയായിരിക്കും? കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? യെസ്, എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്? സോൾ പ്രൊപ്രൈറ്റർ ആണ്. ഓക്കെ, റെഡി 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 യെസ്. അങ്ങനെ എടുത്താ നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഓക്കെ, എന്താ? യെസ്, സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ല അല്ലെ. എന്താണ്? നമ്മുടെ സോൾ പ്രൊപ്രൈറ്ററും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് രണ്ടും ഒന്നായിട്ടാണ് നമ്മൾ എന്താ നിയമം കാണുക. അങ്ങനെയാണ് നമ്മൾ കാണുക അല്ലെ. കമ്പനിയൊക്കെ നമ്മൾ പറഞ്ഞു, കമ്പനി വേറെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. യെസ്, അതിന്റെ ആള് വേറെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായല്ലോ അല്ലെ. പക്ഷെ ഇവിടെ എന്താ? അതങ്ങനെയല്ല അല്ലെ. ഏതാ? ഇൻ ദ ഐസ് ഓഫ് ലോ, നിയമത്തിന്റെ കണ്ണിൽ എങ്ങനെയാണ്? നോ ഡിസ്റ്റിങ്ഷൻ മെയ്ഡ് ബിറ്റ്വീൻ ദ സോൾ ട്രേഡർ ആൻഡ് ദ ബിസിനസ്. ആ ബിസിനസ്സും സോൾ ട്രേഡറും തമ്മിൽ ഒരു വ്യത്യാസമില്ല അല്ലെ. സെപ്പറബിലിറ്റി എഴുതി വെച്ചോ. ഹെഡ് എഴുതി വെച്ചോ. റെഡി റെഡി
യെസ് ദാ അങ്ങനെയെങ്കിൽ ദാ ലാസ്റ്റ് ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലെ, എന്താണ് അയാൾക്ക് ഡെത്തോ ഇൻസാനിറ്റി ഇംപ്രിസൺമെന്റ് ഫിസിക്കൽ അലൈൻമെന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് അല്ലെ, എന്താണ് ബിസിനസ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ് മക്കൾ ഇതേപോലെ എങ്ങനെ എഴുതി വെച്ചിട്ടോ, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ, ഫീച്ചേഴ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? മതി മതി, ആ പോയിന്റ്സ് മാത്രം എഴുതി വെച്ചോ. ഇനി അതിന്റെ തൊട്ടടുത്ത് എഴുതി വെച്ചോ മെറിറ്റ്സ്. തൊട്ടടുത്ത് എഴുതി വെച്ചോ മെറിറ്റ്സ്. സോൾ പ്രൊപ്രൈറ്ററിന്റെ മെറിറ്റ്സ് എന്തൊക്കെ? ഒന്നാമത്തെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെ, അയാൾ മാത്രമല്ലേ ഉള്ളൂ കൺട്രോൾ ചെയ്യുന്നതൊക്കെ അയാൾ തന്നെയാണ്. സോ വേറെ എന്താണ്, ഒരാളെ നോക്കേണ്ടതില്ല, പെട്ടെന്ന് എന്താ അയാൾക്ക് തീരുമാനം എടുക്കാം. സെറ്റ്. തൊട്ടടിയിൽ അടുത്ത് എഴുതി വെച്ചോ എന്താണ്, യെസ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ അല്ലെ, ഇൻഫർമേഷൻ സീക്രസി അയാൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അയാളുടെ ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു, അയാൾ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നൊന്നും ആരെ അറിയിക്കേണ്ട അല്ലെ. എന്താണ് അയാളുടെ ഇൻഫർമേഷൻസ് എന്താ കോൺഫിഡൻഷ്യൽ ആയിരിക്കും അല്ലെ, സീക്രസി കീപ്പ് ചെയ്യാൻ അയാൾക്ക് പറ്റും. സെറ്റ് അല്ലേ, റെഡി അല്ലേ? സെക്കൻഡ് പോയിന്റ് തേർഡ് എഴുതി വെച്ചോ ഡയറക്റ്റ് ഇൻസെന്റീവ്സ്. റിസ്ക് എടുക്കുന്നതും അയാളാണ് അല്ലെ, അതിനുള്ള എന്ത് കിട്ടുന്നത്, യെസ് ലാഭം ഒക്കെ ഉണ്ടാകുന്നത് അയാളുടെ കയ്യിലേക്കാണ്. സോ ഡയറക്റ്റ് ഇൻസെന്റീവ് മൂന്നാമത്തെ എഴുതി വെച്ചോ. ഓക്കെ, മൂന്നാമത്തെ എഴുതി വെച്ചോ. റെഡി? അങ്ങനെയെങ്കിൽ നാലാമത്തെ വെച്ചോ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. എന്തുണ്ടാവും അയാൾക്ക്? ഡയറക്റ്റ് ഔട്ട്കം ഓഫ് ദ എഫേർട്ട് ഓഫ് ദ പ്രൊപ്രൈറ്റർ ഹിംസെൽഫ് അല്ലെ. ആ ഒരു വ്യക്തി എടുക്കുന്ന റിസ്കിനും അയാൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന സക്സസ് ഒക്കെ നേരെ എത്തുന്ന അയാളിൽ മാത്രമാണ്. സോ അതിന്റെ ഒരു എന്താണ് അക്കംപ്ലിഷ്മെന്റ് അല്ലെ, അത് നേടിയെടുത്ത ആ ഒരു അല്ലെ, ആ ഒരു സന്തോഷം ആർക്ക് ഉണ്ടാവും? സാർ സുഖല്ലേ, എടാ സുഖമായി വരുന്നു സാർ, ഇന്നലൊക്കെ പനിയായിരുന്നുടാ. ഓക്കെ റെഡി? അപ്പൊ അത് ആർക്കുണ്ടാവും? നമ്മുടെ ഓണർക്കുണ്ടാവും. സോ ആ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് അയാൾക്ക് അനുഭവിച്ചറിയുന്നുണ്ടാവും അയാൾ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി? യെസ്. അപ്പൊ അടുത്ത് ശ്രദ്ധിച്ചോ, എന്താ ഈസി ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമ്മൾ എവിടെ പറഞ്ഞ സെയിം പോയിന്റ് ആ ഫീച്ചറിൽ പറഞ്ഞ അല്ലെ, എളുപ്പത്തിൽ നമുക്ക് എന്താ ഫോം ചെയ്യാനും അതെന്താ ക്ലോസ് ചെയ്യാനും സാധിക്കും. ക്ലോസ് ചെയ്യാനും സാധിക്കും മക്കളെ. നമുക്ക് മാക്സിമം ഒരു 10 ഓക്കെ, 10 അപ്പുറത്തേക്ക് തീർക്കാം. റെഡി? ഈസി ഓഫ് ഫോർമേഷൻ സെറ്റ് അല്ലേ? റെഡി? അതൊന്ന് പഠിച്ചു വെച്ചല്ലോ. റെഡി? അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് തന്നെ അടുത്ത ഹെഡ് കൊടുത്തോ ലിമിറ്റേഷൻ. പോയിന്റ് എഴുതി വെച്ചോ ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ, ഒരു വ്യക്തി മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ഒരു വ്യക്തി മാത്രമായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ അല്ലെ, അവിടെ ക്യാപിറ്റൽ കുറവായിരിക്കും. സോ അവിടെ റിസോഴ്സുകളും കുറവായിരിക്കും, ലിമിറ്റഡ് റിസോഴ്സസ്. അങ്ങനെയോ? അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ, യെസ് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് അല്ലെ. കാരണം എന്താ, ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, കാലക്കേറിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തീർന്ന് അല്ലെ, ബിസിനസിന്റെ ലൈഫ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് ലിമിറ്റഡ് ലൈഫ്. തേർഡ് ശ്രദ്ധിച്ചോ അൺലിമിറ്റഡ് ലാബിലിറ്റി. നമ്മൾ പറഞ്ഞു ഫീച്ചേഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് നമ്മുടെ. യെസ് സാറേ പ്ലേസ് എവിടെ? സാറേ അല്ല ശ്രീയാണ്. ഓ വന്ന് തുടങ്ങി ശ്രീനോട് പ്ലേസ് വയ്ക്കാൻ. ഓക്കെ റെഡി? എന്താ നമ്മുടെ പാർട്ട്ണർക്ക് എന്താണ് അൺലിമിറ്റഡ്, പാർട്ട്ണർക്കല്ല നമ്മുടെ സോൾ പ്രൊപ്രൈറ്റർക്ക് എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. റെഡി? അടുത്തെന്താ ലിമിറ്റഡ് മാനേജീരിയൽ ലബിലിറ്റി. ആ ഒരു വ്യക്തിക്ക് അല്ലെ ലിമിറ്റഡ് ആയിരിക്കും എന്ത് മാനേജീരിയൽ ലബിലിറ്റി. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ അല്ലേ? ലിമിറ്റഡ് മാനേജീരിയൽ ലബിലിറ്റി. ഇത് നാലും ഓക്കെ. ഈ കാര്യങ്ങൾ മക്കൾ ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ടോ പോയിന്റ് ആയിട്ട്? അതിന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ, അതിന്റെ ഫീച്ചേഴ്സ് എഴുതി മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇങ്ങനെ ഒരു ഹെഡിൽ ഈ പോയിന്റ് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും സാറ് പറഞ്ഞിട്ട് നോട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം ഒന്നങ്ങോട്ട് വായിച്ചു വിട്ടേ, പഠിച്ചു അത് മതി. നിങ്ങൾ എക്സ്പ്ലനേഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് കോമൺ സെൻസിൽ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഓരോ പോയിന്റിനുള്ളിൽ അണ്ടറിലും എന്തായിരിക്കും എക്സ്പ്ലനേഷൻ വരുന്നുണ്ടാവുക എന്നുള്ളത്. ഒട്ടും കിട്ടുന്നില്ല, നല്ല കൺഫ്യൂഷൻ എന്നിട്ടും ഉണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ്പ്ലനേഷൻ നോക്കുക. ഓട്ടോ കിട്ടുമല്ലോ? ഓ കിട്ടും. യെസ് അത്രേ ഉള്ളൂ മക്കളെ. നമുക്ക് എന്താണ് ഫീച്ചേഴ്സ് പഠിച്ചാൽ മറ്റൊക്കെ നമുക്ക് ഏകദേശം ഒപ്പിച്ചിടാം. പിന്നെ ചില പോയിന്റ് ഒക്കെ സെയിം നമുക്ക് ഇത് തന്നെ കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പോയിന്റ് ഒക്കെ എഴുതി ഉണ്ടാക്ക്. എണ്ണം തേക്കാൻ അങ്ങോട്ട് മാർക്ക് വീഴടാ. പിന്നെ അല്ല കുറേയൊക്കെ ബിസിനസ് സ്റ്റഡീസ് നമ്മുടെ കോമൺ സെൻസിൽ നിന്നും കൂടെ പോയിന്റ് നമ്മൾ എടുത്തിടണം. എന്ന് വെച്ചാൽ എല്ലാം അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ. കുറച്ചൊക്കെ ആടെ എവിടെയൊക്കെ വിട്ടു പോകുന്ന ചില പോയിന്റുകൾ ഉണ്ടാവില്ലേ, ഒരു 5-6 പഠിക്കുമ്പോൾ ചിലപ്പോൾ 4ാമത്തൊക്കെ നിങ്ങളോട് പറഞ്ഞു ഇടാം. അവിടെ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. അങ്ങനെയല്ലേ? സെറ്റ് റെഡി? ഓക്കെ എഴുതി. അങ്ങനെയെങ്കിൽ അടുത്ത ഹെഡ് വെച്ചോ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. അതേപോലെ തൊട്ടടുത്ത് തന്നെ ഹെഡ് കൊടുത്തോ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. എന്താണ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്? എന്താ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്? ഓക്കെ സാറേ എന്താണ് പഠിക്കാൻ വന്നതാണ്, പഠിക്കൂലെന്നാ?
പഠിക്കാമെന്നാണ് പഠിക്കൂലേ? പഠിക്കടാ, പിന്നെ അല്ല പഠിപ്പിക്കൂലേ നമ്മൾ. അപ്പൊ പഠിക്കണ്ടേ? പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്താണ്? അറിയാലോ. Join Hindu family business is a form of business organization which governed by the Hindu law. Okay, Hindu niyama pragaramula. Okay, where the business is owned and carried on by the members of the Hindu undivided family. അല്ലേ, പണ്ടത്തെ എന്താണ് ഒരു ഓൾഡ് ഫോം ആണ്. എന്താണ് പണ്ടത്തെ കൂട്ടുകുടുംബ എന്താണ് സമ്പ്രദായം. അതിലുണ്ടാവുന്ന എന്താണ് ഹിന്ദു ലോ പ്രകാരം എന്താണ് നമ്മൾ ആ ഒരു കുടുംബം തന്നെ അല്ലെ, ആ ഒരു അൺഡിവൈഡ് ഫാമിലി അല്ലെ, ആ ഒരു കൂട്ടുകുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ബിസിനസ്, പഴയ ഒരു ഓൾഡ് ഫോം ആണ് എന്തെന്ന് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ സാർ, ഇന്നലത്തെ നോട്ട് കിട്ടില്ല. ഇന്നലത്തെ നോട്ട് ഉണ്ട്. ഇന്നലത്തെ ലൈവിൻ്റെ ഒന്നുകൂടെ പോയി നോക്ക്, കമന്റ് പോയി നോക്ക്, അവിടെ ഉണ്ട്. നമ്മൾ ഷെയർ ചെയ്യാൻ വൈകിട്ടുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാൻ വൈകിട്ടിട്ട് ഇന്ന് ഒരു ഉച്ച ടൈമിലാണ് നമ്മളത് ആഡ് ചെയ്തിട്ടുള്ളത്. മക്കളൊന്ന് നോക്കിയാൽ മതി. ഇന്നലത്തെ നോട്ട് അവിടെ ഉണ്ട് കേട്ടോ. റെഡി? യെസ്. അപ്പോൾ ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്താ, മെമ്പേഴ്സിന് ആ ബിസിനസ്സിൽ എങ്ങനെ മെമ്പർഷിപ്പ് കിട്ടും? ആ ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ഇവിടെ ബർത്തിന്റെ ബേസിൽ അല്ലെ, ആ ഒരു ഫാമിലി എൽഡസ്റ്റ് മെമ്പർ അല്ലെ, എന്താണ് തലമൂത്ത ആളാണ് കർത്ത. അയാളാണ് എന്ത് ചെയ്യുക, ആ ഒരു ബിസിനസ് നോക്കി നടത്തുക. അയാൾക്ക് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്. റെഡി? മറ്റ് മെമ്പേഴ്സിനെ നമ്മൾ എന്താ കോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നു. തേർഡ് സെറ്റ് ആണോ? കിട്ടിയല്ലോ. മതി. അങ്ങനെയെങ്കിൽ ഹെഡ് കൊടുത്തോ, ഫീച്ചേഴ്സ്. ഒന്നാമത്തെ എന്താ, നേരത്തെ പഠിച്ച പോലെ തന്നെ ഫോർമേഷൻ. എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഹിന്ദു സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ബർത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? ഫോർമേഷൻ അത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ലാബിലിറ്റി എങ്ങനെയാ? കർത്തയുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണെന്നും കോപാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്നും നമ്മൾ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ, കോപാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് മെമ്പേഴ്സ് അല്ലെ, അവരുടെ ലിമിറ്റഡ് ലാബിലിറ്റിയും കർത്ത ആ തലമൂത്ത ആളുടേത് അല്ലെങ്കിൽ ആ ബിസിനസ് നോക്കി നടത്തുന്ന ആളുടേത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്. തേർഡ് ശ്രദ്ധിച്ചോ, കൺട്രോൾഡ് ബൈ ആരാ? കർത്ത. മതി. കൺട്രോൾഡ് ആരാ? നിങ്ങൾക്ക് കിട്ടും, മനസ്സിലുണ്ടാവും. കണ്ടിന്യൂറ്റി എങ്ങനെയാ? ഷുവർ ആണ് അല്ലെ, കണ്ടിന്യൂറ്റി ഉണ്ടാവും. കാരണം എന്താ, ഡെത്ത് ആർക്ക്? നമ്മളെ കർത്തയ്ക്ക് എന്തെങ്കിലും തട്ടിപ്പോയാൽ, കർത്തയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും ഒരു കുഴപ്പമില്ല. ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലെ അടുത്ത തലമൂത്ത ആൾ എന്തായിട്ട് വരും? കർത്തയുടെ സ്ഥാനത്ത് വരും. സോ കണ്ടിന്യൂറ്റി ഉണ്ട്. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ മൈനർ മെമ്പർ അല്ലെ, മൈനേഴ്സിന് അവിടെ മെമ്പർ ആവാൻ പറ്റും. കാരണം ബർത്തോട് കൂടി അയാൾക്ക് ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ബിസിനസ്സിലെ മെമ്പർ ആവുന്നുണ്ട് അല്ലെ. അപ്പൊ മൈനർ മെമ്പേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? റെഡി? അപ്പൊ ഈ ഫീച്ചേഴ്സ് അതേപോലെ എഴുതി വെച്ചല്ലോ. ഓക്കെ, ഈ ഫീച്ചേഴ്സിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് കിട്ടിയല്ലോ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കിട്ടിയല്ലോ. ലാബിലിറ്റി എങ്ങനെയാണ് അല്ലെ, ഫോർമേഷൻ എങ്ങനെയാണ്, കണ്ടിന്യൂറ്റി ഉണ്ടോ, മൈനർ മെമ്പർ ഉണ്ടോ? റെഡി? അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഹെഡ് തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചോ, മെറിറ്റ്സ്. എന്തൊക്കെയാണ് ജോയിൻ ഹിന്ദു ഫാമിലിന്റെ മെറിറ്റ്സ്? ഒന്നാമത്തെ എഫക്റ്റീവ് കൺട്രോൾ. എന്താണ് കൺട്രോൾ? റെഡി? ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഡിസിഷൻ എടുക്കുന്ന ആരാ? കർത്തയാണ്. അത് വെച്ചിരിക്കൂടെ, കർത്തയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. മറ്റാൾ എന്താണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക കർത്തയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ ആളുകൾക്കിടയിലും എന്താണ് കോപാർട്ട്നേഴ്സ് തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ എന്താ ഒന്ന് കുറഞ്ഞു കിട്ടും. റെഡി? അപ്പോ എഫക്റ്റീവ് കൺട്രോൾ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ഫീച്ചേഴ്സിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. അടുത്ത് നോക്കിയോ, കണ്ടിന്യൂഡ് ബിസിനസ് എക്സിസ്റ്റൻസ്. നമ്മുടെ ഫീച്ചേഴ്സിൽ എഴുതിയ സെയിം പോയിന്റ് അല്ലേ? പറയണോ വേണ്ട? എഴുതി വെച്ചുള്ള പോയിന്റ് നോക്കിയോ. അതാ ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. അറിയാലോ, നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ സാറേ, എക്സ്പ്ലെയിൻ എക്സാമിന് എഴുതണോ? അത് വേണമല്ലോ. അതിപ്പോ എല്ലാത്തിലും വേണമെന്നില്ല. മാർക്ക് നോക്കിയിട്ടല്ലേ നമ്മൾ എക്സ്പ്ലനേഷൻ തീരുമാനിക്കുക. 5 മാർക്കിന്റെ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, 3 മാർക്കിന്റെ ആണെങ്കിൽ അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഏത്? റെഡി? അത് മാർക്ക് നോക്കിയേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. റെഡി? യെസ്. അപ്പൊ ലാബിലിറ്റി എങ്ങനെയാ നമ്മൾ പറഞ്ഞു? ഫീച്ചേഴ്സിൽ പറഞ്ഞ സെയിം പോയിന്റ്. അടുത്തതാ ഇൻക്രീസ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. യെസ്, ഇത് നമ്മൾ നമ്മുടെ ഏതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോൾപ്രൊപ്രൈറ്റർഷിപ്പ് പറഞ്ഞില്ലേ, ഒരു സെൽഫ് അക്കംപ്ലിഷ്മെന്റ്. അതുപോലെയാണ് അല്ലെ. എന്താണ്, ഒരു കൂട്ടുകുടുംബമാണ്. സോ അവരെല്ലാവരും കൂടെ വലിയൊരു ബിസിനസ് നടത്തി സെറ്റപ്പ് ആവുന്നു. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? നല്ലൊരു കോപ്പറേഷനും ഒരു ലോയൽറ്റിയും ഒക്കെ ഉണ്ടാവും അല്ലെ. ആ കാര്യമാണ്. റെഡി? മതി. അത്രയും പോയിന്റുകൾ മതി. ഫീച്ചേഴ്സിൽ എഴുതി ആ സെയിം പോയിന്റ് തന്നെ റിപ്പീറ്റ് ആണ് ഇവിടെ മെറിറ്റ്സിൽ. അങ്ങനെയെങ്കിൽ ഡിമെറിറ്റ്സ് നോക്കിക്കോ. ഒന്നാമത്തെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ഓക്കെ, ഒരു ഫാമിലി എന്താണ്? ആ ഒരു കൂട്ടുകുടുംബത്തിലുള്ള എന്താണ് ഒരു പരമ്പര സ്വത്ത് അല്ല, ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി. അത് ബേസ് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും ഇവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക.
അല്ലേ അല്ലേ യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ലിമിറ്റഡ് റിസോഴ്സുകളായിരിക്കും, ഒന്ന് ഓർത്ത് വെച്ചോളാം. സെറ്റ്. സെക്കൻഡ് പോയിന്റ് ചോദിച്ചോ, ലാബിലിറ്റി. കർത്തയുടെ ലാബിലിറ്റി എന്താ? അൺലിമിറ്റഡ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. കർത്തയ്ക്കാണ് ഫുൾ ബാധ്യതകളും. അടുത്തതും കർത്തേന്റെ ബേസിലാ, ഡോമിനൻസ് ഓഫ് കർത്ത. നമ്മൾ മെറിറ്റ്സിൽ ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ് ആ പോയിന്റ്? യെസ്, നമ്മുടെ എന്താണ് നല്ലൊരു കൺട്രോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ചില കേസുകളിൽ എന്താ ആ കൺട്രോൾ എന്ന് പറയുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. ഡോമിനൻസ് ഓഫ് കർത്ത അല്ലെ. കൺട്രോൾ ചെയ്ത് കർത്ത ഓവറായി പോയാല് കോപ്പാസിനേഴ്സ് കയറി അടിക്കും ഇല്ലേ, ആ ഒരു പ്രോബ്ലം അല്ലെ. ഡോമിനൻസ് ഓഫ് കർത്ത എല്ലായ്പ്പോഴും ഓക്കെ ആവണമെന്നില്ല. പിന്നെയോ ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ അല്ലെ. കർത്തയ്ക്ക് എല്ലാ കഴിവും ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോ ന്യൂജൻ നിങ്ങളെ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്ത ഒരു കഴിവേറിയല്ല എന്ന് പറയാറില്ലേ. കഴിവേറിപ്പോയി സാർ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ, പറയാറില്ലേ നമ്മള്. അതുപോലെ അല്ലെ എല്ലാ എന്തുമല്ല എല്ലാ സ്കില്ലുകളും ആർക്കുണ്ടാവുന്നില്ല. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസ് പറഞ്ഞു, അതേപോലെ തന്നെ ഇതും ഓക്കെ അല്ലേ. റെഡി. അപ്പൊ ഇത്രയും പോയിന്റ് മതി. അടപ്പിടിച്ചോ. സെറ്റ് അല്ലേ. റെഡി. അപ്പൊ രണ്ടാമത്തെ ഹെഡ് കഴിഞ്ഞല്ലോ എങ്കിൽ നേരെ എടുത്ത് കൊടുത്തോ നമ്മുടെ മൂന്നാമത്തെ ഫോമിന്റെ ഹെഡ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ. ഭയങ്കര എന്താണ് മട്ടസ്കര സിറ്റം പഠിക്കണം എന്നാടാ സാറേ. ദയഭാഗ മിറ്റക്ഷാര സിസ്റ്റം അന്തത് മനസ്സിലാകുന്നടാ. ഓക്കെ റെഡി. ഓക്കെ അപ്പൊ അടുത്തേക്ക് പോകണേ. അടുത്ത ഹെഡ് എഴുതി വെച്ചോ, നോട്ടിൽ എഴുതി വെച്ചോ. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് കിട്ടണം മനസ്സിലാക്കില്ല. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്താക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. യെസ് എന്താണ് ഒരു എഗ്രിമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. യെസ് എന്താണ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ബേസിലാണ് എന്ത് പാർട്ണർഷിപ്പ് മുന്നോട്ട് പോവുക. ആ ഒരു എഗ്രിമെന്റിനെ നമുക്ക് എന്താ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പിനെ നമുക്ക് എന്താ ഒരു ഫേം എന്നൊക്കെ പറയാം. ഓക്കെ പാർട്ണർഷിപ്പാണ് പാർട്ണർഷിപ്പ്. ഓക്കെ അപ്പൊ പാർട്ണർഷിപ്പിൽ നമുക്കറിയാലോ ആദ്യം നമുക്ക് എന്ത് പഠിക്കണം? ഫീച്ചർ പഠിക്കണം. എഴുതി വെച്ചോ. ഹെഡ് ഒന്നാമത്തത് ഫോർമേഷൻ. സെയിം കാര്യം. ഫോർമേഷൻ എങ്ങനെയാ നമുക്കറിയാം. എന്തിന്റെ ബേസിലാ? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാ പാർട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാബിലിറ്റി എങ്ങനെയാ? അൺലിമിറ്റഡ് ആയിരിക്കും. വാ കമ്പനിക്കാരെല്ലാവരും കൂടി ബിസിനസ് ഒക്കെ ഭാവിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ബിസിനസ് പൊട്ടിയാലും മക്കളെ കിടപ്പാടം വിറ്റിട്ടും നമ്മൾ ബിസിനസിന്റെ ലാബിലിറ്റി തീർക്കേണ്ടി വരും. ഓക്കെ അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ഓക്കെ കിട്ടും. അങ്ങനെയെങ്കിൽ റിസ്ക് ബിയറിംഗ് എങ്ങനെയാ? ആരാ റിസ്ക് ഏറ്റെടുക്കുന്നുണ്ടാവുക? ആ പാർട്ട്നേഴ്സ് ആണ് അല്ലെ. പാർട്ട്നേഴ്സ് തന്നെയാണ് എന്താ റിസ്ക് എല്ലാം ഏറ്റെടുക്കുന്നുണ്ടാവുക അല്ലെ. പാർട്ട്നേഴ്സ് ഷോൾഡർ ദ റിസ്ക് ഓഫ് ദ ബിസിനസ് ആസ് എ ടീം അല്ലെ. അവർ ഒരുമിച്ച് ടീമായിട്ടാണ് എന്ത് ചെയ്യുക? അവരാരും റിസ്ക് ഏറ്റെടുക്കുക. അവർക്ക് തന്നെയാണ് എന്ത് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് എന്താക്കുക ഷെയർ ചെയ്തെടുക്കുക. ലോസ് ആണെങ്കിലും അതും അവര് ഷെയർ ചെയ്തെടുക്കുന്നു. റിസ്ക്. ഓക്കെ ദെൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല. ആരാണ്? പാർട്ട്നേഴ്സ് തന്നെ അല്ലെ. എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ സ്വയം തീരുമാനിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുക? നമ്മുടെ അവരുടെ ഡിസിഷൻ അവരെടുക്കുക. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് എന്താ? കണ്ടിന്യൂറ്റി ഉണ്ടാവോ? ഓക്കെ കണ്ടിന്യൂറ്റി ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ്, ഇൻസോൾവൻസി അല്ലെങ്കിൽ ഇൻസാനിറ്റി ഓഫ് എനി പാർട്ണർ കെയർ പുട്ട് ആൻഡ് എൻഡ് ടു ദ പാർട്ണർഷിപ്പ് അല്ലെ. ഏതെങ്കിലും ഒരു പാർട്ണർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചിലപ്പോൾ മറ്റേ ഒരു പാർട്ണർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അയ്യോ എൻ്റെ ചങ്ക് മരിച്ചുപോയി അല്ലെ, എനിക്ക് താല്പര്യമില്ല, ഞാൻ നിർത്തുന്നു. ഓക്കെ ആ ഒരു എന്താണ് ചിലപ്പോൾ അങ്ങനെ ഒരു ഇമോഷനൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താക്കുന്നു? അത് നിർത്തുന്നു അല്ലെ. ഇനിയിപ്പോൾ അങ്ങനെ ഇമോഷൻ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഓക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലെ. ഓക്കെ അപ്പൊ എന്താ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ എന്താക്കുക? കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ചെയ്താൽ ഓക്കെ അല്ലേ. സെറ്റ്. അപ്പോൾ ഈ പോയിന്റുകൾ എന്തില് ഫീച്ചേഴ്സ് ആയിട്ട് മക്കൾ അങ്ങോട്ട് ഓർത്ത് വെക്കുക. റെഡി. ഓക്കെ രണ്ട് പോയിന്റുകൾ നമുക്ക് പറയാം. മെമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ്? മിനിമം അല്ലെ പാർട്ട്ണർഷിപ്പിൽ എത്രയാ? ഒരു 50 എന്നുള്ള ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് ജനറൽ പോയിന്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ പിന്നെ അടുത്തത് മ്യൂച്വൽ ഏജൻസിയാണ്. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം പാർട്ട്ണർഷിപ്പാണ് അല്ലെ. എങ്ങനെയാണ് പാർട്ട്നേഴ്സ് അവർ സ്വയം എന്താണ് ഒരു മ്യൂച്വൽ ഏജൻസി ആയിട്ട് എന്താണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക, ഷെയർ ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെയാണ് മുന്നോട്ട് പോവുക അല്ലെ. അപ്പോൾ ഒരു മ്യൂച്വൽ ഏജൻസിയാണ്. അപ്പോൾ ഈ പോയിന്റുകൾ മക്കൾ ഫീച്ചേഴ്സ് ആയിട്ട് എഴുതി വെച്ചോ.
ഫോർമേഷൻ, ലാബിലിറ്റി, റിസ്ക്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ മ്യൂച്വൽ ഏജൻസി. ഇത് എഴുതി വെച്ചോ. ഓക്കെ, കിട്ടിയോ? റെഡി? അങ്ങനെയെങ്കിൽ മെറിറ്റ്സിലേക്ക് പോവാണ്. ഓക്കെ, മെറിറ്റ്സിലേക്ക് പോവാണ്. യെസ്, ആദ്യത്തെ മെറിറ്റ്സ് എന്താണ്? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം നമുക്ക് എന്താ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചടങ്ങുകളൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ എന്താ ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഓർത്ത് വെക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വളരെ സിമ്പിൾ ആണ്. റെഡി? എന്താണ് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്? യെസ്, മ്യൂച്വൽ ഏജൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഓർത്ത് വെച്ചോളാം, ബാലൻസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അടുത്തെന്താ? ഫണ്ട് എങ്ങനെയാ? കുറച്ച് അധികം ഉണ്ടാവും അല്ലെ? കാരണം യെസ്, ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവും, 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ സാർ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരും? മക്കളെ, നല്ല വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. 10 മാർക്കിനോട് അടുത്ത് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, 10ന്റെ എബോ ഉണ്ട്, 12 റേഞ്ചിലാണ്, 10-12 റേഞ്ചിലാണ് ഇതിന്റെ വെയിറ്റേജ്. ഓക്കെ, അപ്പൊ മോർ ഫണ്ട്സ് ഓർത്ത് വെക്കുക. ദെൻ അടുത്തെന്താ? റിസ്ക് എങ്ങനെയാ? യെസ്, അവർ ഷെയർ ചെയ്യും അല്ലെ? പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്ന ആളുകളാണ് പാർട്ട്നേഴ്സ്, നമ്മൾ പറഞ്ഞു. സോ എന്തുണ്ടാവും? ഷെയർ ചെയ്യുന്നു. ദെൻ സീക്രസി കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ സോൾപ്രൊപ്രൈറ്റർഷിപ്പ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ. ഓക്കെ അല്ലേ? സീക്രസി കീപ്പ് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഫീച്ചേഴ്സ് ഓക്കെ അല്ലേ? എഴുതി വെച്ചിക്കോ. എന്തൊക്കെ? സീക്രസി, ഷെയറിംഗ് റിസ്ക്, മോർ ഫണ്ട്സ്, ബാലൻസ്ഡ് ഡിസിഷൻ. എഴുതി വെച്ചോ. 4 പോയിന്റ് ആയിരുന്നാ. പാർട്ട്ണർഷിപ്പ്, ഫീച്ചർ, മെറിറ്റ്സ്. എഴുതി വെച്ചോ. എഴുതി വെക്കണേ. ദെൻ ലാസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ലിമിറ്റ്സ്. നോക്കിക്കോ. വൺ സെക്കൻഡ്. സോറി. ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാ? ഒന്നാമത്തെ ലിമിറ്റേഷൻ എഴുതി വെച്ചോ. അൺലിമിറ്റഡ് ലാബിലിറ്റി. പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. എഴുതി വെച്ചോളാം. ഒന്നാമത്തത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലെ? അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടും എന്ത് തീർക്കണം? നമ്മുടെ ഫേമിന്റെ ഡെപ്റ്റ് അയാള് തീർക്കണം. ഓക്കെ, സെക്കൻഡ് എന്താ? ലിമിറ്റഡ് റിസോഴ്സസ് ആണ് അല്ലെ? നമ്മൾ മറ്റ് ബിസിനസ്സുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്തും അല്ലെ, കുറച്ച് പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ളെങ്കിലും അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഒക്കെ ഒരു നോർമൽ ആയിരിക്കും അല്ലെ? അപ്പൊ എന്താ? റിസോഴ്സുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ എന്താ? ലിമിറ്റഡ് റിസോഴ്സസ് ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ അടുത്തെന്താ? പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. എന്ത് സംഭവിക്കും? പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാവും അല്ലെ? അടിയും കച്ചറയും ഉണ്ടാകുന്നു. ഓക്കെ, സ്വാഭാവികല്ലേ? യെസ്. സാർ എല്ലാ ചാപ്റ്ററിലെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ച് തിരിഞ്ഞു പോകുന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് മക്കളെ സാർ നിങ്ങളോട് ഇങ്ങനെ നോട്ട് എഴുതി വെക്കാൻ പറയുന്നത്. പോയിന്റ് ആയി നോട്ട് എഴുതി വെക്കാൻ പറയുന്നത്. അത് റിവൈസ് ചെയ്യാം. ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ ഹെഡ് കൊടുക്കാൻ ചാപ്റ്റർ 2 ഫോംസ് അല്ലെ? ആ ഒരു ഒറ്റ പേജിൽ തന്നെ, ഒരൊറ്റ സൈഡിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ? ഓരോ ഫോമും അതിന്റെ ഫീച്ചർ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. ചെറിയ പോയിന്റ് ആക്കി വെച്ചാൽ മതി ഇല്ലേ? യെസ്. എന്ത് ചെയ്യാം? ഒരു 3 ദിവസം ഓക്കെ, എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ മാറിപ്പോകുന്ന മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇതുപോലെ ഓരോ പേജിലും എഴുതി വെച്ചിട്ട് ഒരു 3 ദിവസം മക്കൾ ഒന്ന് ഡെയിലി റിവൈസ് ചെയ്ത് നോക്ക്. റിവൈസ് മീൻസ് ഒരു ടൈം ഗ്യാപ്പ് എടുത്ത് റിവൈസ് ചെയ്യുക. എടുത്ത് നോക്കുക, വായിച്ചു നോക്കുക, ഓർത്ത് വരുന്നുണ്ടോ നോക്കുക. യെസ്, അങ്ങനെ ഒരു 3 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നിങ്ങൾ മാറിപ്പോല. അതിനാണ് ഈ നോട്ട് സാർ എഴുതാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? പിന്നെ എന്തുണ്ടാ? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ല, ഇൻസോൾവൻസി അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ തീർന്നു അല്ലെ? ഓക്കെ അല്ലേ? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അങ്ങോട്ട് ഓർത്തിരിക്കുക. സെറ്റ്? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ്സുകൾ മാത്രം മക്കൾ ഒന്ന് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി ലിമിറ്റേഷൻസ് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അങ്ങനെയെങ്കിൽ പാർട്ണർഷിപ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്. നോട്ട് തരുമല്ലേ? നോട്ട് തരും. ഓക്കെ, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഓരോ പാർട്ട്ണറുടെയും ടൈപ്പുകൾ പഠിച്ചു വെച്ചു. എന്താ? ആക്റ്റീവ് ആൻഡ് വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ടല്ലോ, ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്ണർ അല്ലെ? പാർട്ട്ണർ ഹു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും നമ്മുടെ മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ ഡെയിലി ആക്റ്റീവായി നിൽക്കുന്ന അല്ലെ, നമ്മുടെ ബിസിനസ് കൺട്രോളിലും കാര്യത്തിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പാർട്ട്ണറെ എന്ത് പറയുക? ആക്റ്റീവ് ആൻഡ് വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറയാം. ആ പേര് തന്നെ കിട്ടും അല്ലെ? അങ്ങനെയെങ്കിൽ സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്ണർ എന്താണ്? ഉറങ്ങുന്ന പാർട്ട്ണർ ആണോ?
അല്ലെ, അതെ, ഉറങ്ങിക്കിടക്കുകയാണ്, ഒരർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് അല്ലേ. കാരണം എന്താ, അയാൾ എന്തിൽ ഏർപ്പെടുന്നില്ല, നമ്മുടെ ഫേമിന്റെ എന്താണ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല, അയാൾ ഇൻവോൾവ് ആവുന്നില്ല അല്ലെ. ഹു ഡസ് നോട്ട് പ്ലേ ഇൻ ദ ആക്റ്റീവ് പാർട്ട് ഇൻ ദ ബിസിനസ് അല്ലെ. ബിസിനസിന്റെ ആക്റ്റീവ് പാർട്ടിൽ എന്താ അയാൾ ഉൾപ്പെടുന്നില്ല. അയാൾ ജസ്റ്റ് എന്താ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, അയാൾക്ക് പ്രോഫിറ്റിന്റെ പോർഷനൊക്കെ കൊടുക്കുകയും ചെയ്യും നമ്മൾ. പക്ഷേ ആക്ടിവിറ്റിയിലൊന്നും അയാൾ ഉണ്ടാവില്ല. അതാണ് ആര്, സ്ലീപ്പിംഗ്. യെസ്, അങ്ങനെയെങ്കിൽ സീക്രട്ട് പാർട്ണർ ഉണ്ട്. ആരായിരിക്കും? യെസ്, ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. യെസ്, ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ബുക്ക് സെറ്റ് വായിച്ചാൽ മതി, ഷുവർ. എന്ത് ചോദിക്കാനാ? യെസ്, ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, അയാളുടെ പേരും കാര്യങ്ങളൊന്നും ഔട്ട്സൈഡേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല അല്ലെ. സീക്രട്ട് ആയിട്ട് നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ണർ, സീക്രട്ട് പാർട്ണർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നോമിനൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, പേര്, ആ പേര് തന്നെ നോമിനൽ നെയിമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നെയിം അല്ലെ. ചില ആളുകൾ അല്ലെ, ഹി ലെൻഡ് ഹിസ് നെയിം ടു ദ ബിസിനസ്, ഹി ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ദ ക്യാപിറ്റൽ അല്ലെ. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ പൈസയല്ല, അയാൾ എന്താ കൊടുക്കുന്നത്, അയാളുടെ പേരാണ് കടം കൊടുക്കുന്നത് അല്ലെ, ആ ഒരു ബിസിനസിന് വേണ്ടി. ഐ മീൻ വല്ല സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കും അല്ലെ, അയാളുടെ പേര് യൂസ് ചെയ്യാൻ അനുവാദം കൊടുക്കുക അല്ലെ. ക്യാപിറ്റലിന് പകരം, ക്യാപിറ്റലിന്റെ പൈസക്ക് പകരം എന്താ, അയാളുടെ പേര് യൂസ് ചെയ്യുക അല്ലെ. യെസ്, അപ്പൊ അതുപോലുള്ള അല്ലെങ്കിൽ എന്താ, അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇതുപോലെ ബിസിനസിന്റെ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആകുന്നൊന്നുമില്ല. ജസ്റ്റ് അയാളുടെ പേര് മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എന്ത്, നമ്മുടെ നോമിനൽ പാർട്ണർ. ഓക്കെ, അങ്ങനെയെങ്കിൽ പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. എസ്റ്റോപ്പൽ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. A person is said to be partner by estoppel if he through his own initiative, conduct or behavior gives an impression to other that he is a partner of the firm. എന്താ പറഞ്ഞത്, അയാളുടെ എന്താ ബിഹേവിയർ കൊണ്ടോ അല്ലെ, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, അയാൾ പബ്ലിക്കിന് എന്താ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക. എന്തത്, പബ്ലിക് കാണുമ്പോൾ പബ്ലിക്കിന് തോന്നുക ഇയാൾ അവിടുത്തെ പാർട്ണറാണല്ലേ, അങ്ങനെ തോന്നൽ ഉണ്ടാക്കുകയാണ്. അങ്ങനെ തോന്നൽ ഉണ്ടാക്കുന്ന പാർട്ണറെയാണ് നമ്മൾ എന്ത് പറയുക, യെസ്, പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുക. ഓക്കെ സാറേ, പാർട്ണർഷിപ്പിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം. പാർട്ണർഷിപ്പിന് അതിന് മാത്രം എക്സ്പ്ലനേഷൻ നമുക്ക് എന്താ പഠിക്കാറുള്ളതാണ്, പാർട്ട്നേഴ്സ് കൂടി ചേർന്ന് ഒരു എഗ്രിമെന്റിൽ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതാണ് പാർട്ണർഷിപ്പ് അല്ലെ. അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവും, അതിനെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താ എക്സ്പ്ലനേഷൻ മാത്രം പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി. പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ മറ്റൊരു ഐറ്റം ആണ് അല്ലെ. എന്താണ്, എ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഇസ് എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ പാർട്ണർ ബട്ട് knowingly allow himself to represent as a partner in a firm but really he is not a partner. ഉണ്ടല്ലോ, അയാൾ പാർട്ണർ അല്ല, പക്ഷെ എന്തിനാ അയാൾ സമ്മതിക്കുന്നു, യെസ്, അയാളെ ഒരു പാർട്ണറായി റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഫേമിലുള്ള മറ്റേതെങ്കിലും പാർട്ണറെ അയാൾ അനുവദിക്കുന്നു, മനഃപൂർവ്വം അനുവദിക്കുക അല്ലെ. സാർ ഇപ്പോൾ ഒരു പാർട്ണർ ആണെങ്കിൽ ഞാനിതാ യെസ് എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ, അയാൾ എൻ്റെ പാർട്ണർ ഒന്നല്ല, ആ ഫ്രണ്ടിനെ ഞാൻ പറയാം നിങ്ങളോടൊക്കെ യെസ് ഇവരെൻ്റെ പാർട്ണർഷിപ്പിലെ പാർട്ണർ ആട്ടോ, അപ്പൊ അയാൾ ഒന്നും പറയാതെ അതെ അതെ ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ എന്നെ അതിന് അനുവദിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ എന്ത് പറയുക, പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയും. ഇവരും ക്യാപിറ്റൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പ്രോഫിറ്റിന്റെ ഷെയർ ഒന്നും അയാൾക്ക് എന്താ അവകാശമില്ല, അങ്ങനെയാണ്. ഓക്കെ, റെഡി. അപ്പൊ ഈ പേരുകൾ മക്കൾ അങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കണം. പേരുകൾ മാത്രമല്ല, ഈ ആളുകളെ സെറ്റല്ലേ, സെറ്റല്ലേ. പാർട്ട്നേഴ്സ് ഏതൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത് പഠിച്ചു വെക്കുക. സെറ്റല്ലേ, റെഡി. അങ്ങനെയെങ്കിൽ നമുക്കൊരു ടൈപ്സും കൂടെ പഠിക്കാറുണ്ട്, പാർട്ണർഷിപ്പിന്റെ ടൈപ്സ് കൂടെ പഠിക്കണം. യെസ്, 4 ടൈപ്പാണുള്ളത്. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ടൈപ്പിനെ നമുക്ക് ബേസ്ഡ് ഓഫ് ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ ലാബിലിറ്റി, ഈ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് അറ്റ് വിൽ അതുപോലെ തന്നെ പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, ഇവിടെ ജനറൽ ആൻഡ് ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ 4 ആയി തിരിക്കാം. ഓക്കെ, പാർട്ണർഷിപ്പിന് ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറേഷൻ അല്ലെ, ടൈമിന്റെ ബേസിലും അതുപോലെ തന്നെ ലാബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആ കേസ് പഠിക്കാം, ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറേഷൻ. ഓക്കെ, ഡ്യൂറേഷന്റെ ബേസിൽ നമ്മൾ ഒന്നാമത് പാർട്ണർഷിപ്പിനെ അറ്റ് വിൽ എന്ന് പറയുന്നു. ആ വിൽ ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലെ. വിൽ എത്രത്തോളം വേണോ അല്ലെ, ആ ഒരു പാർട്ണർഷിപ്പ് എത്ര കാലം വേണോ അതുവരെ പോകുന്നു. ഓക്കെ, അതുവരെ പോകുന്നു. നോക്കിയോ, ആസ് ദ നെയിം സജസ്റ്റ് ദ ടൈപ്പ് ഓഫ് പാർട്ണർഷിപ്പ് എക്സിസ്റ്റ് ഓൺ ദ വിൽ ഓഫ് ദ പാർട്ണർ. ഉണ്ടാവും പാർട്ട്നേഴ്സിന്റെ യെസ് അവരുടെ എന്താണ്, അവരെ തോന്നലിനനുസരിച്ചാണ് അല്ലെ, അവർക്ക് എത്ര കാലം വേണം, എത്ര കാലം താല്പര്യമുണ്ട്, അതുവരെ നമുക്ക് എന്താക്കാം, യെസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് എന്തെന്ന് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് നിർത്താനാണ് തോന്നുന്നതെങ്കിൽ യെസ് ഒരു നോട്ടീസോ കൊടുത്തുകൊണ്ട് എന്താ അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാം.
ഓക്കെ റെഡി യെസ് അങ്ങനെയെങ്കിൽ എന്താ പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഉണ്ട് ആ പേരുണ്ടല്ലോ ഒരു പെർട്ടിക്കുലർ ഫിക്സ്ഡ് ടൈം പീരീഡ് വരെ ആയിരിക്കും ഏത് ഈ പാർട്ണർഷിപ്പ് ഉണ്ടാവുക ഓക്കെ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യെസ് ഇപ്പം എന്താ പറയുക അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് പണിയാനൊക്കെ വേണ്ടി അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ എടുക്കും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഇത്ര ടൈമിലേക്ക് നമ്മൾ എടുക്കുന്ന പാർട്ണർഷിപ്പാണെന്ന് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ത്രൂ ഉള്ള പാർട്ണർഷിപ്പിനെ നമ്മൾ എന്ത് പറയുക പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയാം സെറ്റ് അല്ലേ റെഡി അങ്ങനെയെങ്കിൽ ലാബിലിറ്റിയുടെ ബേസിൽ നമ്മൾ പറഞ്ഞു അല്ലെ ജനറൽ പാർട്ണർഷിപ്പ് ഉണ്ട് ഒന്നാമത്തെ ജനറൽ പാർട്ണർഷിപ്പാണ് എന്താ ജനറൽ പാർട്ണർഷിപ്പ് അപ്പൊ എന്താണ് ജനറൽ അല്ലെ ജനറലി എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലെ അപ്പോൾ അൺലിമിറ്റഡ് ലാബിലിറ്റിയോടെ എന്താണ് പാർട്ട്നേഴ്സ് സാധാ പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാർട്ണർഷിപ്പാണ് എല്ലാ പാർട്ണർക്കും എന്താണ് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലെ അതിന്റെ ഡെപ്റ്റുകളും കാര്യങ്ങളും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആസ്തികളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കേണ്ടി വരും യെസ് അതിന്റെ ഡെപ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും ആ ടൈപ്പാണ് ഇത് ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുണ്ട് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഉണ്ട് അല്ലെ അതായത് എന്താ പാർട്ണർഷിപ്പിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ അല്ലെ ഒരു പാർട്ണർക്ക് എന്താ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണെങ്കിലും യെസ് എന്താണ് മറ്റൊരു പാർട്ണർക്ക് എന്താ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും ഓക്കെ ചില പാർട്ണർക്ക് എന്താ ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ട് നമ്മുടെ പാർട്ണർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും സോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാർട്ണർഷിപ്പിന് എന്ത് പറയാ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുക ഓക്കെ ദ പാർട്ണർ ഹൂസ് ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ഡു നോട്ട് ഹാവ് എ റൈറ്റ് ടു മാനേജ് ആൻഡ് കൺട്രോൾ ദ ബിസിനസ് ആണല്ലോ ലിമിറ്റഡ് പക്ഷേ എന്താ ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള ആ ഒരു പാർട്ണർക്ക് എന്താ നമ്മുടെ ബിസിനസ് മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ എന്നുള്ള അവകാശം ഉണ്ടാവില്ല ഓക്കെ യെസ് പിന്നെ ദ രജിസ്ട്രേഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം ഈസ് കമ്പൽസറി ഓക്കെ യെസ് എന്താ അപ്പൊ ഇങ്ങനത്തെ ലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള പാർട്ണർഷിപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താക്കണം യെസ് രജിസ്റ്റേർഡ് കമ്പൽസറി ആണ് അതിന്റെ കേസിൽ ഓക്കെ കമ്മ്യൂണിറ്റിയിൽ കയറാൻ പറ്റുന്നില്ല ഓക്കെ കമ്മ്യൂണിറ്റിക്ക് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് മക്കൾ പേടിക്കേണ്ട നോട്ടൊക്കെ നിങ്ങൾക്ക് ലൈവിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്ത് തരും ഓക്കെ അല്ലേ അപ്പൊ പാർട്ണർഷിപ്പ് ഓക്കെ അല്ലേ പാർട്ണർഷിപ്പ് ഓക്കെ അല്ലേ റെഡി അങ്ങനെയെങ്കിൽ മക്കളെ അടുത്ത ഹെഡ് കൊടുത്തോ കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്ത ഹെഡ് കൊടുത്തോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് കൊടുത്തോ എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റി ജസ്റ്റ് നോക്കി വെച്ചാ കോപ്പറേറ്റീവ് മീൻസ് എന്താണ് വർക്കിംഗ് ടുഗദർ ആൻഡ് വിത്ത് അതർ ഫോർ എ കോമൺ പർപ്പസ് അല്ലെ എന്താണ് കുറെ ആളുകൾ കൂടിച്ചേർന്ന് ഒരു കോമൺ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യാം ആണെന്ന് കോപ്പറേറ്റീവ് അല്ലെ അപ്പൊ എന്താ ഇതിന്റെ മോട്ടീവ് എന്തായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി വെൽഫെയർ ആണ് അല്ലെ ആ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് സാർ എന്നോട് പറഞ്ഞു ജോയിന്റ് വെഞ്ചർ ഡിലീറ്റഡ് പോർഷൻ ആണെന്ന് ജോയിന്റ് വെഞ്ചർ ഡിലീറ്റഡ് പോർഷൻ അല്ലല്ലോ കമ്പനീസ് ജസ്റ്റ് പഠിച്ചു വെച്ചോ അധികമൊന്നും ഇല്ലല്ലോ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം ഓക്കെ പബ്ലിക് പ്രൈവറ്റ് ഒക്കെ കമ്പനീസ് ഒക്കെ വരുന്ന അതിലല്ലേ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം ഓക്കെ യെസ് എന്താണ് കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ഓക്കെ 1912 പ്രകാരമാണ് നമ്മൾ എന്താക്കുക കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ റെഡി യെസ് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അത് അങ്ങനെ വലിയ രീതിയിലൊന്നും ചോദിക്കുകയാണെങ്കിൽ തന്നെ 1-2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ ഓക്കെ റെഡി ഓക്കെ അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്ര ഒരു മിനിമം എത്ര ആൾക്കാർ മിനിമം 10 ആണ് അതിന്റെ യെസ് അത് 10 ആളുകൾ വേണം അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ യെസ് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ റെഡി അങ്ങനെ എന്താ ഈ മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു അവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നു അല്ലെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണ് നമ്മൾ എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുക റെഡി അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കോ ഫീച്ചേഴ്സ് എഴുതി വെച്ചോ ഫീച്ചേഴ്സ് എഴുതി ഒന്നാമത്തെ എന്താ വോളണ്ടറി മെമ്പർഷിപ്പ് ആണ് അറിയാലോ സ്വമേധയാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്വമേധയാ നമുക്ക് ജോയിൻ ചെയ്യാം യെസ് എന്താണ് നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോവാം വോളണ്ടറി മെമ്പർഷിപ്പ് ലീഗൽ സ്റ്റാറ്റസ് അറിയാലോ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരമാണ് നമ്മൾ എന്താക്കുക യെസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ ഇതാ കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെ മെമ്പേഴ്സ് വേറെയാണ് ഓക്കെ യെസ് അടുത്ത പോലെ എന്താ ലാബിലിറ്റി എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും മെമ്പേഴ്സിന് ഉണ്ടാവുക അല്ലെ കൺട്രോൾ എങ്ങനെയാ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആളുകളെ നമ്മളെന്താ അതിന്റെ എന്താണ് ഇപ്പോ ആരാ പറയാ യെസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുള്ള പൊസിഷനിലോ അത് നമ്മളെന്താ ഇലക്ട് ചെയ്തെടുക്കുക ചെയ്യുക അല്ലെങ്കിൽ ഇലക്ഷൻ ബേസിലാണ് നമ്മൾ എടുക്കുക ഓക്കെ ഇതെന്താണ് സർവീസ് മോട്ടീവാണ് ഓക്കെ എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അല്ല അതിലെ മെമ്പേഴ്സിന്റെ വെൽഫെയർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആര് വർക്ക് ചെയ്യുക കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുക
റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ ഫീച്ചേഴ്സ് അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദെൻ മെറിറ്റ്സ് നോക്കിക്കോ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് വോട്ടിംഗ് സ്റ്റാറ്റസ് അല്ലെ. ഓരോരുത്തർക്കും വോട്ടിംഗ് പവർ ഉണ്ട്. ഓക്കെ, നമ്മളെന്താ ഡെമോക്രാറ്റിക്കലി ആണ് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുക. സോ വോട്ടിംഗ് ഒന്നാമത്തത്. ലാബിലിറ്റി എന്താ? ലിമിറ്റഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അല്ലെ. യെസ്, എന്താ നിലനിൽപ്പുണ്ടാവും. കാരണം നമ്മളെന്താ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് അല്ലെ, കമ്പനി പോലെയാണ് അല്ലെ ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ അതിനെന്താണ് അതിൻ്റെതായിട്ടുള്ള സ്റ്റേബിൾ എക്സിസ്റ്റൻസ് നിലവിലുണ്ടാവും. ദെൻ എന്താണ്, അതായത് എല്ലാ ആൾക്കാരും പിരിഞ്ഞു പോയാലും ആ കമ്പനി അതവിടെ ഉണ്ടാവും അല്ലെ. അതിന് നമ്മളെന്താ നിയമപരമായിട്ട് തന്നെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്? യെസ്, നിർത്തലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതെന്താണ് അതിനൊരു എക്കണോമി ഓഫ് ഓപ്പറേഷൻ ഉണ്ട് അല്ലെ. എന്താണ് മിഡിൽ മാൻമാരൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കുക. അവരുടെ വെൽഫെയറിന് വേണ്ടി സർവീസ് ബേസ് ചെയ്തിട്ടാണ് ആര് വർക്ക് ചെയ്യുക? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അടുത്തെന്താ സപ്പോർട്ട് ഫ്രോം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തുണ്ടാവും? നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. then അതുപോലെ തന്നെ ഈസി ഫോർമേഷൻ, ആ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എന്താ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, 5 പോയിന്റുകളേ ഉള്ളൂ, സോറി 6 പോയിന്റുകളേ ഉള്ളൂ. എന്ത് ചെയ്യുക? പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോളാം. ഓക്കെ, ലാസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റേഷൻസ് ഡിമെറിറ്റ്സ് ഇവിടെ നോക്കി വെച്ചോ. എന്തൊക്കെയാ? റിസോഴ്സസ് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. കാരണം കുറച്ച് ആളുകളേ ഉള്ളൂ, അവർ കുറച്ച് എമൗണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ക്യാപിറ്റലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. സോ റിസോഴ്സസ് കുറച്ചായിരിക്കും. പിന്നെയോ ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ല. എന്താണ്? യെസ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളുകൾ സാധാരണ ആളുകളാണ് ഇത് എന്താക്കുക സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അവർക്ക് എന്താണ് ഈ ബിസിനസ് നടത്തുക, മാനേജ് ചെയ്യുക, അങ്ങനത്തെ സ്കില്ലുകളൊന്നും എല്ലാം ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല അല്ലെ. സോ ആ ഒരു മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ സീക്രസി അതുണ്ടാവില്ല അല്ലെ. ഒരുപാട് 10 അതിലധികമോ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്താണ്? യെസ്, എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയും. സീക്രസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പിന്നെ ഗവൺമെന്റിന്റെ ഒരു എന്തുണ്ടാവും? യെസ്, നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നു. തൊട്ടടുത്ത പോയിന്റ് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് കുറെ ഇത് കിട്ടുന്ന സമയത്ത് ഗവൺമെന്റിന്റെ കൺട്രോളും ചില കാര്യങ്ങൾ നമ്മുടെ ഓപ്പറേഷൻസിൽ ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ് ആളുകൾ തമ്മിൽ ഡിഫറെന്റ് ഒപ്പീനിയനും ഉണ്ടാവും. അതും നമുക്കൊരു പ്രോബ്ലമാണ്. റെഡി അല്ലേ? അപ്പോൾ ഈ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പോയിന്റ്സ് ഒക്കെ എന്താണ് കുറച്ചും കൂടെ എന്താണ് ഒരു സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ടൈപ്പാണ്. നമുക്ക് പെട്ടെന്ന് ഓർത്താൽ തന്നെ കിട്ടും. ജസ്റ്റ് എഴുതി വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കുറച്ച് ടൈപ്സും കൂടെ പഠിക്കണം. ടൈപ്സ് കൂടെ പഠിച്ചു വെക്കുക. സിമ്പിൾ, ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ആ ടൈപ്പ് കിട്ടും. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആരാ സ്റ്റാർട്ട് ചെയ്യുക? കൺസ്യൂമേഴ്സ് ആണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. യെസ്, അവർക്ക് എന്താണ് ഈ മിഡിൽ മാൻമാരൊക്കെ ഒഴിവാക്കി വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് വേണ്ട എന്താണ് ഡേ ടു ഡേ എന്താണ് ഈ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് ആളുകൾ നമ്മുടെ നാട്ടുപ്രദേശമൊക്കെ സെറ്റ് ചെയ്യുന്ന കാണാറില്ലേ ചില ഷോപ്പുകളൊക്കെ. അതാണ് എന്തെന്ന് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവരെന്നെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ സാധനം വാങ്ങുന്നു. എന്നിട്ടോ യെസ് നമ്മുടെ ഷോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് റീറ്റെയിൽ ആയിട്ട് കുറഞ്ഞ പൈസക്ക് വിൽക്കുന്നു. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അടുത്ത പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെ. അവരുടെ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അവർ ഡയറക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക. ഈ മിഡിൽ മാൻമാരൊക്കെ ഒഴിവാക്കി അവർ ഡയറക്റ്റ് എന്ത് ചെയ്യുന്ന മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നു. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ എന്തുണ്ട് ഈ ഒരു ഇങ്ങനെ കാണാറില്ലേ മക്കള്, നെയ്ത്ത് ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറേ ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഈ കാഞ്ചീപുരം സാരിയൊക്കെ നെയ്തെടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യും. ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, റെഡി? പിന്നുണ്ട് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. മാർക്കറ്റിംഗ് ഓക്കെ, അപ്പോൾ ഇത്രയല്ല മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഫോംഡ് ടു ഹെൽപ്പ് സ്മോൾ producers in selling their product. The members consist of producers who wish to obtain reasonable price for their product. The society aim to eliminate middleman and improve competitive position in the members. അല്ല ഇതുപോലത്തെ ചെറിയ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ നെയ്ത്തുകാരെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയതൊക്കെയാണ് അല്ലെ. അവർക്കാണെന്ത് വലിയ രീതിയിലുള്ള മാർക്കറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താണ് വലിയൊരു എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഈ മിഡിൽ മാൻമാരൊക്കെ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ടൈപ്പ് ആളുകൾ അല്ലെ. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഇത് സെറ്റാക്കുക. ഇത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുക. ദെൻ ഫാർമേഴ്സ് ഉണ്ട് അല്ലെ, കർഷകർ അവരെ ഒരുമിച്ച് സെറ്റ് ചെയ്യുന്നത്. അവർക്ക് എന്താണ് ഇപ്പം കുറേ എല്ലാവരുടെ കയ്യിലും ട്രാക്ടറൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. പക്ഷേ ഇങ്ങനെ ഒരു എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റ് ചെയ്തതാണ്. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരു ട്രാക്ടറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്തൂടെ.
അങ്ങനെ എന്താണ് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് വളങ്ങളും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വാങ്ങുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാകുക. പിന്നെയോ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ചിട്ടി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ അല്ലെ? എന്താണ് ആളുകൾക്ക് കടം കൊടുക്കുക അല്ലെങ്കിൽ പൈസ ആവശ്യമുള്ളപ്പോൾ അല്ലെ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള രീതിക്ക് ക്രെഡിറ്റ് അല്ലെ കടം കൊടുക്കുക എന്നുള്ളതിന്റെ ബേസിൽ എന്താണ് കുറെ ആളുകൾ കൂടി ചേർന്ന് അവർ ഫണ്ട് ഇട്ട് അല്ലെ ഇത്ര മാസം ഇത്ര ഇന്ന ആൾ കൊടുക്കുന്നു, അടുത്ത മാസം അടുത്ത ആൾ കൊടുക്കുന്നു, അങ്ങനെ 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 നമ്മൾ മാറ്റി 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 എടുക്കാറില്ലേ? അതാണ് ഇത് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തെന്താ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്. നമ്മൾ അങ്ങനെ കാണാറില്ലെങ്കിലും ഇതുണ്ട്. അതായത് ഹൗസ്, വീടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? റെഡി? അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേര് ഓർത്ത് വെക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് അത് എന്താണെന്നുള്ളത് കിട്ടും. ഓക്കെ, ലാസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണ് കമ്പനി. കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ഹെഡ് കൊടുത്തോ. എന്താ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ഓക്കെ, അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ. ദ ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ഷെയർസ് അല്ലെ? ആ ക്യാപിറ്റൽ നമ്മൾ സ്മോൾ പാർട്ടാക്കി മാറ്റുന്നു. അതിനെ നമ്മൾ ഷെയർസ് എന്ന് പറയുക അല്ലെ? ഈച്ച് ഷെയർ ക്യാരി ലിമിറ്റഡ് ലാബിലിറ്റി അല്ലെ? ഓരോ ഷെയറിനും ലാബിലിറ്റി ഉണ്ടാവും അല്ലെ? ആ ഷെയർ കീപ്പ് ചെയ്യുന്ന എത്രയാണോ അതിന്റെ എമൗണ്ട് ആണ് അതിന്റെ ലാബിലിറ്റി. ആൻഡ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. യെസ്, നമുക്കറിയാം പബ്ലിക് കമ്പനിക്ക് ആണെങ്കിൽ എന്താ നമുക്കത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ദ അസോസിയേഷൻ മേ ബി ഫോംഡ് അക്കോർഡിംഗ് ടു ലോ അല്ലെ? നിയമപരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനീസ് ആക്ട് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു കമ്പനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ എന്താക്കുക സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കമ്പനി പഠിച്ചു വയ്ക്കുക. കമ്പനീന്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കണം. ആകെ ഈ 8 പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. 8 പോയിന്റ് എഴുതി വെച്ചോ. 8 പോയിന്റ്. ഒന്നാമത്തെ എന്താ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെ? നിയമപരമായിട്ട് കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവനില്ലാത്തൊരു വ്യക്തിയാണ് ആര്? കമ്പനി. ആർട്ടിഫിഷ്യൽ പേഴ്സൺ. എന്താ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലെ? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സ് സെപ്പറേറ്റ് ആണ്. കമ്പനി സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അടുത്ത പോയിന്റ് പെർപെച്വൽ സക്സഷൻ അല്ലെ? ഓണേഴ്സ് എല്ലാം തട്ടിപ്പോയി എന്നാലും കമ്പനി അവിടെ ഇല്ലാതാണോ? ഇല്ല, കമ്പനി അവിടെ നിലനിൽക്കും. പെർപെച്വൽ സക്സഷൻ നിലനിൽപ്പുണ്ട്. ഓക്കെ, പിന്നെയോ കൺട്രോൾഡ് ബൈ. എങ്ങനെയാണ്? യെസ്, നമ്മളെ കമ്പനിയിലൊക്കെ എന്താ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഉണ്ടാവും. അയാളാണ് എന്തത് ആ കമ്പനിയെ കൺട്രോള് ചെയ്യുന്നത്. ഓക്കെ, ലാബിലിറ്റി എങ്ങനെയാ? ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. എത്രയാണ് അവരുടെ ഷെയറിന്റെ എമൗണ്ട് അതിൽ ലിമിറ്റഡ് ആയിരിക്കും എന്തത് ആ ഒരു വ്യക്തിയുടെ ലാബിലിറ്റി. ഓക്കെ, അടുത്തെന്താ? കോമൺ സീൽ അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആ വ്യക്തിക്ക് ഒപ്പിടേണ്ടി വരും അല്ലെ? കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള പേരിൽ എന്താ അഗ്രിമെന്റ് ഉണ്ടാക്കാം അല്ലെ? ഒക്കെ ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടുക ഒക്കെ ചെയ്യാം. അപ്പൊ എന്താ വേണം? എന്ത് വേണം? യെസ്, കമ്പനിക്ക് ഒരു ഒപ്പ് വേണം. അതാണ് എന്തെന്ന്? കമ്പനിയുടെ സീൽ, കോമൺ സീൽ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ റിസ്ക് അല്ലെ? റിസ്കുകൾ എങ്ങനെയാ? ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്, അപ്പം ഈ ഫീച്ചേഴ്സ് കമ്പനീൻ്റെത് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. റെഡി? ഇനി ഈ ഫീച്ചേഴ്സ് തന്നെ നമ്മൾ മെറിറ്റ്സും പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് ലിമിറ്റഡ് ലാബിലിറ്റി ആണ്. പിന്നെ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യാം? യെസ്, അതിന്റെ ഷെയറുകളൊക്കെ നമുക്ക് എന്താ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈവറ്റ് കമ്പനിയാണെ പറ്റില്ല. പിന്നെയോ പെർപെച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലെ? പാർട്ട്നേഴ്സ് ഒക്കെ ഓണേഴ്സ് ഒക്കെ തട്ടിപ്പോയാലും അതിന് നിലനിൽപ്പുണ്ടാവും. എന്താണ്? സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ ഉണ്ട് അല്ലെ? എത്ര വേണമെങ്കിലും ഷെയർ നമുക്ക് വിറ്റ് ക്യാപിറ്റലൊക്കെ കൂട്ടി 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 നമുക്ക് എന്ത് ചെയ്യാം? നന്നായിട്ട് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തുണ്ടാവും? ഒരു കമ്പനിക്ക് ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റും ഉണ്ടാവും അല്ലെ? എല്ലാ കമ്പനിയിലും എന്താണ്? ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ഡിപ്പാർട്ട്മെന്റ് വൈസ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ടാവും ആ കമ്പനിയെ മാനേജ് ചെയ്യാൻ. പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ്. റെഡി? അങ്ങനെയെങ്കിൽ ലാസ്റ്റ് അതിന്റെ ലിമിറ്റേഷൻസും കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. സിമ്പിൾ ലിമിറ്റേഷൻസ്. ഓക്കെ, എന്തൊക്കെയാ? ഒന്നാമത്തെ എന്താ? കോംപ്ലക്സിറ്റി ഇൻഫോർമേഷൻ അല്ലെ? ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല പൈസ ചെലവുണ്ട്. ഒരുപാട് എന്താ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താ? നല്ല കോംപ്ലക്സ് ആണ്. പിന്നെയോ ലാക്ക് ഓഫ് സീക്രസി. എന്താണ്? അതിൽ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്ത് വേണം? എന്ത് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ. ഓക്കെ, ദെൻ ഇംപേഴ്സണൽ വർക്ക് എൻവിറോൺമെന്റ്. എന്തുണ്ടാവില്ല? നമുക്കൊരു വർക്ക് എൻവിറോൺമെന്റ്. യെസ്,
അവിടെ ഉണ്ടാവുന്നതല്ല അല്ലേ, ഇംപേഴ്സണൽ ആയിട്ടുള്ള ആളുകളൊക്കെ എന്താണ് തമ്മിലൊരു കണക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ അല്ലേ എത്രത്തോളം ആളുകൾ ഉണ്ടാവും. പിന്നെയോ ന്യൂമറസ് റെഗുലേഷൻ, ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് കമ്പനി ബേസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും ഉണ്ടാവുന്നു. എന്താണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് കൂടി ചേർന്ന് വേണം ഒരു ബിസിനസിന്റെ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ. സോ അതിനെന്താ അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട് ടൈമുകളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ്. അപ്പം ഈ ലിമിറ്റേഷൻസും പോയിന്റ്സ് ആയിട്ട് മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താ ഒളിഗാർക്കിക് മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം എപ്പോഴും എന്താണ് നമ്മളെ ഭരിക്കുന്ന രീതിയിലുള്ള ആളുകൾ നമ്മുടെ മുകളിലുണ്ടാവും. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്താ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗങ്ങളായിട്ടും. അപ്പോൾ എപ്പോഴും ഒരു കമ്പനിയുടെ ഉള്ളിൽ എന്തുണ്ടാ ഒരു ഒളിഗാർക്കിക് മാനേജ്മെന്റ് ആയിരിക്കും. അതായത് ഒരു പ്രഭുവർഗ സെറ്റപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, എപ്പോഴും അടി ഉണ്ടാവും ആളുകൾ തമ്മിൽ. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ മക്കൾ പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ദെൻ ലാസ്റ്റ് പാർട്ടാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ കാര്യമാണ്. ഈ കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇതാ ഈ ഒരു ടേബിൾ മതി. ഓക്കെ, ഈ ഒരു ടേബിൾ മതി. ഓക്കെ മക്കളെ, വൺ സെക്കൻഡ് സാർ ഒന്ന് രേണു മിസ്സിനെ വിളിക്കട്ടെ. നെക്സ്റ്റ് ചാപ്റ്റർ രേണു മിസ് ഇതാ ഇപ്പോൾ വരും. ഓക്കെ റെഡി. അപ്പോൾ ഈ ഒരു ടേബിളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു ചാപ്റ്റർ നമുക്ക് തീർക്കാവുന്നതാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പം പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ് എന്നുള്ള സാർ പറഞ്ഞുതരാം. എന്താണ് ഈ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയോ, റെസ്ട്രിക്റ്റഡ് ഇൻ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ഷെയർസ് അല്ലെ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉള്ള, ഹാസ് എ മിനിമം ഓഫ് 2 ആൻഡ് മാക്സിമം ഓഫ് 200 അല്ലെ. മിനിമം 2 പേരും മാക്സിമം എത്രയാ 200 പേരും മാത്രം പറ്റുന്ന. ഓക്കെ, ജസ്റ്റ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക്കിൽ നിന്നും എന്താണ് നമുക്ക് പബ്ലിക്കിലേക്ക് എന്താണ് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റാതെ, അതായത് പബ്ലിക്കിനോട് എന്താണ് നമ്മുടെ ഷെയർ വാങ്ങൂ എന്ന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് പേരിന്റെ കൂടെ എപ്പോഴും PVT ചേർക്കേണ്ട കമ്പനിയെ നമ്മൾ എന്ത് പറയുക, പ്രൈവറ്റ് കമ്പനി എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചാൽ മതി. പബ്ലിക് കമ്പനി എന്തായിരിക്കും, ഇവിടെ നമുക്ക് എന്താ മിനിമം ഒരു 7 മെമ്പേഴ്സ് വേണം അല്ലെ. മാക്സിമം എന്താണ് നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താ ഷെയർ ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം എന്താണ് ഈ പേരിന്റെ കൂടെ PVT ലിമിറ്റഡ് അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ LTD ആണ്, ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പം അതൊക്കെ ഉള്ളതാണ് ഇത് നമ്മുടെ പബ്ലിക് കമ്പനി. ഇതാ ഈ കാര്യമാണ് ഈ ടേബിളിലുള്ളത്. ഈ ടേബിൾ അങ്ങോട്ട് പഠിച്ചു വെച്ചുകൂടാ. ഓക്കെ, നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്ങനെയാ 200 ആണ്. ഇവിടെ 7 നോ ലിമിറ്റ് ആണ്. നെയിം എങ്ങനെയാ, ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, ഇവിടെ ലിമിറ്റഡ് ആയിരിക്കും. ദെൻ പബ്ലിക് ഇൻവിറ്റേഷൻ എങ്ങനെയാ, പ്രൈവറ്റ് കമ്പനി നമുക്കത് പെർമിറ്റഡ് അല്ല, പക്ഷേ ഇവിടെ പെർമിറ്റഡ് ആണ്. ദെൻ എന്താണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, പ്രൈവറ്റ് കമ്പനിക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ലാസ്റ്റ് ഡയറക്ടേഴ്സ് 2 ഉണ്ട്. ഇവിടെ മിനിമം പ്രൈവറ്റ് കമ്പനി 2 മെമ്പേഴ്സ് വേണം, 2 ഡയറക്ടേഴ്സ് വേണം. പബ്ലിക് കമ്പനിയിൽ 3 ആണ്. ഓക്കെ റെഡി. അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക ഈ ചാപ്റ്ററിൽ. സെറ്റ്. ഓക്കെ, അപ്പോൾ രേണു മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. രേണു മിസ്സിന് സ്വാഗതം ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് അല്ലേ രേണു മിസ്സേ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ആദ്യത്തെ ചാപ്റ്റർ യെസ് റെഡി. ഓക്കെ സാർ മൈക്ക് കൈമാറുന്നു.
ഫാമിലി അതൊക്കെ സാർ ഓൾറെഡി പറഞ്ഞു, പക്ഷെ എന്തായാലും പറഞ്ഞ് എനിക്ക് ശീലമായിപ്പോയി, ഒരു തുടക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചാനൽ ഇത് എന്താണ് സാർ, എൻ്റെ ടങ്ക് ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം അല്ലേ? അടിപൊളിയായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ചാപ്റ്റർ വേണം. ഓക്കെ, കൗണ്ട് കാണണമെന്നില്ല. ഓക്കെ, സാർ ബാക്കി പരിപാടി എടുത്തോട്ടെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ? കൗണ്ട് വേണമെന്നില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലാണ് നമ്മൾ എന്താണ് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം അല്ലേ? അപ്പൊ ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. മെയിൻ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എക്കണോമിക് ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലാതെ വെറും സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും അങ്ങനെ എന്താ പറയുക കരുണയുടെയും ഒക്കെ പേരിൽ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും. നോൺ എക്കണോമിക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് മാത്രം ചെയ്യുന്നതാണ് അല്ലേ? ക്ലിയർ? അതായത് എക്കണോമിക് ആക്ടിവിറ്റി ആർ ദോസ് ബൈ വിച്ച് ക്യാൻ ഏൺ അവർ ലിവ്ലിഹുഡ് ആണ്. അയ്യോ, ഇതിനിതില്ലേ, പെണ്ണിന് ഇതൊന്നും ഇല്ലേ? വേറെ പെണ്ണ് കിട്ടുമോ? ഓക്കെ, ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ഔട്ട് ഓഫ് ലവ്, സിമ്പതി, സെന്റിമെന്റ്സ്, പാട്രിയോട്ടിസം, ഇതിന്റെ ഒക്കെ ബേസിൽ ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ, ഓഡിയബിൾ അല്ലേ? ഞാൻ സെറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ പറയണേടാ, പറ്റുന്നുണ്ടോ ഇല്ലയെന്നൊന്ന്, എന്നാൽ എനിക്ക് അതുകൊണ്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ. എന്തെങ്കിലും ഒന്ന് കമന്റിൽ പറയൂ. യെസ്, ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലേ, മെയിൻ ആയിട്ട് നമ്മൾ കാശ് സമ്പാദിക്കാൻ വേണ്ടി, അതായത് ജീവിക്കാൻ വേണ്ടി കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് 3 എണ്ണമാണുള്ളത്: പ്രൊഫഷനും, എംപ്ലോയ്മെന്റും, ബിസിനസ്സും അല്ലേ? അപ്പൊ അതിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ശേഷം പെർഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബാണ് അല്ലേ? പ്രൊഫഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ജോബാണ്, നീഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൊഫഷൻ എന്ന് പറയാം അല്ലെ? റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും, അവിടെ എക്കണോമിക് ഗെയിൻ പ്ലസ് സർവീസ് കൂടിയാണ് അല്ലെ? അതായത് പൈസ ഉണ്ടാക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്ലസ് എന്താണ് ഇൻകം ഏൺ ചെയ്യുക, പ്ലസ് പ്രോഫിറ്റ് അല്ല, ഇൻകം ഏൺ ചെയ്യുക പ്ലസ് സർവീസ് ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എംപ്ലോയ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് മറ്റൊരാളുടെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു, ഒരു സർവീസ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോബ് കോൺട്രാക്ടിന്റെ ബേസിൽ നമ്മളെ ഹയർ ചെയ്ത ആൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. ക്ലിയർ? അപ്പോൾ എംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു ദ ഓക്യുപ്പേഷൻ വേർ എ പേഴ്സൺ വർക്ക് ഫോർ സംവൺ എൽസ് അണ്ടർ ആൻ എഗ്രിമെന്റ് ഓർ റൂൾസ് ഓഫ് സർവീസ്. ഓക്കെ, താങ്ക്സ്. റൂൾസ് ഓഫ് സർവീസ് ടു ഏൺ മണി. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ when someone hires you to do work and pays you for it അല്ലെ? നിങ്ങൾ ഒരാൾ പണിയെടുക്കാൻ വേണ്ടി വിളിക്കുന്നു, എന്നിട്ട് അതിന് പൈസ തിരിച്ചു വരുന്നു, അതിനാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയാം. പിന്നെയാണ് നമ്മുടെ ബിസിനസ് വരുന്നത്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആണ്. എന്ത് ആക്ടിവിറ്റി? എക്കണോമിക് ആക്ടിവിറ്റി ആണ്. വേർ പീപ്പിൾ എന്ത് ചെയ്യുന്നു? മേക്ക്, സെൽ ഓർ പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഏൺ മണി ഓൺ എ റെഗുലർ ബേസിസ് അല്ലെ? ഒരു റെഗുലർ ബേസിസിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ എന്താണ് ഒരു മോണിറ്ററി ടേംസിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റി, എന്നിട്ട് പൈസ സമ്പാദിക്കുക. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസിന്റെയും എംപ്ലോയ്മെന്റിന്റെയും പ്രൊഫഷന്റെയും ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മെയിൻ ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, നമ്മൾ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കേസിൽ നോക്കിയാൽ ബിസിനസ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഡിസിഷൻ ആണെങ്കിൽ, പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ബോഡീന്റെ ഒരു പ്രൊഫഷണൽ അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എംപ്ലോയ്മെന്റ് ആണെങ്കിൽ സർവീസ് കോൺട്രാക്റ്റിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബേസിക് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണെങ്കിൽ, സർവീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻകം ഏൺ ചെയ്യുന്നതിന് കൂടെ അവർ സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ എംപ്ലോയ്മെന്റിലാണ് കിട്ടുന്നത് ഇൻകം ആണ്. നേച്ചർ ഓഫ് വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പർച്ചേസ്, സെയില് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ് ആയിരിക്കും അല്ലെ? നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സിനനുസരിച്ചിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസേ കൊടുക്കുള്ളൂ. MBA അല്ലെങ്കിൽ ഇപ്പോൾ MBBS എടുത്ത ഒരാൾ ഒരിക്കലും കോടതിയിൽ പോയിട്ട് കേസ് വാദിക്കില്ല അല്ലെ? അയാൾ എന്താണോ പഠിച്ചത് അതിനനുസരിച്ചിട്ടുള്ള
സർവീസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇനി എംപ്ലോയ്മെന്റ് കേസിലാണെങ്കിൽ എംപ്ലോയർ അസൈൻ ചെയ്യുന്ന വർക്ക് ആയിരിക്കും ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആ ടേബിൾ എന്ത് ചെയ്യണം, നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ക്ലിയർ. ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ നമുക്ക് ഫോർമൽ ക്വാളിഫിക്കേഷൻ വേണ്ട. 10ാം ക്ലാസ് ഗുസ്തിയുള്ള ഒരാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1ാം ക്ലാസ് പഠിത്തം നിർത്തിയ ഒരാൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലെ. നോ ഫോർമൽ ക്വാളിഫിക്കേഷൻ ആണ്. പ്രൊഫഷൻ ആണെങ്കിൽ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും മസ്റ്റ് ആണ് അല്ലെ, മാൻഡേറ്ററി ആണ്. എംപ്ലോയ്മെന്റ് കേസിലാണെങ്കിൽ നമ്മൾ എംപ്ലോയർ എത്രമാത്രം നമുക്ക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നു അത്രയും മാത്രം മതി. ഇനി റിവാർഡ് ആയിട്ട് അല്ലെ, നമുക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് പ്രോഫിറ്റും പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫീസും, എംപ്ലോയ്മെന്റിന് നമുക്ക് സാലറി അല്ലെങ്കിൽ വേജസ് ആയിരിക്കും കിട്ടുക. ഇൻവെസ്റ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ക്യാപിറ്റൽ ഇസ് നീഡഡ് അക്കോർഡിംഗ് ടു ബിസിനസിന്റെ നേച്ചറും സൈസും അനുസരിച്ചിട്ട്. പക്ഷെ പ്രൊഫഷനിൽ വളരെ ലിമിറ്റഡ് ക്യാപിറ്റൽ മതി. എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ, അതായത് സെപ്പറേറ്റ് എന്തെങ്കിലും ക്ലിനിക്ക് തുടങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? എടാ, നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല. കുറേ പേര് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് ഒന്ന് ബാൻ ആവുന്ന പരിപാടിയൊക്കെ വരും, കുറേ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന സമയത്ത്. അതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അതെന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. ഇനി എംപ്ലോയ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ഒന്നും വേണ്ട, നമ്മൾ പോയി അങ്ങ് പണിയെടുത്താൽ മതി. പണിയെടുക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിനെ കുറിച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് എന്താണ്, ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ. മെയിൻ ആയിട്ട് ബിസിനസ് എടുക്കുന്നത് തന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് മണിയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബിസിനസ് എപ്പോഴും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ അവിടെ എന്തുണ്ടായിരിക്കും, ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ സാധനം സേവനങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പ്രൊക്യൂർ ചെയ്തിട്ട് നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ചെയ്യുക. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ ബിസിനസിന്റെ അകത്ത് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന സാധനമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിലും അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. ക്ലിയർ. എവറി ബിസിനസ് എന്റർപ്രൈസസ് ഈദർ മാനുഫാക്ചേഴ്സ് ഗുഡ്സ് ഓർ പ്രൊക്യൂർ ദം ഫോർ പ്രൊഡ്യൂസേഴ്സ് ടു ബി സോൾഡ് ടു കൺസ്യൂമേഴ്സ് അല്ലെ. കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ബിസിനസിന്റെ അകത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കയ്യിൽ വെച്ചിരിക്കില്ല അല്ലെ, അത് പകരം എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ക്ലിയർ അല്ലേ? തിരിച്ചു കൊടുക്കുക പറഞ്ഞാൽ പൈസയുടെ ബേസിലായിരിക്കും എപ്പോഴും തിരിച്ചു കൊടുക്കുക അല്ലെ. ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ഇസ് ദാറ്റ് ദ ഷുഡ് ബി സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ബയർ അല്ലെ. അവിടെ എപ്പോഴും സാധനം എക്സ്ചേഞ്ച് ചെയ്യപ്പെടണം. പിന്നെ ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ് ആണ് അല്ലെ. ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ഒരു തവണ ഒരു സാധനം ഉണ്ടാക്കി വിറ്റു എന്ന് പറഞ്ഞാൽ അത് ബിസിനസ് അല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ആക്ടിവിറ്റി പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ ബിസിനസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഇനി അടുത്ത പ്രോഫിറ്റ് എപ്പോഴും ഏൺ ചെയ്യണം അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ടു ഏൺ ഇൻകം ബൈ വേ ഓഫ് പ്രോഫിറ്റ്. നോ ബിസിനസ് ക്യാൻ സർവൈവ് ഫോർ ലോങ് വിത്തൗട്ട് പ്രോഫിറ്റ് അല്ല. അപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ബിസിനസിന്റെ കാര്യത്തിൽ എപ്പോഴും ഏൺ ചെയ്യുക, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ് അല്ലെ. റിട്ടേണിന്റെ കേസിൽ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് ഓക്കെ ഇന്നതാണ് സംഭവിക്കുക അല്ലെങ്കിൽ ഇത്ര റിട്ടേൺ എനിക്ക് ഈ വർഷം കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ റിട്ടേൺ ദാറ്റ് ബിസിനസ് ഇസ് ഗോയിങ് ടു ഏൺ ഇൻ എ ഗിവൺ പീരീഡ് അല്ലെ. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ എനിക്ക് എത്ര കിട്ടും ഈ ബിസിനസിന്റെ ഉള്ളിൽ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ബിസിനസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ പ്രൊഫഷന്റെ കേസിൽ നോക്കിയാൽ ഇന്ന് ഞാൻ വീട്ടിൽ ഒരു 50 പേഷ്യൻസിന് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ 100 രൂപ വെച്ച് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഇത്ര പൈസ കിട്ടും അല്ലേ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ ബിസിനസിന്റെ കേസിൽ അത് പറയാൻ പറ്റില്ല. ഈ എലമെന്റ് ഓഫ് റിസ്ക് ഉണ്ടല്ലോ, ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ ആണ്, ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് എലമെന്റ് ഉണ്ട് അല്ലെ. റിസ്ക് മീൻസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെ. ഇറ്റ് കോസ്റ്റ് ബൈ സം അൺസർട്ടനിറ്റി, അൺഫേവറബിൾ ഓർ അൺഡിസൈറബിൾ ഇവന്റ്സിലൂടെ ബിസിനസിന്റെ അകത്ത് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എന്താണ്, ബിസിനസിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് എവിടെ ഉണ്ടാവില്ല, മറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടുള്ള പ്രൊഫഷനിലോ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിൽ ഉണ്ടാകില്ല. ക്ലിയർ ആണോ? ഇനി നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ ഒത്തിരി, അതൊരു നാരോ ടേം അല്ല, ഒരു വൈഡർ ടേം ആണ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ ബിസിനസിന്റെ അകത്ത് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമ്മൾ 2 കാറ്റഗറിയിലാണ് വെച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി. ഇവിടെ എപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ മാനുഫാക്ചറിങ് അല്ലേ, അതായത് ഒരു റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് വരെയുള്ള ഒരു സ്റ്റേജസ് മുഴുവൻ നടക്കുന്ന ഏരിയാസിനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നു അല്ലേ. ഇവിടെ റോ മെറ്റീരിയൽ മുതൽ ഫിനിഷ്ഡ് ഗുഡ്സ് വരെ ഉണ്ടാവും. ഫിനിഷ്ഡ് ഗുഡ്സ് വരെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്ത ഗുഡ്സിനെ അല്ലെ, നമുക്ക് ഫൈനൽ ആയിട്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ടിനെ വിൽക്കുന്നു അല്ലെ. ഫൈനൽ ഔട്ട്പുട്ടിനെ സെല് ചെയ്യുന്നു. അത് മാത്രമാണ് കൊമേഴ്സിൽ നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമെങ്കിൽ എല്ലാ റോ മെറ്റീരിയൽസിനും ഒരേ രീതിയിലല്ല നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നത് അല്ലെ. പല സാധനങ്ങളും പല രീതിയിലാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീൻ്റെ അകത്തും ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലേ. ക്ലിയർ? അപ്പോൾ ഇൻഡസ്ട്രീനെ നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിട്ട് അല്ലേ 3 ടൈപ്പ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രൈമറി എന്നും സെക്കൻഡറി എന്നും ടേർഷ്യറി എന്നും പറയുന്നു. ക്ലിയർ? അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺ വിത്ത് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം, പ്ലാന്റ്സ് എക്സെട്ര അല്ലേ. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ എപ്പോഴും റോ മെറ്റീരിയൽസിന് അവിടെ എപ്പോഴും ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, റോ മെറ്റീരിയൽസ് ഫസ്റ്റ് സ്റ്റേജ് ആണ് അവിടെ എപ്പോഴും വരുന്നത് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുക അല്ലെ. നമ്മൾ ഇന്ന് കഴിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അവിടെ യൂസ് ചെയ്യുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണ്, ചിക്കൻ ആണ് അല്ലേ. ആ ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ മീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചിക്കൻ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ട ചിക്കൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന ആക്ടിവിറ്റിയാണ്, അത് പ്രൈമറി ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണ്. ക്ലിയർ ആണോ അല്ലേ? അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രിയിൽ തന്നെ 2 രീതിയിലുള്ള റോ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. ഒന്ന് ഭൂമിയിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ട്, ഒന്ന് ഉള്ള സാധനത്തെ നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതും ഉണ്ട്. ക്ലിയർ? അപ്പൊ 2 രീതിയിലാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ജനറ്റിക്കും ഉണ്ട്, എക്സ്ട്രാക്റ്റീവും ഉണ്ട്. ജനറ്റിക് എന്നുള്ള പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റീപ്രൊഡക്ഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ. ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ബ്രീഡിംഗ് പ്ലാന്റ്സ്, ആനിമൽസ് അല്ലേ, അതൊക്കെയാണ് അവിടെ വരുന്നത്. ക്ലിയർ? പോൾട്രി ഫാം, അതുപോലെ ഫിഷ് ഹാച്ചറി ഒക്കെ അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഭൂമിയിലുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, വേർതിരിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ക്ലിയർ? അതായത് ദീസ് ഇൻഡസ്ട്രീസ് എക്സ്ട്രാക്ട് ഓർ ഡ്രോ പ്രോഡക്ട്സ് ഫ്രം ദ നാച്ചുറൽ റിസോഴ്സ് അല്ലേ. അതായത് മൈനിങ് ചെയ്യുക, ഹണ്ടിങ് ചെയ്യുക, ഇതൊക്കെ എന്താണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിലാണ് വരുന്നത്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന പ്രൊഡക്ഷൻ ആണ്. അവിടെ റോ മെറ്റീരിയൽസിലേക്കല്ല ഫോക്കസ് വരുന്നത്. ഓൾറെഡി റോ മെറ്റീരിയൽസിനെ പ്രൈമറി ഇൻഡസ്ട്രിയിൽ സെറ്റ് ചെയ്തല്ലോ. അവിടെ നിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസിനെ വെച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി മാറ്റാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലെ? അപ്പോൾ ദീസ് ആർ കൺസേൺ വിത്ത് യൂസിങ് മെറ്റീരിയൽസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. ദീസ് ഇൻഡസ്ട്രീസ് പ്രോസസ് സച്ച് മെറ്റീരിയൽസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ അല്ലെ. ഫൈനൽ കൺസംഷനിലേക്ക് എത്തിക്കുന്ന സ്റ്റേജസ് ആണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു പല വെറൈറ്റി റോ മെറ്റീരിയൽസ് ആയിരിക്കും അല്ലേ. അപ്പം എല്ലാത്തിനും ഒരേ രീതിയിലല്ല ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുക. അപ്പം നമ്മൾ മെറ്റീരിയൽസിനനുസരിച്ചിട്ട് പല രീതിയിലുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രീനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. മാനുഫാക്ചറിങ് അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇൻഡസ്ട്രീസ് എന്നും അതുപോലെ തന്നെ കൺസ്ട്രക്ട് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി എന്നും പറഞ്ഞ് 2 രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നിർമ്മാണപരമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിനൊക്കെ വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആർക്കിടെക്ചറൽ റിലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങളെ നമ്മൾ കൺസ്ട്രക്ഷനിലാണ് വരുന്നത്. റോഡ്, ഡാം, അതുപോലെ ബ്രിഡ്ജ്, ഫ്ലൈ ഓവേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയാണ്. ഇനി അതല്ലാത്ത വേറെ ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലേ. നമുക്ക് സാധാരണ കൺസംഷന് പറ്റുന്ന രീതിയിലുള്ളത് ഉണ്ടാവും അല്ലേ. ഒരു മാസ് കൺസംഷൻ വരുന്ന ഗുഡ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷൻ ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇൻവോൾവ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ഡാംസ്, ബ്രിഡ്ജ്, റോഡ്, അതൊക്കെയാണ്. ഇനി നമ്മൾ മാനുഫാക്ചറിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ ദീസ് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡ്യൂസിംഗ് ഗുഡ്സ് ത്രൂ പ്രോസസിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദസ് ക്രിയേറ്റിംഗ് ഫ്രം യൂട്ടിലിറ്റീസ് അല്ലേ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, പല പ്രോസസ്സിലൂടെ
നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു അല്ലേ. അപ്പോൾ പല പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ റോ മെറ്റീരിയൽസും ഒരേ രീതിയിലല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് 4 രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് സാധാരണ നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഒന്ന് അനലിറ്റിക്കല്, പിന്നെ സിന്തറ്റിക്കല്, പ്രോസസ്സിങ്, അസംബ്ലിങ്. ഈ 4 രീതിയിലാണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓയിൽ റിഫൈനറി അതിൻ്റെ എക്സാമ്പിൾ ആണ് അല്ലേ. ഒരു എലമെന്റിൽ നിന്നും ഒരു റിസോഴ്സിൽ നിന്നും പല പ്രൊഡക്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അനലൈസ് ആൻഡ് സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം ദ സെയിം മെറ്റീരിയൽ അല്ലേ. നമ്മൾ മൈനിങ്ങിൽ നമ്മൾ കുഴിച്ചെടുത്ത ഓയിലിൽ നിന്ന് പല ടൈപ്പ് ഓയിലുകൾ മാറ്റി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി സിന്തറ്റിക്കൽ എന്ന് പറഞ്ഞാലോ, പല പ്രൊഡക്ട്സ് പല മെറ്റീരിയൽസിനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിനെ ചേർത്തുകൊണ്ട് ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് സിന്തറ്റിക്കൽ. സിമെന്റ് എന്ന് പറയുമ്പോൾ സിമെന്റ് എന്ന് പറഞ്ഞ സാധനം ഭൂമിയിലില്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണല്ലോ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മറ്റ് റിസോഴ്സസ് വെച്ചിട്ട് ചേർത്ത് കുറേ കെമിക്കൽ റിയാക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റേജസിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ്സ് കിട്ടുന്നു അല്ലെ. നമ്മൾ ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് അവസാനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം അല്ലേ. നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ബിങ്കോ കഴിക്കണേ. ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ ഒരു പാക്കറ്റിൽ ഇട്ട് തരികയാണോ ചെയ്യുക? അല്ല, ഉരുളക്കിഴങ്ങിനെ പല സ്റ്റേജസിലൂടെ കടത്തി വിട്ടിട്ടാണ് അവിടെ എന്ത് കിട്ടുന്നത്, അവസാനം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചിപ്സിന്റെ രൂപത്തിലേക്ക് ബിങ്കോ ആയിട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ വിച്ച് ഇൻവോൾവ് സക്സസീവ് സ്റ്റേജസ് ഫോർ മാനുഫാക്ചറിങ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആണ്. ഇനി അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പല സ്ഥലത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസിനെ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരൊറ്റ സ്ഥലത്ത് അസംബിൾ ചെയ്യുന്നു, അവിടെ വെച്ച് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അല്ലേ. വിച്ച് അസംബിൾസ് ഡിഫറെന്റ് കോമ്പോണന്റ് പാർട്സ് ടു മേക്ക് ന്യൂ പ്രൊഡക്റ്റ്. മെയിൻ ആയിട്ട് ഇതിങ്ങനെ ഇലക്ട്രോണിക് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനിൽ അധികവും അസംബ്ലിംഗ് ആണ് നടക്കുന്നത്. ക്ലിയർ. ഇപ്പൊ ടി വി ഉണ്ടാക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ ടി വിക്ക് വേണ്ട പല കുഞ്ഞു കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം അവിടെ വെച്ച് അപ്പം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഓരോ പാർട്സ് വാങ്ങി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ടി വി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇനിയാണ് ടേർഷ്യറി ഇൻഡസ്ട്രി. ടേർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യം. ഇപ്പം മൈനിങ്ങിലൊക്കെ ഒത്തിരി ലോറികളൊക്കെ വേണ്ടി വരും അല്ലേ. ഇപ്പം മൈൻ ചെയ്യുന്ന കമ്പനീൻ്റെ അടുത്ത് ഒരുപാട് ലോറികൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ലോറി എന്ന് പറഞ്ഞിട്ട് ലോറിയൊക്കെ കൊടുക്കുന്ന ഏജൻസി ഉണ്ടാവും. ആ ഏജൻസിയോട് പറയും ഞങ്ങൾക്ക് ഇത്ര വർഷത്തേക്ക് വർക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇതിലേക്ക് നിങ്ങളുടെ ഇത്രയും ലോറികൾ വേണം എന്ന് പറഞ്ഞ് കോൺട്രാക്ട് കൊടുത്തിട്ട് അവർ കോൺട്രാക്റ്റിൽ എടുക്കായിരിക്കും ചെയ്യുക പലരും അല്ലേ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യണു. ദീസ് ആർ കൺസേൺ വിത്ത് പ്രൊവൈഡിങ് സപ്പോർട്ട് സർവീസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രി. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണ് നമുക്ക് എന്തിലേക്ക് പോകാം, കൊമേഴ്സിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ബിസിനസ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടി. ഈ ഗുഡ്സിനെ വിൽക്കണം അല്ലെ, കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണം. അത് നടക്കുന്നത് എവിടെയാണ്, കൊമേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ കൊമേഴ്സ് ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഇപ്പം ഞാനിവിടെ സാധനം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് അതിന് ചന്തം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ സാധനം വിറ്റ് പോവില്ല. വിറ്റ് പോകണമെങ്കിൽ അവിടെ കൺസ്യൂമേഴ്സിലേക്ക് ഞാൻ എത്തിക്കണം അല്ലേ. ഞാനിവിടെ കോഴിക്കോട് ഉണ്ടാക്കിയ സാധനം എനിക്ക് തിരുവനന്തപുരത്ത് വിൽക്കണം എന്നുണ്ടെങ്കിൽ സാധനം താനേ അങ്ങ് നടന്നു പോയി തിരുവനന്തപുരം മാർക്കറ്റിലേക്ക് ഇരിക്കില്ല, പകരം ഞാൻ അതിനെ കൊണ്ടെത്തിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്താലേ അവസാനം നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ കയ്യിലെ പ്രൊഡക്റ്റ് കിട്ടുന്നത്, പല മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊമേഴ്സ് എന്ന് പറയുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ, പ്ലേസ്, ടൈം ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് അല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തണം, ഇന്ന സമയത്ത് നിന്ന് വേറൊരു സമയത്തേക്ക് വിൽക്കാൻ വേണ്ടി കറക്റ്റായിട്ട് എത്തണം അല്ലേ. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞ സമയത്ത് ഞാനിവിടെ സമ്മർ ടൈമിൽ ഞാൻ കുട ഉണ്ടാക്കി വെച്ചിട്ട് കറക്റ്റ് റെയിനിങ് സീസൺ ആകുമ്പോൾ വേണം എനിക്ക് കുട എത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ ഈ നട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പ് കാലത്ത് കുട മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കില്ല അല്ലേ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് ആ സാധനം എത്തിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന്, അതിൻ്റെ എല്ലാം സം ടോട്ടലിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ കൊമേഴ്സിൽ തന്നെ 2 രീതിയുണ്ട്. ഒന്ന് ട്രേഡും ഉണ്ട്, ഓക്സിലറീസ് ട്രേഡ് ഉണ്ട്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്സിലറീസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ആ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. നേരത്തെ നമ്മൾ ടെർഷ്യറി ഇൻഡസ്ട്രിയിൽ പറഞ്ഞതുപോലെ സാധനം വിൽക്കാൻ
വേണ്ടിയിട്ട് നമുക്ക് കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കും ഈ ഓക്സിലറീസ് ടു ട്രേഡ് അല്ലെങ്കിൽ സർവീസസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രേഡ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട് അല്ലേ. ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 2 രീതിയിൽ നമുക്ക് ട്രേഡ് ഉണ്ടെന്ന് പറയാം. ഇന്റേണൽ ട്രേഡും ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രേഡിനെ നമ്മൾ ഇന്റേണൽ ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ്, ഹോം ട്രേഡ്, നാഷണൽ ട്രേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി അല്ലേ. അപ്പോൾ ആ രാജ്യത്ത് അതിന്റെ ബയ്യറും സെല്ലറും ഒരേ നാഷണാലിറ്റി ആയിരിക്കും. ഇന്ത്യക്കകത്തുള്ള ആൾ ഇന്ത്യക്കാരൻ തന്നെയായിരിക്കും, വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഇന്ത്യക്കാർ തന്നെയായിരിക്കും അല്ലേ. അപ്പൊ അതിൽ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ഹോൾസെയിൽ ആയിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞു ക്വാണ്ടിറ്റി സോൾഡ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസിൽ നമുക്ക് ചെയ്യാം. അതിനെ നമ്മൾ റീറ്റെയിൽ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഇനി നമ്മൾ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി കടന്നിട്ട്, ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നിട്ട് ഈ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുമ്പോഴാണ് അതിന് എക്സ്റ്റേണൽ ട്രേഡ്, നാഷണൽ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് അല്ലെ, ഫോറിൻ ട്രേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഇൻ 2 or more countries, അതിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന, രാജ്യങ്ങളിലെ ആളുകളാകാം, അല്ലെങ്കിൽ രാജ്യങ്ങളിലെ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് ആകാം, അല്ലെങ്കിൽ ആ നേഷൻസ് തമ്മിലാകാം, നടക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. അപ്പോൾ 3 രീതിയിലാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് ആർ പർച്ചേസ് ഫ്രം അനദർ കൺട്രി, ഇമ്പോർട്ട് ചെയ്യും അല്ലേ. അതായത് നമ്മൾ മറ്റു രാജ്യത്ത് നിന്ന് വാങ്ങിക്കുക അല്ലെ, പർച്ചേസ് ചെയ്തത് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയും. ഇനി എക്സ്പോർട്ട് ഉണ്ട്, നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു അല്ലെ, അതർ കൺട്രീസിലേക്ക് സെല്ല് ചെയ്യുന്നു. ഇനി എൻട്രി പോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മറ്റൊരു രാജ്യത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, യദുസാർ അമേരിക്കയിലാണ്, അപ്പം യദുസാറിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതെനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ചൈനയിലുള്ള ദിശാ മിസ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നു, എന്നിട്ട് ദിശാ മിസ്സിന് കൊടുക്കുന്നു അല്ലേ. അതിന് നമ്മൾ എൻട്രി പോർട്ട് എന്ന് പറഞ്ഞു. വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. ക്ലിയർ? സെറ്റാണോ? ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലെ, ട്രേഡിനെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഈ ബൈയിങ്ങും സെല്ലിങ്ങും പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കുന്ന പരിപാടിയല്ല, അതിൽ കുറച്ച് ആൾക്കാരുടെ സഹായം കൂടെ വേണം അല്ലെ. അപ്പൊ ആക്ടിവിറ്റീസ് വിച്ച് ആർ മെന്റ് ഫോർ അസിസ്റ്റിംഗ് ട്രേഡ് ആർ നോൺ ആസ് ഓക്സിലറീസ് ടു ട്രേഡ് അല്ലേ. അപ്പൊ ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുന്ന, സഹായിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയും. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ആദ്യം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് കൊണ്ടുവരണം. അപ്പൊ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽ ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഫ്രം ദ ഫാക്ടറീസ് ടു ദ പ്ലേസ് ഓഫ് കൺസംഷൻ അല്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ഥലത്ത് നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കണം അല്ലേ. അപ്പൊ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് സംഭവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കയറ്റി അയക്കുക, പാഴ്സലായിട്ടും കൊറിയറായിട്ടും, അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ വരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്തൊക്കെ ഫിനാൻസിന് ആവശ്യം വരും അല്ലേ. ഇപ്പം ഞാനൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാമെന്ന് വിചാരിക്കുക അല്ലേ, ഞാനൊരു ബയ്യർ ആണെന്ന് വിചാരിക്കുക, ഞാനിപ്പോൾ ഒരു ഹോൾസെയിലറെ കയ്യിൽ നിന്ന് ഞാനൊരു വലിയ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് അത്രയും പൈസ ഇല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ പോയി കടം വാങ്ങിക്കും അല്ലേ. അപ്പം എന്ത് വേണം, അങ്ങനെ പൈസയ്ക്ക് ആവശ്യം വരുന്ന കേസിൽ ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ബാങ്കിങ് ഹെൽപ്പ് ബിസിനസ് ആക്ടിവിറ്റീസ് ടു ഓവർകം ദ പ്രോബ്ലം ഓഫ് ഫിനാൻസ് അല്ലേ. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. കാരണം നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഇത് വിൽക്കപ്പെടുന്നത് അങ്ങ് കണ്ണൂരും തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലൊക്കെ അത്ര കുറച്ച് ദൂര സ്ഥലത്തായിരിക്കും. അപ്പോൾ അത്രയും ദൂരം വരെ എൻ്റെ പ്രൊഡക്റ്റ് യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ എന്താവാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു വെക്കുന്ന പ്രൊഡക്ട്സിലൊക്കെ ചില സമയത്ത് ഡാമേജ് വരാനൊക്കെ ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, എനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ ലോസിനെ ഒന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആളാണ് ആര്, ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് അല്ലേ. മെറ്റീരിയൽ ആൻഡ് ഗുഡ്സ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ആർ സബ്ജക്ട് ടു ദ റിസ്ക് ഓഫ് ലോസ് ഓർ ഡാമേജ്. Employees are also required to be protected against the risk of accident and occupational hazard അല്ലേ. ഇപ്പോൾ വസ്തുക്കളുടെ കേസ് അല്ലാതെ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇൻഷുറൻസ് വരാം. ചില കമ്പനികൾ എന്ത് ചെയ്യും, എംപ്ലോയീസിനും ഇൻഷുറൻസ് എടുക്കും. ഓക്കെ, ക്ലിയർ?
ഇനി അടുത്തതാണ് വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു കുട വാങ്ങി ഉണ്ടാക്കി വിൽക്കുക എന്ന് വിചാരിക്കുക. കുട ഞാൻ എന്ത് ചെയ്യണം? ഞാനിപ്പോൾ ഇതാ ഈ ഒരു സമ്മർ ടൈമിൽ കുട ഉണ്ടാക്കി കഴിഞ്ഞാൽ റെയിനിങ് സീസണിൽ എത്തിച്ചാൽ മതി അല്ലേ? അപ്പോൾ ആ സമയം വരെ ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ച എൻ്റെ കുടകൾ, വലിയ രീതിയിൽ വാങ്ങിച്ചു വെച്ച വലിയ എമൗണ്ടിൽ വാങ്ങിച്ച കുടകളൊക്കെ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ വെയർ ഹൗസ് അല്ലേ, പബ്ലിക് വെയർ ഹൗസ് ഉണ്ട്, ബോണ്ടഡ് വെയർ ഹൗസ് ഉണ്ട്, പ്രൈവറ്റ് വെയർ ഹൗസ്, അങ്ങനെ പല ടൈപ്പ് വെയർ ഹൗസുകളുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് വെയർ ഹൗസിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് കീപ്പ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പോൾ വെയർ ഹൗസിംഗ് ഹെൽപ്സ് ബിസിനസ് ഓവർകം ദ പ്രോബ്ലം ഓഫ് സ്റ്റോറേജ് ഫെസിലിറ്റി അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ ജനങ്ങൾക്ക് വേണം. ഇങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്തെന്ന് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ദേ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ദ മെയിൻ പർപ്പസ് ഓഫ് അഡ്വർടൈസിംഗ് ടു ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻ ഡിമാൻഡ് ആണ് അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ എപ്പോഴും മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന് എപ്പോഴും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വർടൈസ്മെന്റ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ അഡ്വർടൈസിംഗ് ഇൻഫോം കൺസ്യൂമർ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് പ്ലേസിന്റെ തടസ്സത്തെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നു. ബാങ്കിങ് വഴി നമുക്ക് ഫിനാൻസിന്റെ തടസ്സത്തെ മാറ്റുന്നു. ആ ടേബിൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെ വഴി എന്തൊക്കെ തടസ്സങ്ങളാണ് മാറി കിട്ടുന്നത് എന്നുള്ള ടേബിള് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സിലേക്ക് പോകണം. ക്ലിയർ? സ്പീഡ് കൂടുതലാണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒരു സ്പീഡിൽ പോയാൽ പോരെ, കാരണം നമ്മൾ റിവിഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് 6 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. സെറ്റ്? റെഡി? എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇതിൽ പോയാൽ മതിയോ? ഒന്ന് പറയട്ടാ. ഇതൊരു സ്പീഡിൽ പോയാൽ മതിയോ, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി നോക്കേണ്ടത്. മനസ്സിലായില്ല? പതിയർ മതിയെന്നു മനസ്സിലായില്ലടാ? അതൊന്ന് പറയണേ, എന്താ ഉദ്ദേശിച്ചതെന്ന്. ഓക്കെ. അപ്പം നമ്മുടെ ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, ബിസിനസ്സിൽ എപ്പോഴും ലാഭം ഉണ്ടാക്കാന്ന് മാത്രമല്ല, ബിസിനസ് നമുക്കൊരു ലോങ് റണ്ണിലേക്ക് പോകണമെങ്കിൽ മറ്റു ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. നമുക്ക് ഓരോ നോക്കാം. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഒബ്ജക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? Profitability refers to profit in relation to capital investment, profit which is important for its survival and growth. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസിന്റെ സർവൈവലിനും ഗ്രോത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു ബിസിനസ് തുടങ്ങാൻ ഞാനൊരു 50 ലക്ഷം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ ക്യാപിറ്റലിൽ ഒത്തിരി ഭാഗം കടമുണ്ടാവും, ഡെറ്റ് ഫിനാൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് അല്ലേ? അപ്പം എനിക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് അനുസരിച്ച് എനിക്ക് റിട്ടേൺ കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണം അല്ലേ? അപ്പം ഏർണിംഗ് പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, മാർക്കറ്റ് സ്റ്റാൻഡിങ് എപ്പോഴും നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനായിട്ട് മുട്ടി നിൽക്കാൻ വേണ്ടി നിൽക്കണം അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാക്സിമം അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരിക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? പൊസിഷൻ ഓഫ് ആൻ എന്റർപ്രൈസ് ഇൻ ദ റിലേഷൻ ടു കോമ്പറ്റീഷൻ. പിന്നെ ഇന്നോവേഷൻ കൊണ്ടുവരണം അല്ലേ? ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പുതിയ രീതിയിൽ അതിൽ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കണം. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഐഡിയാസ് എന്ന് പറയുമ്പോൾ ന്യൂ പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ കണ്ടുപിടിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് ടെക്നോളജിയിൽ, അങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കണം. പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം അല്ലേ? കമ്പയറിംഗ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ വാല്യൂ ഓഫ് ഇൻപുട്ട് അല്ലേ? അതായത് നമ്മളൊരു 10 രൂപയ്ക്ക് ഒരു സാധനം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 20 രൂപേൻ്റെ സാധനം നമുക്ക് തിരിച്ചു കിട്ടണം അല്ലേ? അപ്പോൾ എപ്പോഴും അതിനർത്ഥം എങ്ങനെയാ? എഫിഷ്യൻ്റ് ആയിരിക്കണം പ്രൊഡക്ഷൻ അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ട് വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പറ്റണം. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എപ്പോഴും കൂട്ടുക, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ നിർത്തുക എന്നുള്ളത് ബിസിനസിന്റെ വലിയൊരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ലേ? അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ റിസോഴ്സസും ഫൈനാൻഷ്യൽ റിസോഴ്സും നമ്മൾ എടുക്കണം അല്ലേ? നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യണം, കടം വാങ്ങേണ്ട സിറ്റുവേഷൻ വന്നാൽ കടം വാങ്ങണം. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ രീതിയിലുള്ള
മിഷനറി വന്നാൽ പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അല്ലേ, ഏറ്റവും ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യരെ നമ്മൾ എപ്പോഴും എന്തെടുക്കാം, വർക്ക് ഫോഴ്സിനെ എടുക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, ദ ബിസിനസ് എന്റർപ്രൈസ് മസ്റ്റ് എയിം ടു അക്വയറിംഗ് ദിസ് റിസോഴ്സസ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ആൻഡ് യൂസ് ദം എഫിഷ്യൻ്റ്ലി അല്ലേ. ആവശ്യം വരുമ്പോഴൊക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള റിസോഴ്സസ് നമ്മൾ അവൈലബിൾ ആക്കണം. പിന്നെ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ, മാനേജേഴ്സ് ടു കണ്ടക്ട് ആൻഡ് കോർഡിനേറ്റ് ബിസിനസ് ആക്ടിവിറ്റി. പിന്നെ ബിസിനസ്സിന്റെ വേറെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം ബിസിനസ്സിൽ അല്ലേ. ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ n നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ n നമ്പർ ഓഫ് ആക്ടിവിറ്റീസും നമ്മുടെ ബിസിനസിന്റെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് എപ്പോഴും ഉറപ്പുവരുത്തുക എന്നുള്ളത്, കറക്റ്റ് മാനേജ്മെന്റിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ബിസിനസിന്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ വർക്കേഴ്സ് പെർഫോമൻസ് അല്ലേ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യണം നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സിന്റെ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലേ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ തിരിച്ചല്ലേ. അപ്പോൾ വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻ ദെയർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് എൻ എന്റർപ്രൈസ് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വർക്കേഴ്സിനെയും കൂടെ നമ്മൾക്കൊപ്പം, അതായത് ബിസിനസ്സിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ കൂടെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കമ്പനിയിൽ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 പേരും എൻ്റെ കമ്പനി നന്നാൻ വേണ്ടിയിട്ടല്ല, അവരവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ കമ്പനിക്ക് മാത്രം ഗ്രോത്ത് ഉണ്ടാവുന്നു, ഇവർക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ പണിയെടുക്കുന്നതിൽ എന്താവും, ഉഴപ്പാൻ വേണ്ടി തുടങ്ങും അല്ലേ. അപ്പം അങ്ങനെയല്ലാതെ കമ്പനിയിലൂടെ വർക്കേഴ്സിനെയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് വേണം പോവാൻ. അപ്പം അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് എൻഷ്യൂർ ചെയ്യാന്നുള്ളത് ആരുടെ കടമയാണ്, ഒരു ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യമാണ്. ഓക്കെ, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ബിസിനസ്സിന് ഒരിക്കലും സൊസൈറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. സൊസൈറ്റിയിലെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. സോ സൊസൈറ്റിക്ക് നമ്മൾ തിരിച്ച് പേ ചെയ്യാൻ തന്നെ വേണം അല്ലേ. അപ്പോൾ പേ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര പൈസ കൊടുക്കുക എന്നല്ല, നമ്മൾ ഫെയർ പ്രൈസിന് പ്രൊഡക്ട്സ് കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, ഹസാർഡസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കാതിരിക്കുക അല്ലെ, അഡൾട്രേഷൻ കാണിക്കാണ്ടിരിക്കുക, അങ്ങനെ ടാക്സ് പേ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, സൊസൈറ്റിയോട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ഫേം കോൺട്രിബ്യൂട്ട് റിസോഴ്സസ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് വർക്ക് ഇൻ സോഷ്യലി ഡിസൈറബിൾ മാനർ അല്ലേ. അപ്പോൾ സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിന് ഒരു ലോങ് റണ്ണിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ റിസ്ക് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ബിസിനസ്സിലെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു ടോപ്പിക്കാണ് ബിസിനസ്സിൻ്റെ അകത്ത് റിസ്ക് എലമെന്റ് ഉണ്ടെന്നല്ലേ. അപ്പം ബിസിനസ്സിലെ റിസ്ക് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇന്നാഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി ഓർ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് ആണ് അല്ലേ. അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് 2 രീതിയിലുള്ള നമുക്ക് എന്ത് സംഭവിക്കാം, റിസ്ക് സംഭവിക്കാം. ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമിതമായിട്ട് നമുക്ക് ഡിമാൻഡ് വരിക എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ സാധാരണ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-20,000 പ്രൊഡക്ട്സേ വിൽക്കുന്നു, 10-20,000 കുടകളെ വിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷെ പ്രതീക്ഷിക്കാതെ അപ്പം പ്രതീക്ഷിക്കാതെ എനിക്ക് ഈ വർഷം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റിന് 20,000 മാറി ഒരു 50,000 പ്രൊഡക്ഷനൊക്കെ ഡിമാൻഡ് വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാതെ ഡിമാൻഡ് വന്നു, ശരിക്കും ഡിമാൻഡ് വരുന്നത് നല്ലതാണ്, പക്ഷെ എൻ്റെ കയ്യിൽ അത്രയും സ്റ്റോക്കോ കാര്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ അത് പ്രശ്നമായി മാറും. ക്ലിയർ അല്ലേ. അപ്പോൾ അങ്ങനെ സർപ്ലസ് ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ ആണെങ്കിൽ പോലും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിസ്ക് ആണ്. ആ സർപ്ലസ് ആയിട്ട് വരുന്ന കാര്യത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ. ഇപ്പം അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ സർപ്ലസ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ശരി, നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വഴി കിട്ടുന്ന ഗെയിൻസ് ആണെങ്കിലും ബിസിനസ്സിന് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് റിസ്ക് ആയിട്ട് മാറും. ക്ലിയർ. അപ്പോൾ ലോസും അതുപോലെ തന്നെ നമുക്ക് വിചാരിക്കാത്ത ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് അമിത പ്രോഫിറ്റും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ശരിക്കും ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്കിനെ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. സ്പെക്യുലേറ്റീവ് റിസ്ക് ഒന്നും പ്യുവർ റിസ്ക് ഒന്നും. സ്പെക്യുലേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റിനും ലോസിനും ഉള്ള ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് ഡിമാൻഡ് വരുന്ന സമയത്ത്
നമുക്ക് അമിതമായിട്ട് പ്രോഫിറ്റ് കിട്ടാനും അവിടെ ലോസ് സംഭവിക്കാനുള്ള അങ്ങനെ രണ്ട് രീതിയിലുള്ള അൺഫേവറബിളും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വഴി വരുന്നതിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാം. പക്ഷേ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് ലോസ് ഓർ നോ ലോസ് ആണ്. അതായത് ഇപ്പൊ പ്യുവർ റിസ്കിന്റെ കേസിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് നാച്ചുറൽ കോഴ്സസ് ഒക്കെ വഴി നമുക്ക് ബിസിനസ്സിൽ റിസ്ക് വരില്ലേ, ഫ്ലഡ് വരിക, തീ പിടിക്കുക, അങ്ങനത്തെ തെഫ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. ഇനിയിപ്പോൾ സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, എക്സ്ട്രാ പൈസ ഒന്നും എവിടെ നിന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ എത്രയാണോ പ്രൊഡക്ഷൻ നമ്മൾ വിൽക്കാൻ വെച്ചത് അത് വിറ്റ് കിട്ടുന്ന പൈസയേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഫേവറബിൾ കണ്ടീഷൻസ് അല്ലെങ്കിൽ അൺഫേവറബിൾ കണ്ടീഷൻസ് വഴി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടം ഇല്ല അല്ലേ. അവിടെ നിന്ന് 1 രൂപ പോലും നമുക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്നില്ല. ക്ലിയർ? സെറ്റ്. അതിനെയാണ് നമ്മൾ പ്യുവർ റിസ്ക്കും സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി ബിസിനസിന്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, റിസ്കിന്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ, റിസ്ക് എപ്പോഴും അൺസർട്ടനിറ്റിയിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത് അല്ലേ, അൺസർട്ടനിറ്റിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അൺസർട്ടനിറ്റി ഈസ് ലാക്ക് ഓഫ് നോളജ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. നാച്ചുറൽ കലാമിറ്റീസ്, ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ്, ചേഞ്ച് ഇൻ ഗവൺമെന്റ് പോളിസീസ്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ല അല്ലേ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം നിന്ന് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു റിസ്കിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ബിസിനസിന്റെയും എസെൻഷ്യൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് എന്ന് പറയുന്നത്. എവറി ബിസിനസ് ഹാസ് സം റിസ്ക്. No business can avoid risk, although the amount of risk may vary from business to business അല്ലേ. അതായത് നമുക്ക് എല്ലാ ബിസിനസ്സിനകത്തും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ്സിന്റെ നേച്ചറും സൈസും അനുസരിച്ച് റിസ്കിന്റെ എമൗണ്ടിൽ അല്ലെങ്കിൽ അളവിൽ എന്തുണ്ടാവും, മാറ്റം വരും. ഓക്കെ, ഇപ്പൊ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി അതുപോലെ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത് വരുന്ന അങ്ങനത്തെ ബിസിനസ്സുകാർക്ക് മറ്റ് ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും എന്താണ്, പലചരക്ക് കട പോലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലാണ്. കാരണം അവർ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇവർക്കൊന്നും അങ്ങനെ ഈ പച്ചക്കറി അല്ലെങ്കിൽ ക്യാരറ്റിലൊക്കെ ഇനി എന്ത് അപ്ഡേഷൻ വരാനാ, അപ്പൊ അവർക്ക് റിസ്ക് കുറച്ച് കുറവാണ്, ഇവർക്ക് റിസ്ക് കൂടുതലായിരിക്കും അല്ലേ. ക്ലിയർ? പിന്നെ ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെ, ബിസിനസിന്റെ നേച്ചറും സൈസും അനുസരിച്ചിട്ട് എന്താണ് റിസ്ക് കൂടും. ഞാനൊരു 50,000 രൂപ വെച്ച് ബിസിനസ് തുടങ്ങുമ്പോൾ കിട്ടുന്ന റിസ്ക്കും അതുപോലെ തന്നെ 5 കോടി മുടക്കി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് എടുക്കുന്ന റിസ്ക്കും രണ്ടാണ്. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ് ആണ് അല്ലേ. നോ റിസ്ക് നോ ഗെയിൻ എന്നാണ്. അതുപോലെ പ്രോഫിറ്റ് ഇസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. ഇതാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇനി ബിസിനസ്സിൽ റിസ്ക് സംഭവിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ 4 രീതിയിലാണ് മെയിൻ ആയിട്ട്, ജനറൽ ആയിട്ട് പറയുമ്പോൾ 4 രീതിയിലാണ് കാരണങ്ങൾ വരുന്നത്. ഒന്ന് നാച്ചുറൽ കോഴ്സസ് ആണ്. നാച്ചുറൽ ഫ്ലഡ്, എർത്ത് ക്വേക്സ്, ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടല്ലോ, അതുവഴി വരുന്നതാണ് നാച്ചുറൽ കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ബിസിനസിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വഴി വരുന്ന പരിപാടികളാണ്. ഓക്കെ, മര്യാദയ്ക്ക് പണിയെടുക്കാണ്ടിരിക്കുക, ഡിസോണസ്റ്റി, കെയർലെസ്നെസ്, നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ് ഒക്കെയാണ് ഹ്യൂമൻ കോഴ്സസ് എന്ന് പറയുന്നത്. എക്കണോമിക് കോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡിമാൻഡ്, സപ്ലൈ, അതുപോലെ RBIയുടെ റെഗുലേഷൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, സാമ്പത്തികപരമായിട്ട് വരുന്നത് കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ EMIയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെ വരുന്ന കാര്യത്തിനാണ് ഇൻഫ്ലേഷൻ. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, നമ്മുടെ എക്കണോമിക് കോഴ്സസിൽ വരുന്നത്. ഇനി അതർ കോഴ്സസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ, അതായത് നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഹർത്താൽ, അങ്ങനത്തെ ഉണ്ടല്ലോ, സ്ട്രൈക്സ്, അതുപോലെ വേറെ പറഞ്ഞ നമ്മുടെ മെഷീൻസിൽ വരുന്ന സംഭവങ്ങൾ, പവർ ഫെയിലിയേഴ്സ്, ഇങ്ങനത്തെയൊക്കെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ അതർ കോഴ്സസിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചോ. ക്ലിയർ? സെറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ റിസ്ക്കും കോഴ്സസിനെയും കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്കാണ്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ബേസിക് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 10 ഫാക്ടേഴ്സ് ആണ് വരേണ്ടത്. ആ 10 ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ബിസിനസ് ലൈനാണ് അല്ലെ, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ് ആണ്. അതായത് ഫസ്റ്റ് തിങ് ഇസ് ടു ഡിസൈഡ് ബൈ ഓൺടർപ്രന്യൂർ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് ടു ബി അണ്ടർടേക്കൺ. നിങ്ങൾ ഏത് ടൈപ്പ് ബിസിനസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ആണോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊക്യൂർ ചെയ്തിട്ട് റീറ്റെയിൽ പോലെയൊക്കെ ചെയ്യുകയാണോ, അല്ലെങ്കിൽ സർവീസ് റിലേറ്റ് ചെയ്ത് വരുന്ന ബിസിനസ് ആണോ, ഏത് ടൈപ്പ് ബിസിനസ് ആണെന്ന് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ ഫേം നോക്കണം. നമ്മൾ മൈക്രോ ആണോ, അല്ലെങ്കിൽ മീഡിയം ആണോ, അല്ലെങ്കിൽ സ്മോൾ ആണോ, ഏത് ടൈപ്പിലാണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കണം അല്ലേ. ദ ഓൺടർപ്രന്യൂർ ഹാസ് ടു ഡിസൈഡ് ദ എമൗണ്ട് ഓഫ് decide about the size of business and business unit,
വെദർ ഇറ്റ് വിൽ ബി സ്മോൾ, മീഡിയം ഓർ ലാർജ് സ്കെയിൽസ് അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി അടുത്തത് ചോയ്സ് ഓഫ് ഓണർഷിപ്പ് ആണ്. ഒറ്റയ്ക്കാണോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലയബിലിറ്റി, അതുപോലെ ലയബിലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റലൊക്കെ ഷെയർ ചെയ്യണമെന്നാണെങ്കിൽ പാർട്ണർഷിപ്പ് ആണോ? ഇനി അതല്ല നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് വെച്ചിട്ട് ഏത് ടൈപ്പാണ്, ഫോം ഓഫ് ഓർഗനൈസേഷനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ? ദ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ബിസിനസ് ഓണർഷിപ്പ് നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ബിസിനസ് നോക്കണം അല്ലെ? നമ്മളിപ്പോൾ ആൾക്കാരുടെ ഇപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒക്കെയാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചില റിസോഴ്സസ് ഒക്കെ പെട്ടെന്ന് അടുത്ത് അവൈലബിൾ ആയിരിക്കില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി ഇതൊക്കെ കിട്ടുന്ന രീതിയായിരിക്കണം. ഇനി അതല്ല നമ്മളൊരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനെ കിട്ടുന്ന രീതിയിലായിരിക്കണം നമുക്ക് ലൊക്കേഷൻ വേണ്ട അല്ലേ? അപ്പോൾ അതും ലൊക്കേഷനും നോക്കണം. അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ, പവർ സപ്ലൈ ആൻഡ് സർവീസസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വൈൽ മേക്കിംഗ് ചോയ്സ് ഓഫ് ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷനെ കുറിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഫിനാൻസിങ് പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പൈസ, എത്ര നമ്മളെ ക്യാപിറ്റലിൻ്റെ അകത്ത് എത്ര ഫിക്സഡ് ക്യാപിറ്റൽ വേണം, എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം നോക്കണം അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ മെഷീൻസും കാര്യങ്ങളും വേണം. അപ്പം എൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതലായിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ വലിയ പ്രൊഡക്ഷൻ സൈക്കിളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വർക്കിംഗ് ക്യാപിറ്റലും കൂടുതൽ വേണം. ഇനി അതല്ല കുഞ്ഞു രീതിയിലുള്ള ബിസിനസ് ആണ് തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് ഫിക്സഡ് ക്യാപിറ്റൽ വേണ്ട, വർക്കിംഗ് ക്യാപിറ്റൽ അത്ര വേണ്ട അല്ലേ? അപ്പം ഞാൻ അതും കൂടെ നോക്കണം. ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസെറ്റ് ആൻഡ് ഇൻ കറന്റ് അസെറ്റ്. ക്യാപിറ്റൽ ഇസ് ഓൾസോ റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തണം. എത്രമാത്രം ക്യാപിറ്റൽ വേണം, അതിൽ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ, എത്ര ഫിക്സഡ് ക്യാപിറ്റൽ, അതിൽ നമ്മൾ എത്ര ഡെറ്റ് ഫിനാൻസ്, എത്ര നമ്മുടെ കയ്യിൽ നിന്നിടണം, ഇങ്ങനത്തെ കറക്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഫിസിക്കൽ ഫെസിലിറ്റി നോക്കണം. അവൈലബിലിറ്റി ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ബിൽഡിംഗ് ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് അല്ലെ? എങ്ങനെയാണ് നമ്മുടെ ബിൽഡിംഗ് എവിടെയായിരിക്കണം, അവിടേക്ക് എന്തൊക്കെ മെഷീനറീസ് വേണം, അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ്, അതിനെ സഹായിക്കുന്ന എക്യുപ്മെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ച് വെക്കണം. ക്ലിയർ? ഇനി പ്ലാൻ ലേ ഔട്ട് വേണം. ഓക്കെ, നമ്മൾ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് കൂടുതൽ മെഷീനറീസ് യൂസ് ചെയ്തിട്ടുള്ള ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ എവിടെയൊക്കെ പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് വേണം അല്ലെ? മെഷീൻസ് എവിടെ വെക്കണം, എവിടെ ഇന്നത് വരണം, എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെ? ലേ ഔട്ട് മീൻസ് ദ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരിക്കേണ്ടത് കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ് ആണ്. പിന്നെ നമ്മുടെ കൂടെ നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന വർക്ക് ഫോഴ്സിന് അല്ലേ, കറക്റ്റായിട്ട് ട്രെയിനിങ്, ജോലിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ, സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ, സ്കിൽഡ് ആയിട്ട് ലേബേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം അല്ലേ? എവറി എന്റർപ്രൈസസ് നീഡ് എ കോമ്പീറ്റന്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ് ടു പെർഫോം ദെയർ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ റിസോഴ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡിസയർ ഔട്ട്പുട്ട് അല്ലേ? ഇപ്പോൾ ഞാനൊരു പ്രൊഡക്ഷൻ, ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് സാമ്പാർ ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്ത കുറേ ലേബേഴ്സിനെ പിടിച്ച് കമ്പനിയിൽ നിർത്തി കഴിഞ്ഞാൽ അവർ സാധനം, ഞാനിപ്പോൾ സാമ്പാറുണ്ട്, ഒരു 10 കിലോ സാമ്പാറുണ്ട്, 10 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പച്ചക്കറിയും മസാല ഐറ്റംസും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അറിയാത്ത ആൾക്കാരാകുമ്പോൾ അതുണ്ടാക്കി ഒത്തിരി പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകും. പക്ഷെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരെയാണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കറിയാം 10 ലിറ്റർ സാമ്പാർ വേണമെങ്കിൽ എത്ര വേണം, എത്ര വേണ്ട. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ റിസോഴ്സസ് എടുക്കുകയുള്ളൂ, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടും കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമുക്ക് കിട്ടണം. പിന്നെ ടാക്സ് എങ്ങനെയാണെന്ന് നോക്കണം അല്ലേ? എല്ലാ ബിസിനസ്സിനും ഒരേ രീതിയിലുള്ള ടാക്സ് അല്ല വരുന്നത്. അപ്പം നമ്മുടെ ടാക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കണം. Okay, the founder of the business has to consider advance the tax liability under various tax law and its impact on business decisions. അതും കൂടെ നോക്കണം. ഇപ്പം നമ്മൾ കടം കൂടുതൽ വാങ്ങിക്കുകയെന്ന് വിചാരിക്കുക, കടത്തിന് നമുക്ക് ടാക്സ് കൊടുക്കണ്ട അല്ലേ? അപ്പം നമ്മൾ എത്രമാത്രം കടമുണ്ട്, എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കറക്റ്റായിട്ട് ടാക്സിൻ്റെ കാര്യങ്ങളൂടെ നോക്കുക. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം അല്ലേ? ആഫ്റ്റർ ദ ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ദ എബവ് മെൻഷൻ ഫാക്ടേഴ്സ് have been taken, the entrepreneur can go ahead with actual launching of all enterprises. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി, ആൾക്ക് കറക്റ്റായിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ട എല്ലാ ഐഡിയയും ഇനി ബിസിനസ്സിലേക്ക് പോകാം. ക്ലിയർ? സെറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? റെഡിയാണോ? ക്ലിയർ അല്ലേ? സെറ്റ്. രണ്ടാമത്തെ മീൻസ് ഞാൻ എടുക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് പറഞ്ഞത്.
മെറിറ്റ്സും ഡീമെറിറ്റ്സും അത് ചോദിക്കുന്ന അനുസരിച്ചിരിക്കൂടാ. ചില സമയത്തില്ല, ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ നോക്കിയ സമയത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ PDF സെറ്റ് ആക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ചിലതിൻ്റെ ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് അനുസരിച്ചിരിക്കും ഈ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് മാത്രം എഴുതൂ എന്ന് പറഞ്ഞിട്ട് 8 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ മാർക്കിനനുസരിച്ചിരിക്കും. അപ്പം മാർക്കിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഒത്തിരി പോയിന്റ് ഉള്ള മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണെങ്കിൽ ഒത്തിരി ഒന്നും എഴുതണ്ട അല്ലേ. ടോട്ടൽ ഒരു 4 പോയിന്റ്സ് മാത്രം എഴുതിയാലും മതി. ക്ലിയർ, സെറ്റ്. അങ്ങനെയാണ് നമുക്ക് പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് തൊട്ടടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒത്തിരി ഫോംസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് 5 ടൈപ്പ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു. പ്രൈവറ്റ് ഉണ്ട്, പ്രൈവറ്റ് അല്ല, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇതെല്ലാം പ്രൈവറ്റ് സെക്ടറിന് അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണ് അല്ലേ. പ്രൈവറ്റ് സെക്ടേഴ്സ് ചെയ്യുന്ന ബിസിനസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്നു, മാനേജ് ചെയ്യുന്ന ബിസിനസ് ആണ് ഇതെല്ലാം. പക്ഷെ ഇവർ മാത്രമല്ലാതെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് മിക്സഡ് എക്കണോമിയാണ്. അവിടെ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, പബ്ലിക് സെക്ടറും ഉണ്ട്. അപ്പം പബ്ലിക് സെക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അവരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 രീതിയിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് വരുന്നത്. പബ്ലിക് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആണ് മാനേജ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും അല്ലേ. അപ്പോൾ അവരുടെ കേസിൽ നോക്കുമ്പോൾ അവർ 3 രീതിയിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷനേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജനങ്ങളിലേക്ക്. ക്ലിയർ. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സ് എപ്പോഴും പ്രോഫിറ്റിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അവിടെ സർവീസ് കൂടെ അവർ മെയിനായിട്ട് സർവീസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഗവൺമെന്റിന് കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഗവൺമെന്റിന് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വിറ്റ് ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നല്ല, ആ പ്രൊഡക്റ്റിലൂടെ ജനങ്ങൾക്ക് സർവീസ് കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് പബ്ലിക് സെക്ടേഴ്സ് എപ്പോഴും പോകുന്നത്. ക്ലിയർ അല്ലേ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ക്ലിയർ അല്ലേ. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ either be partially or wholly owned by the സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഒന്നെങ്കിൽ മൊത്തത്തിൽ സെൻട്രൽ ഗവൺമെന്റോ, അല്ലെങ്കിൽ പകുതി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ മൊത്തത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ, അങ്ങനെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്നതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഇവരുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് സാധാരണ ജനറൽ പബ്ലിക്കിനോടെ ആയിരിക്കും. ഇവർക്ക് മെയിൻ ആയിട്ട് 3 രീതിയിലാണ് പബ്ലിക് സെക്ടറിന്റെ അണ്ടറിലെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നത്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, പിന്നെ ഗവൺമെന്റ് കമ്പനി അല്ലേ. ഈ 3ന്റെയും മാനേജ്മെന്റിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് 3 ടൈപ്പ് വന്നത്. ഓക്കെ, എല്ലാം ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെന്റ് ആണെങ്കിലും പക്ഷെ ആ മാനേജ്മെന്റിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തേതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. ഇവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, ഗവൺമെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ. അതായത് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രഡീഷണൽ ഫോം ഓഫ് ഓർഗനൈസിംഗ് പബ്ലിക് എന്റർപ്രൈസസ് established as a department of the ministry, considered part or an extension of the ministry itself അല്ലേ. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. ഒരു മിനിസ്ട്രി ഉണ്ടായിരിക്കും, ഒരു മിനിസ്റ്ററും ഉണ്ടായിരിക്കും. ക്ലിയർ. ദ ആക്ടിവിറ്റീസ് പെർഫോം ബൈ ദിസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ an essential part of the functioning of the government. ഓക്കെ, അപ്പോൾ ഇവരുടെ എന്ന് പറഞ്ഞാൽ ഇവർ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവരുടെ ഫങ്ഷൻസ് എല്ലാം ഗവൺമെന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷന്റെ എന്തെന്ന് പറയുന്ന മാനേജ്മെന്റ് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അതുപോലെ തന്നെ ഇവരെന്താണ് ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഇവർക്ക് സെപ്പറേറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഇവരൊരു ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് നിയമപരമായിട്ട് അവർക്ക് വേറെ നിലനിൽപ്പില്ല. അവർ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടേ അവരെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നുള്ളൂ. നാഷണൽ സെക്യൂരിറ്റിക്ക് പറ്റിയ ബിസിനസ് ആണിത്. ക്ലിയർ അല്ലേ. ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഫണ്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും, ഗവൺമെന്റ് ബജറ്റ് അവതരിപ്പിച്ച് ആ ബജറ്റിൽ കുറച്ച് പൈസ മാറ്റി വെക്കും. ഡയറക്റ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് ഫണ്ട് പോകുന്നത്. ക്ലിയർ അല്ലേ. ആൻ ആനുവൽ അപ്രോപ്രിയേഷൻ from budget of the government is made and funding of this enterprises come directly from the government treasury. ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് ഇത്ര പൈസ അനുവദിക്കും, എന്നിട്ട് ഇവര് ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രോഫിറ്റ് ഡയറക്റ്റ് ട്രഷറിയിലേക്ക് തന്നെയാണ് പേ ചെയ്യപ്പെടുന്നതും. ക്ലിയർ അല്ലേ. ഓഡിറ്റും കൺട്രോൾ എന്ന് പറയുമ്പോൾ സബ്ജക്ട് ടു ദ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് കൺട്രോൾ ആപ്ലിക്കബിൾ ടു ദ ഗവൺമെന്റ് ആക്ടിവിറ്റി. ഇപ്പൊ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണോ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഓഡിറ്റിങ്ങും കാര്യങ്ങളും പോകുന്നത്, അതേ രീതിയിലായിരിക്കും ഇവരുടെ ഓഡിറ്റിംഗ് ഒക്കെ പോകുന്നത്.
ക്ലിയർ? ഇനി ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടാണ് ഇവർ അറിയപ്പെടുക അല്ലേ? ഇവരെപ്പോഴും ഇവർ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആണ്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് സെർവൻസ് ആണ്. The employees of this enterprises are government servants and are headed by Indian Administrative Service officers and civil servants who are transferable from ministry to another അല്ലേ? അപ്പോൾ ഗവൺമെന്റിന് സെർവൻസ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് വഴി തന്നെയാണ് പോകുന്നത്. ഇനി കൺട്രോൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ആണ് അല്ലേ? നമ്മൾ പറഞ്ഞ സെപ്പറേറ്റ് ഇവരൊരു മിനിസ്ട്രിയാണ്, മിനിസ്ട്രി വെച്ചിട്ട് ആ മിനിസ്ട്രിയാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് കൺട്രോൾ മൊത്തം 100% കൺട്രോളും ഗവൺമെന്റിന്റെ കയ്യിലാണ്. അക്കൗണ്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സിൻസ് ദ മാനേജ്മെന്റ് ഇസ് ഡയറക്ട്ലി അണ്ടർ ദ കൺസേൺ മിനിസ്ട്രി ആസ് ദേ ആർ അക്കൗണ്ടബിൾ ടു മിനിസ്ട്രി അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് സെപ്പറേറ്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ ഇവരാരോടാണ് ഉത്തരം പറയേണ്ടത്? ഈ റെയിൽവേയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ റെയിൽവേക്കാരോടാണ്, ആ റെയിൽവേയുടെ മിനിസ്ട്രിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി ഇവരുടെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് ആരായിരിക്കും? ഇവരായിരിക്കും അല്ലേ? അതായത് ദീസ് ആർ സബ്ജക്ട് ടു എഫക്റ്റീവ് കൺട്രോൾ ബൈ ദ പാർലമെന്റ് ഓവർ ദെയർ ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ ഗവൺമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ഡിസിഷൻസും പാർലമെന്റ് വഴിയൊക്കെ ആയിരിക്കും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പാസ്സായിട്ട് ബില്ലൊക്കെ ആയിട്ട് പാസ്സായിട്ട് വരികയാണ് ചെയ്യുക. പിന്നെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി അല്ലേ? ജനങ്ങളോട് എന്താണ് കുറച്ചൊക്കെ പ്രതിബദ്ധത ഉള്ളവരാണ്. ദേ ആർ സബ്ജക്ട് ടു ഹൈ ഡിഗ്രി ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. പിന്നെ എന്താണ്? സോഴ്സ് ഓഫ് റവന്യൂ ആണ് അല്ലെ? റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അല്ലെ, സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ഗവൺമെന്റ് ആസ് ദ റവന്യൂ ഏൺ ബൈ ദ എന്റർപ്രൈസസ് ഗോസ് ഡയറക്ട്ലി ടു ദ ട്രഷറി. ട്രഷറിയിലേക്കാണ് പൈസ പോകുന്നത്, അതുകൊണ്ട് ഗവൺമെന്റിനുള്ള ഒരു റവന്യൂ ആണ് ഇവരെന്ന് പറയുമ്പോൾ. പിന്നെ സ്യൂട്ടബിൾ ഫോം ഫോർ നാഷണൽ സെക്യൂരിറ്റി ആണ് അല്ലെ? നാഷണൽ സെക്യൂരിറ്റിക്ക് പറ്റിയിട്ടുള്ള ടൈപ്പ് കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ് ഗവൺമെന്റ് ആണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ആ രാജ്യത്തിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ക്ലിയർ? ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലെ? ദ ഓപ്പറേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് മെ നോട്ട് ബി സ്മൂത്ത് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി അല്ലെ? ദേ മേ ബി ഡിലേ ഇൻ മാറ്റേഴ്സ് വേർ prompt decisions are required as decision cannot be taken by the employees or heads of department independently without the approval of the ministry concerned അല്ലേ? അതേപോലെ തന്നെ ഇവർക്ക് ഫ്ലെക്സിബിളും അല്ല, അതുപോലെ ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ സെൽഫായിട്ട് ഇവരെന്താണ്? ഓട്ടോണോമസ് അല്ല, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയോ റൈറ്റോ ഒന്നും ഇവർക്കുമില്ല. ഇവരുടെ ഡിസിഷൻസ് എല്ലാം മിനിസ്ട്രി ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ വരണമെങ്കിൽ ഭയങ്കര കറക്റ്റ് ഒരു ചാനൽ ഓഫ് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെയാണ് ഇവർ പോകുന്നത്. ഒരാളോട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ തൊട്ടടുത്ത ഹെഡിനോട് പറഞ്ഞു, അയാൾ ഇവിടെ പോകുന്നു, അയാൾ മറ്റേ ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നു, അവിടുന്ന് മറ്റേ സാറ് സൈൻ ചെയ്യണം, ഈ സാറ് സൈൻ ചെയ്യണം, അങ്ങനെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇനി അടുത്തത് ലിമിറ്റഡ് സ്കോപ്പ് ആണ് അല്ലേ? ഹാസ് ദ ബ്യൂറോക്രാറ്റ്സ് ഓവർ കോഷ്യസ് ആൻഡ് കൺസർവേറ്റീവ് അപ്രൂവൽ does not allow them to take risky ventures. These enterprises are unable to take advantages of business opportunities. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് ഇവർ ഭയങ്കര റിസ്ക് ഒന്നും എടുക്കില്ല അല്ലേ? ഇപ്പോൾ അംബാനി ആണെങ്കിൽ ശരി, മറ്റ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത? ഒരു പുതിയ എന്തെങ്കിലും അവസരം കണ്ടു കഴിഞ്ഞാൽ അവർ പൈസ മുടക്കി അതിലേക്ക് ഇറങ്ങി ചെയ്യും. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സ് ഒന്നും അങ്ങനെ ചെയ്യില്ല. അവരിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? അതേപോലെ ഒരേ രീതി ഒരേ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ അങ്ങ് പോകും അല്ല? അപ്പോൾ ബിസിനസ്സിനകത്ത് കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് അല്ല, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും താന്നിരിക്കണം, നമ്മൾ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, പിന്നെ റെഡ് ടേപ്പീസ് ഉണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല സമയത്തും പല ഫയൽസും ബ്ലോക്ക് ആയി പോകാൻ, റെഡ് ടേപ്പിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ സിൻസ് നോ ആക്ഷൻ ക്യാൻ ബി ടേക്കൺ അൺലെസ് ഇറ്റ് ഗോസ് ത്രൂ ദ പ്രോപ്പർ ചാനൽ ഓഫ് അതോറിറ്റി അല്ല, ഒരു പ്രോപ്പർ ചാനൽ ത്രൂ പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അവസാനത്തതാണ് പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് അല്ലേ? അതായത് there are lot of political interference through the ministry അല്ലേ? ഓരോ ഗവൺമെന്റ് മാറി വരുന്നതിനനുസരിച്ചിട്ട് ഈ മിനിസ്ട്രിയിൽ വരുന്ന ഈ മിനിസ്റ്ററുടെ റോള് മാറും. അപ്പോൾ അതാത് പാർട്ടികൾക്ക് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ പല രീതിയിൽ എന്ത് ചെയ്യുക, ബിസിനസ് ചെയ്യുക. ഇൻസെൻസിറ്റീവ് ആണ്. ദ എന്റർപ്രൈസസ് ഡു നോട്ട് പ്രൊവൈഡ് ആഡിക്വേറ്റ് സർവീസ് ടു കൺസ്യൂമർ ആസ് ദേ ആർ യൂഷ്വലി ഇൻസെൻസിറ്റീവ് ടു ദെയർ നീഡ്സ് അല്ലേ? പിന്നെ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് അവിടെ എപ്പോഴും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അവിടെ എപ്പോഴും പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയൊന്നും ഇവർക്കില്ല അല്ലേ? ഇവരൊരു ഫ്ലോയിൽ അങ്ങ് ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ ആ ഒരു രീതിയിൽ അങ്ങ്
പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ബിസിനസ് എൻ്റർപ്രൈസസിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മോശം രീതിയിലുള്ള അല്ലെങ്കിൽ അത്ര സ്യൂട്ടബിൾ അല്ല ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ജനറൽ പബ്ലിക്കിൻ്റെ അക്കൗണ്ടബിലിറ്റി നോക്കുമ്പോൾ ഇവർ അടിപൊളിയാണ്. ക്ലിയർ? ഇനി അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെ, ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പബ്ലിക് കോർപ്പറേഷനും എക്സിസ്റ്റൻസ് ബൈ സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെന്റുമാണ് അല്ലെ. പാർലമെന്റിൽ സെപ്പറേറ്റ് നിയമം പാസ്സാക്കി അതുവഴി നിലവിൽ വരുന്ന ഒരു ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ആക്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ആക്ടിൽ പരാമർശിക്കുന്ന രീതിയിലായിരിക്കും ഈ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിൽ പറയും അതിൽ എത്രത്തോളം ഏതൊക്കെ ഏരിയയിൽ അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ചെയ്ത് വരുന്നുണ്ട്, അവരുടെ പവേഴ്സ് ഏതൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കാതെ ഒരു മിനിസ്ട്രി ആയിട്ട് നിൽക്കാതെ സെപ്പറേറ്റ് ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടാണ് ഈ ബിസിനസിന്റെ മാനേജ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ദ ആക്ട് ഡിഫൈൻസ് ഇറ്റ്സ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവേണിംഗ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഗവൺമെന്റ് ഇവരും തമ്മിൽ എങ്ങനെയാണ്, പിന്നെ അതേപോലെ ഇവർക്ക് വേണ്ട ഫണ്ടൊക്കെ ഇവർ തന്നെയാണ് എടുക്കുക അല്ലെ. ഇവരൊരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഗവേൺ ബൈ ആക്ട് ആയിരിക്കും അല്ലെ. ആക്ട് വഴിയാണ് അല്ലെ. സെറ്റപ്പ് അണ്ടർ ആക്ട് ഓഫ് പാർലമെന്റ് ആർ ഗവേൺ ബൈ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് വിച്ച് ഡിഫൈൻസ് ദ ഒബ്ജക്റ്റീവ്സ്, പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെ. അപ്പോൾ ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും പവേഴ്സ് ഇവർക്ക് ഏത് വരെ ചെയ്യാം, എങ്ങനെ ഫണ്ട് ജനറേറ്റ് ചെയ്യാം, എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ തീരുമാനങ്ങൾ സ്വയമായിട്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ആക്ട് വഴിയാണ് വരുന്നത്. ഓൺ ബൈ മാനേജ്മെന്റ് തന്നെയാണ് അല്ലെ. കംപ്ലീറ്റ്ലി ഓൺ ചെയ്യുന്ന മാനേജ്മെന്റ് ആയിരിക്കും. പക്ഷെ മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്ട് വഴി വന്നതുകൊണ്ട് തന്നെ ആ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. ഓക്കെ, പിന്നെ ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലേ. ഇവർ സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു മിനിസ്ട്രി ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ല. ഇവർ സെപ്പറേറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇവരെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അസറ്റ്സ് വാങ്ങിക്കാം, പിന്നെ അതുപോലെ തന്നെ കേസ് കൊടുക്കാം, കേസ് കിട്ടാം, എല്ലാം പറ്റും അല്ലേ. A statutory corporation is a body of corporate can be sued and be sued, enter into contract and acquire property in its own name അല്ലേ. സ്വന്തമായിട്ട് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വാങ്ങാം. പിന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അവരെന്താ ചെയ്യുക, അവർക്ക് വേണ്ട ഫണ്ട് അവരെന്നെ കണ്ടെത്തും. ഇനി ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കും, കടമായിട്ടാണ് വാങ്ങിക്കുക അല്ലേ. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ഒക്കെ വഴി ഇവർ അങ്ങനെയാണ് ഫണ്ട് റൈസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഇനി ഇതിന്റെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇത്രയാണ് അവരുടെ മെറിറ്റ്സ് വരുന്നത് അല്ലെ. ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ടായിരിക്കും ഇവർക്ക് അല്ലെ. ഫ്രീഡം ഫ്രം undesirable government regulations and control, government enjoy independence in their functioning, high degree of operational flexibility അല്ലെ. ആക്ട് വഴി വന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് അല്ല ഈ ബിസിനസ് ഓർഗനൈസേഷനെ നോക്കാൻ വേണ്ടി ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും. ആ ആൾക്കാർക്ക് സ്വയമായിട്ട് തീരുമാനിക്കാം, ആ ബിസിനസ്സിന് ലാഭം കിട്ടുന്ന തീരുമാനങ്ങൾ എടുക്കാം, കോൺട്രാക്ട് എടുക്കാം, ഒക്കെ അവർക്ക് മാനേജ് ചെയ്ത് പോവാം. പിന്നെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. ഗവൺമെന്റ് ജനറലി ഡസ് നോട്ട് ഇന്റർഫിയർ ഇൻ ദ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെ. ഗവൺമെന്റ് ഇവർക്ക് പൈസ കടം വാങ്ങിക്കുക ചെയ്യുക, വാങ്ങിക്കുന്ന പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്സിൽ പറഞ്ഞതുപോലെ പൈസ കൊടുത്തിട്ട് ആ പൈസ വെച്ച് കിട്ടിയ പണം തിരിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കണ്ട. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമസ് എൻറ്റിറ്റി ആണ്. These are autonomous organization frame their own policies, procedures within the powers assigned by them act അല്ലെ. അപ്പോൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, പോളിസീസ് എടുക്കാം, റൂൾസ് ക്രിയേറ്റ് ചെയ്യാം, അതിലൊന്നും ആരും ഇടപെടില്ല. പിന്നെ ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഗ്രോത്ത്. ഇവരെന്ത് ചെയ്യുന്നത്, എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയാണ്, ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ KSRTC അല്ലേ, KSRTC വഴിയൊക്കെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന പൈസയൊക്കെ നമ്മുടെ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ? ഇനി ഇവരുടെ മെറിറ്റ്സ് നോക്കാം. ക്ലിയർ? ഡീമെറിറ്റ്സ് നോക്കാം. അൺലിമിറ്റഡ് ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി, പൊളിറ്റിക്കൽ ഇൻറ്റർഫിയറൻസ്, കറപ്ഷൻ, ഡിലേ ഡിസിഷൻസ് ഒക്കെയാണ് ലിമിറ്റേഷൻസ് വരുന്നത് അല്ലേ.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ആക്ട് വഴി വന്ന് സ്പെഷ്യൽ ആക്ട്, സ്പെഷ്യൽ പവർ, റൂൾസ് ക്രിയേറ്റ് ചെയ്യാം, റെഗുലേഷൻസ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എപ്പോഴും അവരുടെ തലപ്പത്തുണ്ടാവും. അതുകൊണ്ട് അവർക്കൊരു തീരുമാനം എടുക്കുമ്പോൾ ഇയാൾ വഴി അല്ലാതെ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇൻ റിയാലിറ്റി all actions statutory corporations are subject to many rules and regulations, does not enjoy as much operational flexibility. നമ്മൾ പറയുന്ന അത്രത്തോളം ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ല. പിന്നെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടാവും. ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടിലൊക്കെ എന്തെങ്കിലും പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയം വരും അവിടെ. ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഹാസ് ഓൾവേസ് ബീൻ there in a major decisions or whether huge funds are involved അല്ലേ. ഇനി അടുത്തതാണ് കറപ്ഷൻ ഉള്ള ചാൻസ് ഉണ്ട് അല്ലെ. റാം കറപ്ഷൻ എക്സിസ്റ്റ് അല്ലേ. അവിടെ ഗവൺമെന്റിന്റെ ഒരു ഓണർഷിപ്പ് വരുന്നത് കൊണ്ട് തന്നെ ഓരോ പാർട്ടിയും മാറി മാറി 5 കൊല്ലം ഭരിക്കുമ്പോൾ തന്നെ പല പാർട്ടികളുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ എന്താവും, കറപ്ഷനും വരും. പിന്നെ ഡിലേ ഡിസിഷൻസ് ആണ്. ദ ഗവൺമെന്റ് ഹാസ് പ്രാക്ടീസ് അപ്പോയിന്റിംഗ് അഡ്വൈസർ ടു ദ കോർപ്പറേഷൻ ബോർഡ്. ദിസ് കർബ്സ് ദ ഫ്രീഡം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാമെങ്കിൽ പോലും ഇവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ഒരു റെപ്രസെൻറ്റേറ്റീവ് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ, സെറ്റ്. അപ്പോൾ അതൊക്കെയാണെന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായോ? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മനസ്സിലായോ? സെറ്റാണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് കമ്പനിയിലേക്ക് പോവാം. അതെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. പക്ഷെ ഇത് എങ്ങനെയാണ് നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ കമ്പനീസ് ആക്ട് വഴി എല്ലാ പ്രൈവറ്റ് സെക്ടേഴ്സിലെ കമ്പനികളും നിലവിൽ വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നിലവിൽ വരുന്ന കമ്പനീസ് ആക്ട് ഫോളോ ചെയ്ത് നിലവിൽ വരുന്ന ഒരു കമ്പനി ആയിരിക്കും ഇതും, ഈ ഒരു കമ്പനി അല്ലേ. പക്ഷെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഓണർഷിപ്പിന്റെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലെ മിനിമം 51% ഗവൺമെന്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത് എന്നുള്ളൂ. ഓക്കെ, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, a government company means a company in which not less than 51% of the paid up capital is held by the central government or by any state government, അല്ലെങ്കിൽ പാർഷ്യലി ഹോൾഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ രജിസ്ട്രേഷൻ ആയിരിക്കും അല്ലേ, ക്രിയേറ്റഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള രജിസ്ട്രേഷൻ വഴിയാണ് നിയമം വരുന്നത്. നമ്മൾ സാധാരണ മറ്റേ കമ്പനീസിന്റെ ഫോർമേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ, പ്രൊമോഷൻ, അതുപോലെ തന്നെ നമ്മളുടെ ഇൻകോർപ്പറേഷൻ ഒക്കെ ഇല്ലേ, അതേപോലെയാണ് വരുന്നത് ഈ കമ്പനി. ക്ലിയർ. പിന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിരിക്കും അല്ലേ. ഫയൽ എ സ്യൂട്ട് ഇൻ കോർട്ട് ഓഫ് ലോ അഗെയിൻസ്റ്റ് എനി തേർഡ് പാർട്ടി ആൻഡ് ബി സ്യൂഡ് അല്ലേ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കേസ് കൊടുക്കാനും കേസ് കിട്ടാനും ഇവർക്ക് വേണ്ടി പറ്റും, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ മെയിൻ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഉണ്ടാവും അല്ലേ. മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, എന്തിന് നിലവിൽ വന്നു എന്ന് പറയുന്ന ഡോക്യുമെന്റും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ബൈലോ ആണ് അല്ലെ, കമ്പനിയുടെ ഇന്റേണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തിലുണ്ടായിരിക്കും, ഈ ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും, മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയാണോ എല്ലാ കമ്പനികളിലും എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും ഇവരും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ, സെറ്റ്. പിന്നെ അക്കൗണ്ടിങ് ഓഡിറ്റ് എങ്ങനെയാണ്, എക്സംപ്റ്റ് ഫ്രം ദ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലേ. ചില കേസിൽ ഇവർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ മിനിമം 51% ആണെങ്കിൽ പോലും ചില കേസിൽ 100% ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാവും. അപ്പോൾ അവർ ഗവൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്റിംഗ് ഒക്കെ ആയിരിക്കും പോവുക. ക്ലിയർ. ഹലോ, ആരാണ് വൈകി വന്ന വസന്തം? ക്ലിയർ. ഇനി ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഷെയർസും പ്രൈവറ്റ് ഷെയർസും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നൊക്കെയാണ് സാധാരണ എല്ലാ കമ്പനീസിനും പോലെ തന്നെയാണ് ഇവരുടേതും വരുന്നത്. ഇനി ഇവരുടെ മെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അല്ലെ. എ ഗവൺമെന്റ് കമ്പനി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫുൾഫില്ലിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് വഴിയാണ് ഇവരെന്ത് വരുന്നത്, രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് അല്ലെ. എല്ലാ കമ്പനിക്കും എന്തുണ്ട്, ആ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഓട്ടോണമി ഉണ്ട്. കാരണം എന്താണ്, ഇവർ കമ്പനീസ് ആക്ട് പ്രകാരമാണ്, ഇവർക്ക് മറ്റേ ബൈലോ ഒക്കെ ഉണ്ടായിരിക്കും.
അല്ലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയുന്ന പോലെയൊക്കെ എനിക്ക് ഭരണം കാര്യങ്ങൾ ഉണ്ടാവുക. ഇറ്റ് എൻജോയ്സ് ഓട്ടോണമി ഇൻ ഓൾ മാനേജ്മെന്റ് ഡെസിഷൻസ്. പിന്നെ പ്രൊമോട്ട് ഹെൽത്തി ബിസിനസ് പ്രാക്ടീസസ് ആണ് അല്ലേ. ദ കമ്പനീസ് ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ് ആർ ഏബിൾ ടു കൺട്രോൾ ദ മാർക്കറ്റ് അല്ലെ. ഇവരുടെ ഒന്നാമത് ഇത് ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങളോടൊരു അക്കൗണ്ടബിലിറ്റി അവർ കീപ്പ് ചെയ്യും. ഓക്കെ, ബാക്കി എല്ലാ കമ്പനികളെയും പോലെ എപ്പോഴും ഈ ലാഭം ഉണ്ടാക്കുക എന്നുള്ള കാര്യമായിരിക്കില്ല ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ഫ്രീഡം ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ 100% കമ്പനി ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയുണ്ട്. സിൻസ് ദ ഗവൺമെന്റ് ഇസ് ദ ഓൺലി ഷെയർ ഹോൾഡർ ഇൻ സം ഓഫ് ദ കമ്പനീസ് ദ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് ഡസ് നോട്ട് ഹാവ് മച്ച് റെലവൻസ് അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്ട് കഴിയുന്ന വലിയ റെലവൻസ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, പിന്നെ എവേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ് എവേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി വിച്ച് എ കമ്പനി ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഷുഡ് ഹാവ്. ഇറ്റ്സ് നോട്ട് ആൻസറബിൾ ഡയറക്ട്ലി ടു ദ പാർലമെന്റ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 100% ഗവൺമെന്റിൻ്റെ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പോലെ തന്നെയുള്ള എന്താണ് കടമകൾ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് ഉണ്ടായിരിക്കും. മറ്റ് കമ്പനികളെ പോലെ ആയിരിക്കില്ല, മറ്റ് കമ്പനീസ് ആക്ട് വഴി വരുന്ന കമ്പനികളെ പോലെ ആയിരിക്കില്ല. പിന്നെ ഗവൺമെന്റ് കൺട്രോൾ, ഗവൺമെന്റ് ബീങ് ദ സോൾ ഷെയർ ഹോൾഡർ, ദ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റെസ്റ്റ് ദ ഹാൻഡ്സ് ഓഫ് ദ ഗവൺമെന്റ് റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗവൺമെന്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. കംപ്ലീറ്റ് ഗവൺമെന്റ് ഡിസിഷൻസ് തന്നെയായി മാറും. ക്ലിയർ? സെറ്റ്? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലെ വലിയൊരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിന് സ്ഥിരമായിട്ട് അല്ലേ 2024, 25, 24 അതുപോലെ തന്നെ 23, 22, 21, 20 ഈ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇയാളുടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെ, രാജ്യങ്ങളുടെ അതിർത്തി കടന്നുകൊണ്ട് ചെയ്യുന്ന ബിസിനസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ആ ഫോറിൻ കമ്പനീസ്. ഓക്കെ, ആ ഫോറിനേഴ്സ് ചാമ്പി അതന്നെ സെറ്റ്. ഓക്കെ, ഗ്ലോബൽ എൻ്റർപ്രൈസസ് ദസ് ആർ ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ അല്ലെ. ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് ആണ് which extended their industrial and marketing operation through a network അല്ലേ. Their branches in several countries. Their branches are also called majority owned foreign affiliates അല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ MOFA തന്നിട്ട് അത് അബ്രിവേറ്റ് ചെയ്താൻ വേണ്ടി പറയില്ല, ഫുൾ ഫോം ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അബ്രിവേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി പറ്റണം. മേജർ ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്ന് മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ്സ് എന്നാണ് MOFAൻ്റെത് വരുന്നത്. പഠിച്ചു വെച്ചു. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് നോക്കേണ്ടത്. ക്ലിയർ? സെറ്റ്? ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ് ആയിരിക്കും അല്ലേ. അതായത് ദേ ആർ ഏബിൾ ടു ടോപ്പ് അപ്പ് ഫണ്ട്സ് ഫ്രം ദ ഏബിൾ ടു ടാപ്പ് ഫണ്ട് ഫ്രം ദ. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. To tap fund from various sources. They may issue equity shares, debentures or bonds to the public. Because of their financial strength, they are able to survive under all circumstances അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസ് വേണം, ക്യാപിറ്റൽ വേണം. അപ്പോൾ അവർക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ എല്ലാ കമ്പനികളും ചെയ്യുന്നത് പോലെ തന്നെ ഷെയർ മാർക്കറ്റ് വഴി തന്നെയാണ് അവർ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എടുക്കുക. പിന്നെ അവിടെ എപ്പോഴും ഒരു ഫോറിൻ കൊളാബറേഷൻ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഒരു ഹോം കൺട്രിയും ഒരു അതുപോലെ ഇന്റർനാഷണൽ കൺട്രിയും തമ്മിലായിരിക്കും എപ്പോഴും നടക്കുന്നുണ്ടാവുക. ഗ്ലോബൽ എന്റർപ്രൈസസ് യൂഷ്വലി എൻ്റർ ഇൻ ടു എഗ്രിമെന്റ്സ് വിത്ത് ഇന്ത്യൻ കമ്പനീസ് ആൻഡ് പെർട്ടൈനിങ് ടു ദ സെയിൽ ഓഫ് ടെക്നോളജി, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, യൂസ് ഓഫ് ബ്രാൻഡ് നെയിംസ് ഫോർ ദ ഫൈനൽ പ്രോഡക്ട്സ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഗ്ലോബൽ എന്റർപ്രൈസസിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫ്രാഞ്ചൈസിങ്ങും അതുപോലെ തന്നെ ലൈസൻസിങ്ങും പിന്നെ ഹോളി ഓൺഡ് സബ്സിഡറീസ് അങ്ങനത്തെ പല കമ്പനികളുണ്ട് അല്ലെ, അവസാനത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണല്ലോ. അവിടെ ടെക്നോളജി സെയിൽ ചെയ്യും, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽ ചെയ്യും, അതേപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അവിടെ കൊളാബറേഷൻ നടക്കുക.
പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും ഈ ഗ്ലോബൽ എന്റർപ്രൈസസിന്റെ കയ്യിലുണ്ടാവും. മറ്റ് നമ്മുടെ സാധാരണ കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ ദീസ് എന്റർപ്രൈസസ് പ്രോസസ് ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റീസ് ഇൻ ദയർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ. അവർക്ക് വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. പിന്നെ പ്രോഡക്റ്റ് ഇന്നോവേഷൻ അവർ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. MNCs have highly sophisticated research and development departments engaged in the task of developing new products and superior designs അല്ലേ. ഇവർക്ക് എന്താണ് വലിയൊരു മാർക്കറ്റ് ടെറിട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും പ്രോഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ബിസിനസ്സിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സിൽ പഠിച്ചു ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കണം എപ്പോഴും എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഹ്യൂജ് അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള മാർക്കറ്റുകളാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടിരിക്കണം. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവർ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് ടെറിട്ടറി എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. ദെയർ ഓപ്പറേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ദ ഫിസിക്കൽ ബൗണ്ടറീസ് ഓഫ് ദെയർ ഓൺ കൺട്രി അല്ലേ. അവരുടെ സ്വന്തം രാജ്യത്തിന് അതീതമായിട്ട് അതിനപ്പുറത്ത് അതിർത്തികൾക്കും എല്ലാ രാജ്യങ്ങളുടെ അതിർത്തികളുടെ അപ്പുറത്തേക്കൊക്കെ അവർക്ക് എന്തുണ്ടായിരിക്കും, ബിസിനസ് മാർക്കറ്റ് ടെറിട്ടറി ഉണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും അല്ലേ. പിന്നെ അവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടെങ്കിലും ശരി അവരുടെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലേ. ഹെഡ് ഓഫീസിൽ നിന്ന് മാത്രമേ ഡിസിഷൻസ് വരൂ. ദേ ഹാവ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ദെയർ ഹോം കൺട്രി ആൻഡ് എക്സസൈസ് കൺട്രോൾ ഓവർ ഓൾ ബ്രാഞ്ചസ് അല്ലേ. മെയിൻ ഡിസിഷൻസ് എല്ലാം അവിടെ നിന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇതിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള PPP അല്ലേ. PPP ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേ PPP ആണ്. വിഴിഞ്ഞം പദ്ധതി PPP ആണ് അല്ലേ. PPP is therefore defined as a relationship between public and private entities in the context of infrastructure and other services. PPP എന്ന് പറയുന്ന പബ്ലിക് സെക്ടേഴ്സ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ റിസോഴ്സസും ഫണ്ടും എല്ലാം ഉണ്ടാവും. പക്ഷെ അതനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അത്രയും രീതിയിലുള്ള എംപ്ലോയീസ് ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങിക്കും. ഇവർക്ക് വേണ്ട ഫണ്ടും റിസോഴ്സസും എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാനും പറഞ്ഞു കൊടുക്കുക. പ്ലാന് ഇങ്ങനെയാണ്, ഞങ്ങൾക്കൊരു പാലം വേണം, ഇത്ര ഇവിടുന്ന് ആണ് വരുന്നത്, ഇന്ന കാരണം കൊണ്ടാണ് ആ പാലം ഉണ്ടാക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഐഡിയ പറഞ്ഞു കൊടുക്കും. പിന്നീട് അതനുസരിച്ചിട്ട് പ്ലാന് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും, പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഓണർഷിപ്പ് ആരുടെയിലേക്ക് തന്നെ പോകും, ഗവൺമെന്റിൽ തന്നെ തിരിച്ചു കിട്ടും അല്ലേ. അണ്ടർ ദ PPP മോഡൽ പബ്ലിക് സെക്ടർ പ്ലേസ് ആൻ important role and ensure that social obligations are fulfilled and sector reforms and public investment are successfully met അല്ലേ. അപ്പോൾ മെയിൻ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഏരിയാസിലാണ് നമ്മൾ PPP ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ അവർ കറക്റ്റായിട്ട് നമ്മളുടെ വേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞ പ്ലാൻ പ്രകാരം വേണ്ട എല്ലാം ചെയ്തു എന്ന്, കറക്റ്റായിട്ട് റിസോഴ്സസ് എല്ലാം അവർ യൂട്ടിലൈസ് ചെയ്തു എന്ന് എൻഷുർ ചെയ്യുന്നത് ആരായിരിക്കും, ആരായിരിക്കും, പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. ചേഞ്ച് ഇൻ റോൾ ഇൻ പബ്ലിക് സെക്ടേഴ്സ് അത് നിങ്ങൾക്ക് ഭയങ്കര കാര്യമായിട്ട് പഠിക്കണ്ട, ആ കാര്യമായിട്ട് പഠിക്കാനില്ല കേട്ടോ. ഇതുവരെ ഞാനത് ഒരു ഇതിലും കണ്ടിട്ടില്ല. നമ്മൾ ബാച്ചിൽ അത് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമല്ലേ ഡിസ്കസ് ചെയ്യുന്നത്, ഇത് വൺ ഷോട്ട് അല്ലേ. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ ഒരു PYQസിലും അത് ക്വസ്റ്റ്യനായിട്ട് വന്നത് കണ്ടിട്ടില്ല. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ, റെഡി അല്ലേ? പിന്നെ നമുക്കിനി പഠിക്കാനുള്ളത് എമേർജിങ് മോഡ്സ് ആണ്. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരമല്ലേ, നിങ്ങൾ എന്നെ തന്നെ കണ്ട് ബോറടിക്കുന്നുണ്ടാവും, യദുസാറിനെ വിളിക്കാം. ഓക്കെ, ഇനി യദുസാറിന് 2 ചാപ്റ്റർ ഉണ്ട്, 2 ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞോ. ഓക്കെ, അപ്പോൾ സാർ ഇപ്പോൾ വരും, എന്നിട്ട് ബാക്കി 2 ചാപ്റ്റേഴ്സ് സാർ എടുക്കുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ക്ലിയർ? ബാച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും എടുക്കും. അതാണ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് യൂട്യൂബിൽ നമുക്ക് എല്ലാ ബാച്ചിൽ ഈ ചാപ്റ്റർ 3 പാർട്ടായിട്ടല്ലേ പോയത്, 3 പാർട്ടായിട്ടാണ് ഇപ്പോൾ ചാപ്റ്റർ പോയിട്ടുണ്ടാവുക.
അപ്പം നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യില്ലല്ലോ. ഇവിടെ നമ്മൾ വൺ ഷോട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, റിവിഷൻ ആണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ നമുക്ക് വൺ ഷോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യരുത് നിങ്ങൾ. അതായത് നിങ്ങളൊരു ചാപ്റ്റർ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു കുട്ടികളും വൺ ഷോട്ട് കണ്ടു പഠിക്കരുത്. കാരണം നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ഐഡിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എക്സാം എഴുതാൻ നിങ്ങൾക്ക് അത് പോരാ. റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ആ ചാപ്റ്റർ അറിയാം, പക്ഷെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും, അതിപ്പോൾ ഇതെന്നല്ല, ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പോയി ക്ലാസ് കണ്ടാലും ശരി, വൺ ഷോട്ട് ഒരിക്കലും നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാനായിട്ട് എടുക്കേണ്ട ഒരു മെത്തേഡേ അല്ല. ഓക്കെ, സെറ്റ്, റെഡി അല്ലേ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ ഇതുപോലെ ഈ സമയത്ത് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എൻ്റെ ആണെങ്കിലും യദുസാറിൻ്റെ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാംസ് അക്കൗണ്ടിൽ നമ്മൾ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീലും PDF നോട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്ത് പഠിക്കുക അല്ലേ. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഫോർമാറ്റിൽ PDF ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതാണ്. ഓക്കെ ഓക്കെ, 2_ ഉണ്ട്, ഇവിടെ 2_ ഉണ്ട്. ഓക്കെ, ക്ലിയർ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഏത് സാറിന് മൈക്ക് കൈമാറട്ടെ. എനിക്ക് മൈക്കില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, സെറ്റ്. ഇല്ല, യെസ്, ഓക്കെ മക്കളെ, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി. അപ്പോൾ ആരും എവിടെയും പോകരുത്, ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പോവുക. കുറച്ച് നേരം AC ഒന്ന് ഓഫാക്കട്ടെ, ഇല്ലെങ്കിൽ നാളത്തേക്ക് സൈഡാവും. വയ്യ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് പോവാം. നമ്മളെ 4ാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബിസിനസ് സർവീസിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വലിയ ചാപ്റ്ററാണ് ഇതും. നമ്മളെ ഫോംസ് പോലെ തന്നെ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, വൺ സെക്കൻഡ്. യെസ്, ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? റെഡി, യെസ്. അപ്പോൾ ഈ നോട്ടും പെന്നൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എടുത്തു വെച്ചോ. ഓക്കെ, എടുത്തു വെച്ചോ. ഇതും വലിയ ചാപ്റ്ററാണ്. നമുക്ക് ഒരു 8 to 10 റേഞ്ചിൽ യെസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഓക്കെ, റെഡി, യെസ്. അപ്പം ബിസിനസ് സർവീസ് ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് സർവീസ് എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എന്താണ് സർവീസ് എന്നുള്ളത്, ഇത് സർവീസ് എന്ത്, അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്തു അങ്ങനെയൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ വരാറില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി വന്നാൽ നമുക്ക് എഴുതണം. ഓക്കെ, ബിസിനസ് സർവീസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് എന്നൊക്കെ എഴുതി തുടങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ എന്താണ് സർവീസ് എന്നുള്ള ആദ്യം എഴുതിയിരിക്കുക. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി ഓർ ബെനിഫിറ്റ് ഓഫേർഡ് ബൈ വൺ പാർട്ടി ടു അനദർ ദാറ്റ് ഈസ് എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ ആൻഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ എ ഓണർഷിപ്പ്. അല്ലെ, ആർക്കും എന്താ ഒരു ഓണർഷിപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന കാര്യമാണോ സർവീസ് എന്ന് പറയുന്നത്? അല്ലേ, ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ് എന്ത് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ ഈ ഒരു 5 നാച്ചുർ ഒന്നും പഠിച്ചു വയ്ക്കാം. ഓക്കെ, എന്തൊക്കെയാണ് സർവീസിന്റെ നാച്ചുർ എന്ന് പറയുന്നത്? ഒന്നാമത്തെ എന്താ? ഇൻടാഞ്ചിബിൾ ആയിരിക്കും, നമുക്ക് കാണാനില്ല അല്ലെ, കാണാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റമാണ് ഇത് എന്ന് പറയുന്നത്. യെസ്, നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എന്താണ്? യെസ്, ഇൻകൺസിസ്റ്റൻസ് ആണ് അല്ലെ. ഇതെന്താ? ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നമ്മൾക്ക് യെസ് എവിടെ? ഓക്കെ മക്കളെ, 1 സെക്കൻഡ്. ഓക്കെ, യെസ്, ഒരു കൺസിസ്റ്റൻസി നമുക്ക് എന്താ സർവീസിന്റെ കേസിൽ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. എന്താണ്? പലരും ഇപ്പോൾ സെയിം സർവീസ് തന്നെ
പലരും ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. സർവീസ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം ബിക്കോസ് ദേ ഡിപെൻഡ് ഓൺ ഈച്ച് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ അല്ലെ. ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടതിനനുസരിച്ച് എന്താണ് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് അത് കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ഇൻസെപ്പറബിലിറ്റി. ഇത് സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നതല്ല. എന്തിനെ ശ്രദ്ധിച്ചോ? സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂമർ അറ്റ് ദ സെയിം ടൈം. ഈ ഒരു പോയിന്റ് പ്രൊഡക്ഷനും കൺസംഷനും നടക്കുന്നത് എന്താണ് ഒരേ സമയത്താണ് അല്ലെ. സെപ്പറേറ്റ് ആയിട്ടല്ല അല്ലെ. പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, ഇൻടാക്കോസേവോ നമ്മൾ ട്രിക്ക്. ഓക്കെ ഓർമ്മയുണ്ട് അല്ലേ? ഓക്കെ സെറ്റ്, റെഡി. യെസ്. അപ്പൊ എന്താ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ അത് ഇന്ന് തന്നെ വിൽക്കണമെന്നുണ്ടോ? ഇല്ല, അത് പിന്നെ ഒരു സമയത്തായിരിക്കും നമ്മൾ വിൽക്കുക അല്ലെ. പക്ഷേ യെസ്, ഒരു സർവീസിന്റെ കേസ് എങ്ങനെയാ? അത് സെപ്പറേറ്റ് അല്ല അല്ലെ. എപ്പോ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അപ്പൊ തന്നെ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നാലാമത്തെ എന്താ? ഇൻവെന്ററി ആണ് അല്ലെ. ഇതിനെ നമുക്ക് എന്താ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ അല്ലെ? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ സർവീസിനെ? ഇല്ല അല്ലെ. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനോ ഒരു ഓണർഷിപ്പിൽ കൊണ്ടുവെക്കാനോ പറ്റുന്ന കാര്യമല്ല ഇത് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത്. യെസ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ഇൻവോൾവ്മെന്റ് ആണ് അല്ലെ. യെസ്. എങ്ങനെ? ആര് ഇൻവോൾവ്മെന്റ്? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് ഇസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ കസ്റ്റമർ ആണ് അല്ലെ. എന്താ ഒരു നമ്മളിപ്പോ പറഞ്ഞു ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നിടത്ത് തന്നെ നമ്മൾ എന്താ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവിടെ ആരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും? ഒരു കൺസ്യൂമറുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊരു സർവീസ് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത് ഡെലിവറി ചെയ്യപ്പെടുന്നുണ്ട്. സോ കൺസ്യൂമറുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം മക്കൾ എന്താ? യെസ്, ഈ ഒരു പോയിന്റ് അങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു 5 എണ്ണം അങ്ങോട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സർവീസ് എന്താണ് അതിന്റെ യെസ് നാച്ചുറൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി? അതായത് ഇത് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കൂല. സർവീസ് എന്ത്, നാച്ചുറൽ ഇത് അങ്ങനെയും ചോദിക്കൂല. പക്ഷേ സാർ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വൺ വേർഡ് ഒക്കെ ആയി ചോദിക്കാം അല്ലെ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യനിലൊക്കെ ഇപ്പോൾ എന്താ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഇൻവെന്ററി അല്ലെങ്കിൽ എന്താണ് ഇൻവോൾവ്മെന്റ് ഒക്കെ ഒറ്റ വേർഡ് തന്നിട്ട് യെസ് ഇത് സർവീസിന്റെ ഏത് നാച്ചുറാണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ലെ, അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. സോ പഠിച്ചു വെക്കേണ്ടതുണ്ട്. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ടൈപ്സ് ഓഫ് സർവീസസ് അല്ലെ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ എന്താ? സർവീസുകളെ കുറിച്ചാണ്, ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഓക്കെ അല്ലേ, റെഡി? അപ്പൊ നമുക്ക് ഈ 3 സർവീസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ 3 സർവീസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി? യെസ്. അപ്പം ഇതിലിതാ ഓരോന്നും ഒന്ന് നോക്കി വെക്കുക. ആദ്യം എന്താണ്? ബിസിനസ് സർവീസ്. അപ്പൊ ബിസിനസ് സർവീസിലാണ് നമുക്ക് ഈ ചാപ്റ്റർ ഇനി ഫുൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ബിസിനസ് സർവീസ് എന്താണുള്ളത്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, വാട്ട് ഈസ് ബിസിനസ് സർവീസ്? ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് സർവീസ് ആർ ദോസ് സർവീസ് വിച്ച് ആർ യൂസ്ഡ് ബൈ എന്താണ് ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് എന്റർപ്രൈസുകൾ യൂസ് ചെയ്യുന്ന അവർക്ക് ആവശ്യമുള്ള സർവീസുകളെ എന്ത് പറയാ? ബിസിനസ് സർവീസുകൾ എന്ന് പറയാ. ഓക്കെ, അപ്പൊ എന്നൊക്കെ പറയാം നമുക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ അതിൽ ഉൾപ്പെടും. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അതിനുശേഷം നമുക്ക് എന്താ? ഈ 2 സർവീസുകളെ കുറിച്ച് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. സോഷ്യൽ സർവീസ് എന്താ? സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് ആർ ഓഫേർഡ് വൾണറലി ടു അച്ചീവ് സോഷ്യൽ ഗോൾസ് ലൈക്ക് ഇംപ്രൂവിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫോർ ദ നീഡി. ഓക്കെ, ദീസ് ആർ ഓഫേർഡ് പ്രൊവൈഡ് ബൈ NGOs ഓർ ഗവൺമെന്റ് ഏജൻസീസ് യൂഷ്വലി അറ്റ് ലോ കോസ്റ്റ് അല്ലെ. ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. സോഷ്യലി അല്ലെ, സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോഷ്യലിന് ആവശ്യമായിട്ടുള്ള സർവീസാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സർവീസുകളാണ് ഇത് സോഷ്യൽ സർവീസുകൾ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹോസ്പിറ്റലും സ്കൂളും അതുപോലെ തന്നെ KSRTC ഒക്കെ. ഓക്കെ, യെസ്. അങ്ങനെ മൂന്നാമത്തെ പേഴ്സണൽ സർവീസ് അല്ലെ. ഓരോ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ട സർവീസുകൾ, അവർക്ക് ആവശ്യമുള്ള സർവീസുകളാണ് അല്ലെ. നമ്മൾ ടൂറിസം അല്ലെ, നമ്മൾ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുന്നതൊക്കെ എന്താണ്? പേഴ്സണൽ സർവീസുകളാണ്. അപ്പം ഇത് 3 എന്ത് നമുക്ക് പഠിക്കാനുള്ള സർവീസിന്റെ ടൈപ്പുകൾ. ഓക്കെ, പക്ഷെ നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? യെസ്, ബിസിനസ് സർവീസുകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പം നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? ഇതിലേക്ക് പോവുക, ബിസിനസ് സർവീസുകളിലേക്ക് പോവുക. ഓക്കെ അല്ലേ. അപ്പം ബിസിനസ് സർവീസിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? യെസ്, ഏതൊക്കെയാണ് നമുക്ക് ബിസിനസ് സർവീസുകളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ബാങ്കിങ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ അതിൽ ആദ്യത്തെ ഏതാണ്? നമുക്ക് ബാങ്കിങ്ങിനെ കുറിച്ച് തന്നെ പഠിക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചോളാം. ഇത് മാത്രം ഈ കാര്യം റെഡി. യെസ്, ഇത് ഇതേപോലെ പഠിച്ചു വെക്കണം എന്നല്ല പറയുന്നത്. ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്?
അത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ബാങ്കിനൊന്നും നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെയോ ടെക്സ്റ്റിലോ നോട്ടിലോ ഉള്ള ഡെഫിനിഷൻ ഒന്നും അല്ല ബാങ്കിങ് എന്നൊക്കെ പറയുന്ന ഹെഡിന് അണ്ടറിൽ നിങ്ങൾ എക്സാം പേപ്പറിൽ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾക്കറിയുന്ന കാര്യം. കാരണം ബാങ്ക് എന്നൊന്നും പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല. അയ്യോ യെസ് മക്കളെ എന്താ ഇത്, യെസ് 82 ലൈക്സ് ഓൺലി. മക്കളെ ഒന്ന് സെഞ്ചുറി അടിക്കതേ, ഇപ്പം അടിക്കണം സെഞ്ചുറി. വരട്ടെ ലൈക്ക് ചെയ്യാത്ത കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ. വേഗം സൗണ്ടൊക്കെ പോയിക്കല്ലേ ചേട്ടാ. Yes, okay. Appo endha banking? A banking company in India accepts money from the public as deposit, which can be withdrawn on demand and lend it to earn profit. Bank boosts economic activity by mobilizing saving, funding businesses, and offering financial service like interest, discount, and commission. അല്ലെ, പബ്ലിക്കിൽ നിന്ന് എന്താണ് അവരുടെ ഫണ്ട് സ്വീകരിക്കുകയും അല്ലെ ഡെപ്പോസിറ്റ് ആയി സ്വീകരിക്കുകയും അത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കുകയും അവരുടെ ഫണ്ട് എടുത്തിട്ട് എന്താ ആവശ്യക്കാർക്ക് കടമായിട്ടും കടത്തിനൊക്കെ എന്താ ലോണൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതെന്ന് ബാങ്ക് എന്ന് പറയുന്നത്. അല്ലെ, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ എന്താ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ബാങ്ക് ആണ്. അല്ലെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ് നമുക്ക് ഇതുപോലെ ലോണൊക്കെ തരുന്നതിലുള്ള ഇൻട്രസ്റ്റും പല കാര്യങ്ങളിലുള്ള കമ്മീഷനൊക്കെയാണ് ഇതെന്ന് ഒരു ബാങ്കിന്റെ എന്തെന്ന് പറയുന്നത് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ബാങ്ക് എന്താണെന്ന് അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, വൺ സെക്കൻഡ്. ഓക്കെ, ദെൻ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഈ കാര്യം പഠിച്ചാൽ മതി. ടൈപ്സ് ഓഫ് ബാങ്ക്, ബാങ്കിന്റെ ടൈപ്പുകൾ. ഇതാണ് നമുക്ക് അടുത്ത മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഏതൊക്കെയാണ് ബാങ്കിന്റെ ടൈപ്പുകൾ? 4 ബാങ്കുകളുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക്. ഓക്കെ, ബാങ്കിന്റെ ടൈപ്പായിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ സാധാ വാണിജ്യ ബാങ്കുകൾ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലോ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപാടുകൾ നടത്തുന്ന നമ്മുടെ ബാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ അതാ കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീലിംഗ് ഇൻ മണി. ദീസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 49 ആൻഡ് അക്കോർഡിംഗ് ടു ബാങ്കിംഗ് മീൻസ് accepting deposit of money from the public and purpose lending of investment. There are 2 type of commercial bank. Okay, public sector and private sector എന്നിങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് വീണ്ടും തരംതിരിക്കാം. ഓക്കെ, പബ്ലിക് സെക്ടർ ആൻഡ് വെയിറ്റിംഗ് ഫോർ ഇൻഷുറൻസ്. ഓക്കെ എത്തും, ഇപ്പം എത്തും. ഇൻഷുറൻസിലേക്കൊക്കെ നമ്മൾ ഇപ്പം പറന്നെത്തും. റെഡി? അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് അറിയാലോ അല്ലെ. സാധാരണ നമ്മളിപ്പോൾ എന്താണ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്? അത് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ മണി. ദീസ് ആർ ഗവേൺഡ് ബൈ ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഡീൽ ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഇത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ അതിൽ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ. പബ്ലിക് സെക്ടർ ബാങ്ക് ആർ ദോസ് വിച്ച് ഗവേൺഡ് ആസ് എ മേജർ സ്റ്റേക്ക് ഹാഡ്. ദേ യൂഷ്വലി നീഡ് ടു usually needed to emphasize on social objectives than പ്രോഫിറ്റബിലിറ്റി. അല്ലെ, പ്രോഫിറ്റബിലിറ്റിയേക്കാൾ എന്തിനാ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിന് ഉന്നമനം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന ഗവൺമെന്റ് അണ്ടറിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനികളെ എന്ത് പറയുക? പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുക. ഓക്കെ, അപ്പൊ എന്താക്കിയ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിൾ നമുക്ക് നമ്മുടെ SBIയും കാനറ ബാങ്കും ഒക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കും ഒക്കെ എന്തിനു പറയാം? നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എന്താണ് ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികളുടെയോ അണ്ടറിലുള്ളതായിരിക്കാം എന്തെന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതും എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ പ്രകാരം തന്നെയാണ് എന്താക്കുന്നതും പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കി വെക്കുക. HDFC, ICIC, ആക്സിസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്കും ഒക്കെ ഫെഡറൽ ബാങ്ക് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് എക്സാമ്പിളാണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ ബാങ്കിങ് നമ്മുടെ ബിസിനസ് സർവീസുകളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ബാങ്കിനെ കുറിച്ചാണ്. ബാങ്കിങ്ങിൽ എന്തിനാണ് നമ്മൾ പഠിക്കുക? ആദ്യം ബാങ്ക് എന്താണെന്ന് പഠിച്ചു, പിന്നെ അതിൻ്റെ 3-4 ടൈപ്പുകൾ പറഞ്ഞു, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്കുകളെ കുറിച്ചാണ് ഓർത്ത് വയ്ക്കുക. ഓക്കെ റെഡി? ദെൻ നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ഈ 5 പോയിന്റുകൾ അങ്ങോട്ട് പഠിച്ചുകൂടാം. 5 പോയിന്റുകൾ അങ്ങോട്ട് പഠിച്ചു വെച്ചുകൂടാ. സിമ്പിൾ ആണ്. ഒന്നാമത്തെ എന്താണ്? ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. അല്ല, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, പബ്ലിക്കിൽ നിന്നും ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുക. എങ്ങനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു? നമുക്കറിയാം, കറന്റ് അക്കൗണ്ട് ആയിട്ടും സേവിങ് അക്കൗണ്ട് ആയിട്ടും അതുപോലെ തന്നെ ഫിക്സ്ഡ് അക്കൗണ്ടുകളായിട്ടും ഒക്കെ എന്താണ് നമ്മുടെ ഫണ്ട് ആര് വാങ്ങി വെക്കുന്നു? ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങി വെക്കുന്നു.
നമ്മുടെ ബാങ്ക്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് വാങ്ങി വെക്കുന്നുണ്ട് അല്ലേ, എന്താ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. റെഡി? ഇതിനടുത്ത് എന്താ ലെൻഡിങ് ഓഫ് ഫണ്ടാണ് അല്ലെ. ഇങ്ങനെ വാങ്ങി വെച്ച ഫണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വെറുതെ ആടങ്ങനെ കാലാകാലം വെക്കുകയാണോ നമ്മൾ വിഡ്രോ ചെയ്യുന്നവരെ? അല്ല, അവരതെന്താ ആവശ്യക്കാർക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ ലെൻഡിങ് ഓഫ് ഫണ്ടാണ് അല്ലെ. സെക്കൻഡ് മേജർ ആക്ടിവിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ടു പ്രൊവൈഡ് ലോൺ ആൻഡ് അഡ്വാൻസ് ഔട്ട് ഓഫ് മണി അല്ലെ. ലോൺ ആൻഡ് അഡ്വാൻസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന എന്താ ലോണുകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ആവശ്യങ്ങളിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും അവർക്ക് കിട്ടുന്ന എന്താണ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് ഒരു ബാങ്കിന്റെ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലെൻഡിങ് ഫണ്ട് ഉണ്ട്. അടുത്തെന്താ ചെക്ക് ഫെസിലിറ്റീസ് അല്ലെ. നമ്മൾ എന്താണ് ഒരു ക്രെഡിറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് എന്താണ് ബാങ്ക് തരുന്ന ഒരു ഏറ്റവും നല്ലൊരു എന്താണ് നമുക്ക് തരുന്ന എന്താ പറയുക ഒരു സേവനം അല്ലെ, ഒരു സർവീസ് ആണ് എന്തെന്ന് ചെക്കിൻ അല്ലെ. ബാങ്ക് റെൻഡർ എ വെരി ഇമ്പോർട്ടൻറ്റ് സർവീസ് ടു ദെയർ കസ്റ്റമേഴ്സ് ബൈ കളക്ടിങ് ദെയർ ചെക്ക് ത്രൂ on other banks. The check is the most developed credit instrument അല്ലെ. ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു എന്താണ് വ്യക്തിക്ക് ഫണ്ട് കൊടുക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത് നമ്മുടെ ചെക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അതിനൊക്കെ അത്രയും ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക് ഫീച്ചർ ഉള്ള ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ചെക്ക് ഫെസിലിറ്റി അല്ലെ. ആ ഒരു ചെക്ക് ഫെസിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓർത്തോളാം. പിന്നെയോ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് നമുക്ക് എന്താ വേണ്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുക അല്ലെ. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ UPI ട്രാൻസാക്ഷൻ ആണ് അധികം നടത്തുക. പണ്ടൊക്കെ എന്താണ് ഇതാ മെയിൽ ഓർഡർ സർവീസും അതുപോലെ പേ ഓർഡർ തുടങ്ങി ഡ്രാഫ്റ്റ് കൊടുക്കുക അങ്ങനത്തെ എന്താ ഒരുപാട് പരിപാടികൾ പണ്ട് എന്ത് നടത്തിയിട്ടുണ്ട്. ബാങ്ക് നമുക്ക് സർവീസുകളായി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ അതൊക്കെ UPI ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിലാണ് അല്ലെ. എങ്കിലും എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ബാങ്ക് നമുക്ക് തരുന്ന ഒരു സേവനമാണ്. ഓക്കെ, ഇതിനടുത്ത് എന്താ അലൈഡ് സർവീസ് അല്ലെ. മറ്റ് സർവീസുകൾ ഇതൊന്നും അല്ലാത്ത മറ്റൊരുപാട് സർവീസുകളുണ്ട്. നമ്മുടെ ഫോൺ റീചാർജ് ചെയ്ത് തരും അല്ലെ, നമ്മുടെ വാട്ടർ ബില്ല് അടയ്ക്കും അല്ലെ, നമ്മുടെ പെൻഷൻ കാശ് അടയ്ക്കും, നമ്മുടെ ഇൻഷുറൻസ് അടയ്ക്കും. അങ്ങനെ എന്താ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യാറുണ്ട്? ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് ഇത് അലൈഡ് സർവീസിൽ പറയുന്നത്. അപ്പം ഈ 5 എണ്ണം മക്കൾ ഇവിടെ ഓർത്തോളുക ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സർവീസുകളായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ചോദിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? റെഡി? യെസ് 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 ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതാ ഈ ഒരു ബാങ്കിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? ഈ ബാങ്കിങ്ങും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, എന്താണ് ഈ ബാങ്കിങ്? അറിയാലോ, ഇലക്ട്രോണിക് ബാങ്കിങ് ആണെന്ന് അറിയാലോ അല്ലെ. ഇലക്ട്രോണിക് ബാങ്കിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ എന്താണ് ഈ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, പുതിയ ഡിജിറ്റൽ മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിങ്. ഓക്കെ, ബാങ്കിങ് സർവീസുകളൊക്കെ നമ്മൾ എന്താ ഇന്റർനെറ്റ് ത്രൂ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ത്രൂ നമ്മൾ ചെയ്യുന്നു. അതാണ് എന്തെന്ന് ഇലക്ട്രോണിക് ബാങ്കിങ് അല്ലെങ്കിൽ ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ട്രാൻസാക്ഷൻ നടത്തുന്നതും ബാങ്ക് എന്താണ് ഇപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും അല്ലെ, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണെങ്കിലും തുടങ്ങി എന്താ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിക് അല്ലെ, ഇലക്ട്രോണിക്കലി നമ്മൾ ചെയ്യുന്നതാണ് ഈ ബാങ്കിങ് അല്ലെ. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇ ബാങ്കിങ്ങിന്റെ ബെനിഫിറ്റും മക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, എന്തൊക്കെയാണ്? ഫെസിലിറ്റേറ്റ് ഡിജിറ്റൽ പേയ്മെന്റ്. ഓക്കെ, ഡിജിറ്റൽ പേയ്മെന്റ്സ് ടു പ്രൊമോട്ട് ദ ട്രാൻസ്പെറൻസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് 24 hours 365 days നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്നു കൊണ്ടോ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താ ഈ ബാങ്കിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. കാൽക്കുലേറ്റഡ് സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെ, നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പണ്ടത്തെ പോലെ ബാങ്കിലൊക്കെ ക്യൂ നിന്നിട്ടൊക്കെ ഡമ്മേ പണ്ടൊക്കെ ഒരു ബാങ്കിലൊക്കെ പോയാൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവില്ല അല്ലെ. യെസ്, വീട്ടിലൊക്കെ ചോദിച്ചാൽ മതി, ക്യൂ ഒക്കെ നിന്ന് സൈഡാവും. ബാങ്കിൽ പോകുക എന്ന് പറയുന്നത് ചടങ്ങ് പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല അല്ലെ, ഫുള്ള് നമുക്കെന്താ ഫോൺ ത്രൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സർവീസ് അതിൻ്റെ എന്താ ഒരു ബെനിഫിറ്റും നിങ്ങൾ എന്താ ഈ ബാങ്കിങ്ങിൻ്റെ കൂടെ ഒന്നങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ സാറ് ഡിന്നർ കഴിച്ചോ? ഇല്ലടാ, കഴിച്ചിട്ടില്ല. ലൈവ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, റെഡി? അപ്പോൾ ബാങ്കിങ്ങിൽ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് ബാങ്ക്, എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ 2 ടൈപ്പും. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് ബാങ്കുകൾ. റെഡി? ദെൻ ഈ ബാങ്കിങ്ങും അതിന്റെ ബെനിഫിറ്റും ഒന്ന് ഓർത്ത് വെച്ചോളാം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ്
ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞു, സെറ്റ്. സെക്കൻഡ് ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്, ഇൻഷുറൻസ്. ഏതാണ്? ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എഗ്രിമെന്റ് ആണ്. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള എഗ്രിമെന്റിനെ നമ്മൾ എന്ത് പറയാം? ഇൻഷുറൻസ് എന്ന് പറയാം. എന്ത് എഗ്രിമെന്റ് ആണത്? ഓക്കെ, എന്ത് എഗ്രിമെന്റ് ആണ്? എന്ത് എഗ്രിമെന്റാ? ഓക്കെ, പ്രോമിസ് ടു പേ ഫോർ ലോസ് ഇൻ റിട്ടേൺ ഫോർ എ ഫീ കോൾഡ് പ്രീമിയം. അല്ലെ, ഒരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നാശത്തിന് ഒരു റിട്ടേൺ തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ രണ്ട് വ്യക്തികൾ, ആരൊക്കെയാണ് രണ്ട് വ്യക്തികൾ? ഒന്ന് ഇൻഷുറൻസ് കമ്പനിയും മറ്റൊന്ന് ഇൻഷൂർഡും. അല്ലെ, ഒരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഷുറൻസ് എന്ന് പറയുക. ഓക്കെ, ഇൻഷുറൻസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ് ദ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ആണ്. എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ്? ഓക്കെ, എന്തൊക്കെയാണ് ഇൻഷുറൻസ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ? ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് പഠിച്ചു വെച്ചോ. 4 ഉള്ളൂ. ഒന്നാമത്തെ പ്രൊവൈഡിങ് സെർട്ടൈനിറ്റി ആണ്. അല്ലെ, അൺസെർട്ടൈൻസ് ആയിട്ട് സംഭവിക്കുന്നതിന് അൺസർട്ടൻ ആയിട്ടുള്ള ഇവന്റ്സിന്റെ റിസ്ക് നമുക്ക് എന്താകുന്നു? കുറഞ്ഞു കിട്ടുന്നു. അല്ലെ, ഇൻഷുറൻസ് പ്രൊവൈഡ് സെർട്ടനിറ്റി ഓഫ് പേയ്മെന്റ് ഫോർ ദ റിസ്ക് ഓഫ് ലോസസ്. ദർ ആർ അൺസർട്ടൻ ഓഫ് ഹാപ്പനിങ് ഓഫ് ടൈം ആൻഡ് എമൗണ്ട് ഓഫ് ലോസ്. അല്ലെ, അൺസർട്ടൻ ആയിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ലോസുകളൊക്കെ എന്താ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നു. ആ റിസ്കിനെ കുറച്ച് കൊണ്ടുവരാൻ ആര് സഹായിക്കുന്നു? ഇൻഷുറൻസ് സഹായിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് ഫംഗ്ഷൻ. ഓക്കെ, സെക്കൻഡ് എന്താ? പ്രൊട്ടക്ഷൻ. അല്ലെ, നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് തരുന്നത്. അല്ലെ, സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രം probable chance of losses. Insurance can be stopped to stop the happening of a risk or event but can compensate of losses arising out of it. അല്ലെ, എന്താണ്? ഒരു പ്രോഫിറ്റ് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു നാശനഷ്ടം അല്ലെങ്കിൽ നാശം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉണ്ടാകുന്ന ഒരു ലോസ്, അല്ലെ, അത് നമുക്ക് എന്താകുന്നുണ്ട്? ഇതിലൂടെ നികത്തി കിട്ടുന്നുണ്ട്. അല്ലെ, എക്സെപ്റ്റ് ചെയ്ത് ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, അപ്പം ആ ഒരു ലോസിനെ നമുക്ക് എന്താ കുറച്ചെടുക്കാൻ പറ്റുന്നു? ദെൻ റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നു. അല്ലെ, ഇൻഷുറൻസിൽ എന്താ ചെയ്യുന്നത്? ഒരുപാട് ആളുകളിൽ നിന്നും കിട്ടുന്ന പ്രീമിയം അല്ലെ ഇൻഷുറൻസിന്റെ പ്രീമിയം കളക്ട് ചെയ്തിട്ട് അതിൽ നാശനഷ്ടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, അതാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്. സെറ്റ്. അപ്പൊ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? റിസ്ക്. അല്ലെ, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന റിസ്കിനെ മറ്റൊരുപാട് വ്യക്തികളിലേക്ക് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യപ്പെടുന്നു. അല്ലെ, റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നു. ദെൻ നാലാമത്തെ എന്താണ്? അസിസ്റ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താണ്? ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന എന്തൊക്കെയുണ്ട്? ഇതുപോലെ ഒരുപാട് പ്രീമിയം ഉണ്ടാവില്ലേ? ഇതൊക്കെ അവരെന്താ ചെയ്യുന്നത്? ബാങ്ക് പോലെ എങ്ങനെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കണോ? അല്ല, അതവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട്. ഓക്കെ മക്കളെ, വൺ സെക്കൻഡ്. ഓക്കെ മക്കളെ, വൺ സെക്കൻഡ്. TV. Okay. Yes. Okay. അപ്പൊ മക്കളെ, എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്ന ഈ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒരുപാട് ഇപ്പൊ ഗവൺമെന്റിന്റെ ഒക്കെ ഒരുപാട് എന്താണ് ഇപ്പൊ എന്താ പറയാ ഈ പ്രോഗ്രാംസിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നതാണ്. അക്യുമുലേറ്റഡ് ഫണ്ട് ഓഫ് ദ ഇൻഷുറൻസ് റിസീവ്ഡ് ബൈ പ്രീമിയം ബൈ വേ ഓഫ് പ്രീമിയം പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ആർ ഇൻവെസ്റ്റഡ് ഇൻ വാരിയസ് പല സ്കീമുകളിലും. ഓക്കെ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റിംഗ് സ്കീമുകളിലൊക്കെ എന്താക്കുന്നുണ്ട്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, അപ്പൊ എന്താ അത് ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 എന്താ ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് ആയിട്ട് മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. 4 പോയിന്റുകൾ മാത്രം എഴുതി വെച്ചൂടാ, പഠിച്ചൂടാ. ഓക്കെ, ഫങ്ഷൻസ്. ഓക്കെ, അപ്പം ഇൻഷുറൻസിന്റെ ഫങ്ഷൻ കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടതാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആണ്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, ഒരു 7 ഉണ്ട്. നമ്മുടെ കോഡായിരുന്നു. ഓക്കെ, കോഡ് വേണ്ടവർക്ക് യൂസ് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 7 പ്രിൻസിപ്പിൾസ് അങ്ങോട്ട് പഠിച്ച് വെച്ചൂടാ. പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ട് പഠിക്കണം മക്കളെ. ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നാമത്തെ എന്താണ്? അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അല്ലെ, എന്താണ്? വിശ്വാസമാണ്. അല്ലെ, പരസ്പരം തമ്മിലുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് നമ്മുടെ
ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയോടും അതുപോലെ തന്നെ ആ വ്യക്തിയും അവർ രണ്ട് ആൾക്കാരും തമ്മിലുള്ള പരസ്പര വിശ്വാസം. ഓക്കെ, ഏതാ ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ബോത്ത് ദ ഇൻഷുറർ ആൻഡ് ദി ഇൻഷുറർ മസ്റ്റ് ഷെയർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഓണസ്റ്റ്ലി. ദ ഇൻഷുർഡ് മസ്റ്റ് ടെൽ എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി അഫക്ട് ദ റിസ്ക്. അല്ലെ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ തുറന്ന് പറഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് അസുഖമുണ്ടോ നമ്മൾ പറയണം. ഓക്കെ, യെസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കണം, തുറന്ന് പറയണം. അപ്പോൾ ഒരു ട്രസ്റ്റിന്റെ പുറത്തുള്ളതാണ് ഏത്, യെസ്, നമ്മുടെ യെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്. സെക്കൻഡ് എന്താ, യെസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അല്ലെ, നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വസ്തു ആയാലും അതിപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ജീവൻ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വസ്തു കൊണ്ടോ നമുക്കെന്താ എന്തെങ്കിലും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ഇമോഷണലി ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സോ അങ്ങനെയുള്ളതേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ദ പേഴ്സൺ ബൈയിങ് ഇൻഷുറൻസ് മസ്റ്റ് ഹാവ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ തിങ്. അല്ലെ, ആ ഒരു തിങ്കിൽ നമുക്ക് എന്താ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഓക്കെ, സഫർ മണി ഓർ ലോസ് ഓർ ഡാമേജ് ഓർ ലോസ്, നമുക്ക് അതിൽ നിന്ന് എന്താ ഒരു പണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെ ആയിട്ടുള്ള ഒരു നഷ്ടം സംഭവിക്കണം ഡയറക്ട്ലി, എങ്കിൽ മാത്രമേ നമുക്ക് അതിനോട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, തേർഡ് എന്താ, ഇൻഡെംനിറ്റി. ഓക്കെ, എന്താണ് ഇൻഡെംനിറ്റി? ശ്രദ്ധിച്ചോ, എക്സെപ്റ്റ് ദ ലൈഫ് ഇൻഷുറൻസ്. അല്ലെ, നഷ്ടം നികത്തലാണ്. അല്ലെ, അപ്പൊ എന്താ, ലൈഫ് ഇൻഷുറൻസ് ഒഴിച്ച് ദ ഇൻഷുർഡ് ഗെറ്റ് കോമ്പൻസേഷൻ ഈക്വൽ ടു ദ ആക്ച്വൽ ലോസ്. അല്ലെ, മറ്റേത് ഇൻഷുറൻസിലാണെങ്കിലും നമുക്ക് എത്ര ലോസ് സംഭവിച്ചു അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടും, ലൈഫ് ഇൻഷുറൻസിന് ഒഴിച്ച്. അല്ലെ, അപ്പൊ ഇൻഡെംനിറ്റി അതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, സോറി പ്രിൻസിപ്പിൾ ആണ്. ഇതിനടുത്ത് എന്താ, സബ്രഗേഷൻ. എന്താ സബ്രഗേഷൻ? പകരം കൊടുക്കൽ എന്നാണ് പേടി. അല്ലെ, പകരം കൊടുക്കൽ, അതായത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആ ഒരു സാധനം. അല്ലെ, അതിനെന്താണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഫയർ ഒക്കെ സംഭവിച്ചാലോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, എമൗണ്ട് കിട്ടുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ആ ഒരു യെസ് ഐറ്റം എന്താണോ അത് പിന്നെ ആർക്കുള്ളതാ, ഇൻഷുറൻസ് കമ്പനിക്കുള്ള. ഇൻഷുറൻസ് കമ്പനിയാണ് പിന്നെ അതിന്റെ ഉടമസ്ഥൻ. സോ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മളത് കൈമാറണം, പകരം കൊടുക്കണം, സബ്രഗേഷൻ ആണ്. ഓക്കെ, റെഡി. അഞ്ചാമത് എന്താ, കോസ പ്രോക്സിമ. എന്താണ് കോസ പ്രോക്സിമ? അല്ലെ, എന്തായിരിക്കണം കാരണം, അത് തന്നെയായിരിക്കണം. അതായത് ഇപ്പം യെസ്, ഇപ്പം നമ്മളതാ ഫയർ ഇൻഷുറൻസ് എടുത്തു. അല്ലെ, നമ്മുടെ വീടിന് ഫയർ ഇൻഷുറൻസ് എടുത്തു. പക്ഷേ നമ്മുടെ വീടിന് എന്താണ്, തെങ്ങ് വീണ് പൊളിഞ്ഞു പോയി എന്ന് വിചാരിക്കാം. അല്ലെ, വല്ല മരം വീണ്, നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല. അല്ലെ, എന്ത് വരണം, തീപിടുത്തത്തിൽ മാത്രം എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻഷുറൻസ് കിട്ടുള്ളൂ. സോ കോസ പ്രോക്സിമ. അല്ലെ, എന്താണോ ആ ഒരു കാരണം അത് തന്നെയായിരിക്കണം, ഡയറക്റ്റ് അത് തന്നെ എന്താ ഉണ്ടാവണം. ഓക്കെ, അടുത്തെന്താ, കോൺട്രിബ്യൂഷൻ. സെറ്റ്. ഓക്കെ, എന്താ കോൺട്രിബ്യൂഷൻ? യെസ്, അതായത് പലരും ചെയ്യുന്നത് കാര്യമാണ്. അല്ലെ, ഉടായിപ്പറക്കും. ഒരേ സാധനത്തിന് തന്നെ രണ്ട് ഇൻഷുറൻസ് എടുക്കുന്നു. അല്ലെ, രണ്ട് ഇൻഷുറൻസ് കമ്പനി പോയി രണ്ട് ഇൻഷുറൻസ് എടുത്താൽ എന്താ, അവർ വിചാരിക്കും നമുക്ക് രണ്ടിടത്തു നിന്ന് എമൗണ്ട് കിട്ടിയല്ലോ. അങ്ങനെ കിട്ടുമോ? ഇല്ല. അല്ലേ, ഇഫ് ദ സെയിം പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് വിത്ത് മൾട്ടിപ്പിൾ ഇൻഷുറർ ദ ഇൻഷുറർ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി അപ് ടു ദ ആക്ച്വൽ ലോസ്. ആണല്ലോ, ഈ രണ്ട് ഇൻഷുറൻസ് കമ്പനികളും എന്ത് നോക്കുന്നു, യെസ് അവരുടെ എത്രയാ ടോട്ടൽ ലോസ് നോക്കും. അല്ലെ, എന്നിട്ടോ ഇവർക്ക് രണ്ടുപേർക്കും അടച്ചിട്ടുള്ള എന്താ പ്രീമിയത്തിന്റെ ഒക്കെ ബേസിൽ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ലോസിനെ ഷെയർ ചെയ്ത് കൊണ്ടിട്ട് ഇയാൾക്ക് കൊടുക്കുള്ളൂ. അല്ലാതെ രണ്ട് സ്ഥലത്ത് നിന്ന് എന്താ നമുക്ക് കിട്ടുമൊന്നുമില്ല. ഓക്കെ, അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് ഏഴാമത്തെ എന്താ, മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ്. അല്ലെ, ഇൻഷൂർ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെ, തീപിടുത്തം നടക്കുന്ന സമയത്ത് തീപിടുത്തം നടന്നേ എൻ്റെ വീട് കത്തുന്നേ എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ നമ്മുടെ ഇൻഷുറൻസിന്റെ ആ ഒരു അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ വരെ ആർക്ക് അവകാശമുണ്ട്, ഇൻഷുറൻസ് കമ്പനിക്ക് അവകാശമുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. റെഡി? യെസ്. അപ്പോൾ എന്താ, നമ്മൾ ആ ഒരു ലോസ് കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം. സോ അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇൻഷുറൻസ് മസ്റ്റ് ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്പ് ടു റെഡ്യൂസ് ദ ലോസ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ 7 പോയിന്റുകൾ ആദ്യം ഇൻഷുറൻസിൽ അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഇൻഷുറൻസിൽ ഒരു 4 ഫംഗ്ഷൻസും പഠിച്ചു, ഒരു 7 പ്രിൻസിപ്പിൾസും പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഫംഗ്ഷൻസിലുള്ള ആദ്യത്തെ 4 പോയിന്റ് നിങ്ങൾക്ക് എന്താ പോയിന്റ് കിട്ടിയാൽ ചിലപ്പോൾ നിങ്ങൾ എഴുതും. അല്ലേ? യെസ്, പ്രൊവൈഡിങ് അൺസർട്ടനിറ്റി, പ്രൊട്ടക്ഷൻ, റിസ്ക് ഷെയറിംഗ്, അസിസ്റ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ. അത് നിങ്ങൾക്ക് എന്താ പോയിന്റ് തന്നെ കിട്ടും. പക്ഷേ യെസ്, പ്രിൻസിപ്പലിലുള്ള ഈ ഒരു 7 പോയിന്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അല്ലെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഒന്നും കിട്ടുന്നില്ലല്ലോ. അല്ലെ, അത് ചിലപ്പോൾ എന്താ നമുക്ക് ആ ടേമിൽ നിന്നും അതിന്റെ മീനിങ് ഊഹിച്ചെടുക്കാൻ പറ്റില്ല. സോ പഠിക്കണം. ഓക്കെ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫിറ്റ് എന്താണ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റിൽ എന്താണ് പറയുന്നത്, ഇൻഡെംനിറ്റിയിൽ എന്താണ് പറയുന്നത്, സബ്രഗേഷനിൽ എന്താണ് പറയുന്നത്, കോസ പ്രോക്സിമ എന്താണ് പറയുന്നത്, കോൺട്രിബ്യൂഷൻ എന്താണ് പറയുന്നത്, മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്താണ് പറയുന്നത്, അത് പഠിച്ചോളാം.
ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ പ്രിൻസിപ്പിൾസും ഫങ്ഷൻസും നിർബന്ധമായിട്ടും പഠിച്ചോളാ. ഇനി അടുത്ത ഐറ്റം ടൈപ്സ് ആണ്, ഇൻഷുറൻസിന്റെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പം 4 ടൈപ്സ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, ലൈഫ്, മറൈന്, ഫയർ ആൻഡ് അതർ, ഇതൊക്കെ അതർ ഇൻഷുറൻസിൽ വരുന്ന ഐറ്റംസ് ആണ്. ജസ്റ്റ് ഒന്ന് പേര് നോക്കി വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് അറിയാലോ, ജീവൻ അല്ലെ, നമ്മുടെ ജീവിതം. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് വെയർ ഇൻഷുറൻസ് കമ്പനി അഗ്രി ടു പേ എ ഫിക്സ്ഡ് എമൗണ്ട് ടു ദ ഇൻഷുർഡ് ഓർ ദെയർ ഫാമിലി either on death or after set period in return for regular payment called പ്രീമിയം. അല്ലെ, ഒരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ നമ്മളെ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം പീരീഡിന് ശേഷമോ നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നോമിനികൾക്കോ അല്ലെങ്കിൽ അവകാശമുള്ള ആളുകൾക്കോ നിശ്ചിതമായിട്ടുള്ള എമൗണ്ടുകൾ ടൈം പീരീഡ് ബേസിലോ അല്ലെങ്കിൽ ഒരുമിച്ചോ കിട്ടിക്കൊള്ളാം എന്നുള്ള രീതിയിലുള്ള നമ്മളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള എഗ്രിമെന്റിനെ നമ്മൾ എന്ത് പറയുക, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് അഷുറൻസ് നോട്ട് ഇൻഡെംനിറ്റി. ഈ പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക അല്ലെ. ഇത് എന്തിന്റെ കോൺട്രാക്റ്റാ? ഒരു അഷുറൻസ് അല്ലെ, ഒരു അഷുറൻസ് തരുന്ന, ഓക്കെ, ഒരു സുരക്ഷിതത്വം തരുന്നത് മാത്രം എന്നുള്ള രീതിയിൽ, അല്ലാതെ നഷ്ടം നികത്തുന്നതല്ല, ഇൻഡെംനിറ്റി അല്ല, നഷ്ടം നികത്തി തരില്ല അല്ലെ. ഒരാൾ മരിച്ചു പോയാൽ അതിന് എത്ര എമൗണ്ട് കിട്ടിയാൽ നമുക്ക് മതിയാവോ? ഇല്ല അല്ലെ. എന്താണ്, ജീവന് തുല്യമായിട്ട് നമുക്ക് അങ്ങനെ പൈസ വെച്ചൊന്നും അളക്കാൻ പറ്റുന്നതല്ല അല്ലെ. അപ്പൊ അത് നഷ്ടം നികത്തലല്ല, ജസ്റ്റ് നമുക്ക് ഒരു അഷ്യൂറൻസ് മാത്രമാണ് ഇത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പഠിച്ചൂടാ. ഓക്കെ, യെസ്. അപ്പം ഈ ലൈഫ് ഇൻഷുറൻസ് കുറച്ച് ടൈപ്പ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കൈൻഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് അല്ലെ. എന്തൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ടൈപ്സുകൾ? നമുക്ക് ഇത്രയും ഒരു 4 ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓൾ ലൈഫ് പോളിസി ഉണ്ട്. ഓൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആജീവനാന്തം പേയ്മെന്റ് അടച്ചുകൊണ്ടിരിക്കുക, പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ മരിക്കുന്നത് വരെ അടയ്ക്കുക എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോമിനീസിന് ആ ഒരു എമൗണ്ട് കിട്ടുന്നതാണ് ഇത് ഓൾ ലൈഫ് പോളിസി. അടുത്തെന്തുണ്ട്? എൻഡോമെന്റ് പോളിസി ഉണ്ട്. ഇത്ര നിശ്ചിത കാലത്തേക്ക് 10 വർഷം, 11 വർഷം, 5 വർഷം, 20 വർഷം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അല്ലെ. അപ്പൊ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ നമ്മളെ നോമിനികൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അതില്ലെങ്കിൽ അതിനുശേഷം ആ ഒരു എമൗണ്ട് ഒക്കെ നമ്മളെ കയ്യിലേക്ക് തിരിച്ചു കിട്ടും. അതാണിത് നമ്മളെ എൻഡോമെന്റ് പോളിസി. അടുത്തുണ്ട് ജോയിന്റ് ലൈഫ് പോളിസി അല്ലെ. കപ്പിൾസ് എടുക്കുന്നതാണ് അല്ലെ. ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ലൈഫ് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങട്ടെ എന്നുള്ള രീതിയിൽ അവർ ഒരുമിച്ച് എടുക്കുന്നതാണ് ഇത് ജോയിന്റ് ലൈഫ് പോളിസി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എടുക്കും. ഓക്കെ, അതാണ് ജോയിന്റ് ലൈഫ് പോളിസി. ദെൻ ആന്വിറ്റി പോളിസി ഉണ്ട്. ഇതും ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് റിട്ടയർ ലൈഫൊക്കെ ആസ്വദിക്കാൻ പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അതായത് ദീസ് പോളിസി റെഗുലർ പേയ്മെന്റ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻഷുർഡ് റീച്ചസ് എ സെർട്ടൈൻ ഏജ്. ഒരു ഏജിന് ശേഷമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്രീമിയം ക്യാൻ ബി പെയ്ഡ് ഇൻ ദ ഇൻസ്റ്റാൾമെന്റ് ഓർ എ ലംസം അല്ലെ, ഒരുമിച്ചായിട്ടോ അല്ലെങ്കിൽ പ്രീമിയം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ നമുക്ക് പ്രീമിയം അടയ്ക്കാം. ഇറ്റ് സ്യൂട്ട് ദോസ് സ്റ്റഡി ഇൻകം ആഫ്റ്റർ റിട്ടയർമെന്റ് അല്ലെ. റിട്ടയർമെന്റിന് ശേഷം ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് മന്ത്ലി ഇൻകം ഒക്കെ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ളതാണ് ഇത് നമ്മുടെ ആന്വിറ്റി പോളിസി. ഓക്കെ, ദെൻ ലാസ്റ്റ് ഉണ്ട് ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി അല്ലെ. കുട്ടികൾക്ക് വേണ്ടിയാണ് അല്ലെ. കുട്ടികളുടെ ഇപ്പം ഫ്യൂച്ചർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് അച്ഛനമ്മമാർക്കൊക്കെ എടുക്കാൻ വരുന്നതാണ് ഇത് ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? റെഡി. അപ്പം ടൈപ്പിൽ ആദ്യം ലൈഫ് ഇൻഷുറൻസിന്റെ ഈ ഒരു 4-5 ടൈപ്പ് മക്കളൊന്ന് പഠിച്ചു വയ്ക്കുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ സെക്കൻഡ് ടൈപ്പാണ് ഏത് നമ്മുടെ ഫയർ ഇൻഷുറൻസ്. ഓക്കെ, ഫയർ ഇൻഷുറൻസ് അറിയാലോ അല്ല. എന്താണ് ഫയർ ഫയർ ഇൻഷുറൻസ് ഈസ് എ 1 year കോൺട്രാക്ട്. ഓക്കെ, ഇത് മെയിൻ പോയിന്റ് ആണ്. 1 yearലേക്ക് മാത്രമേ നമുക്ക് ഫയർ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. വേർ ദ ഇൻഷുറർ പെയർ ദ ഡാമേജ് കോസ്ഡ് ബൈ ദ ആക്സിഡന്റൽ ഫയർ. ഓക്കെ, അതെന്താ ഫയറിലൂടെ തീപിടുത്തത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കാനും പാടുള്ളൂ. ദ പോളിസി മസ്റ്റ് ബി റിന്യൂഡ് ഇയർലി. പ്രീമിയം ക്യാൻ ബി പെയ്ഡ് ഇൻ ഫുൾ ഓർ പാർട്ട് അല്ലെ. ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ നമുക്ക് അതിന്റെ പ്രീമിയം അടയ്ക്കാവുന്നതാണ്. അപ്പൊ ഇതിൽ ദർ മസ്റ്റ് ബി ആക്ച്വൽ ലോസ്. അവിടെ തീപിടുത്തം കൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിരിക്കുക വേണം. ഫയർ മസ്റ്റ് ബി ആക്സിഡന്റൽ അല്ലെ. തീപിടുത്തം ആക്സിഡന്റൽ ആയിട്ട് തന്നെ സംഭവിക്കുകയും വേണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫയർ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, റെഡി. അപ്പോ ഒന്ന് ഓർത്ത് വെച്ചോളാം ഫയർ ഇൻഷുറൻസ് എന്ത് എന്നുള്ളത്. ഓക്കെ, റെഡി. അടുത്തത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കപ്പൽ. ഓക്കെ, മറൈൻ ഇൻഷുറൻസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ലോസ്റ്റ് ഓർ ഡാമേജ് ടു ഷിപ്പ്, കാർഗോ ആൻഡ് ഫ്രൈറ്റ്
ക്രോസ്ഡ് ബൈ സീ റിസ്ക് ലൈക്ക് കൊളിഷൻ, ഫയർ, പൈറസി ഓർ എനിമി അറ്റാക്ക് അല്ലെ. ഇതുപോലെ റോക്കി ബായ് പോയ പോലെ പോകുമ്പോഴൊക്കെ എന്ത് സംഭവിക്കാം? റോക്കി ബായുടെ നേരെ എന്ത് വന്നു? മിസൈൽ വന്നു. ജീവശ്വാസമായി വെങ്കേനമായി എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി ബായ് കടലിൽ മുങ്ങിപ്പോയി അല്ലെ. ആ കപ്പൽ പൊട്ടി തകർന്നു പോയി. അപ്പോൾ അതുപോലുള്ള പല അറ്റാക്കുകളും അല്ലെങ്കിൽ എനിമി അല്ലെ അറ്റാക്കുകൾ, അല്ലെങ്കിൽ എന്താ പൈറസി, കള്ളന്മാരത്ത് എന്താ വരിക, കടൽ കൊള്ളക്കാർ വരിക, അല്ലെങ്കിൽ എന്താ ഫയർ, തീപിടുത്തം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടൈറ്റാനിക് ഇടിച്ചതുപോലെ മഞ്ഞുകട്ടയിൽ പോയി ഇടിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കപ്പൽ കടലിൽ കൂടെ പോകുമ്പോൾ നേരിടാറുണ്ട്, അറിയാലോ. യെസ്. അപ്പോൾ അതിനെതിരെ എന്താണ് കപ്പൽ കമ്പനി എടുത്തു വെക്കുന്ന ഇൻഷുറൻസിനെ നമ്മൾ എന്ത് പറയുക? മറൈൻ ഇൻഷുറൻസ് എന്ന് പറയുക. അതിനെന്താ നിശ്ചിതമായിട്ടുള്ള ഒരു പ്രീമിയവും നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഈ മറൈൻ ഇൻഷുറൻസിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഷിപ്പ്, ഹൾ ഇൻഷുറൻസ്, കാർഗോ ഗുഡ്സ് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ആ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടൈപ്പായിട്ട് മക്കൾ പഠിച്ചു വെച്ചോളാം. ഷിപ്പ് ഓർ ഹൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പലിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, കപ്പലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. യെസ്. അങ്ങനെയെങ്കിൽ കാർഗോ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പലിൽ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ഗുഡ്സ് എന്താണോ അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ. കാർഗോ വിൽ ബി ബീങ് ട്രാൻസ്പോർട്ടഡ് ബൈ ഷിപ്പ് ഈസ് സബ്ജക്റ്റഡ് ടു മെനി റിസ്ക്. ദിസ് മേ ബി പോർട്ട്, ദാറ്റ് ഈസ് റിസ്ക് ഓഫ് തെഫ്റ്റ്, അല്ലെങ്കിൽ എന്താ ലോസ് ഓഫ് ഗുഡ്സ്, അല്ലെ വോയേജ്, അങ്ങനെ എന്താ പല പ്രശ്നങ്ങളുണ്ടാവും. കള്ളന്മാരെ കൊണ്ടോ. നിങ്ങൾ ഈ അടുത്ത് കണ്ടില്ലേനോ നമ്മുടെ അറബിക്കടലിൽ കുറേ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ കപ്പൽ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ നിങ്ങൾ? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ. കടൽ തീരത്തൊക്കെ വന്ന് അടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി. അപ്പോൾ അതുപോലെ എന്താ ഗുഡ്സിന് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഇത് കാർഗോ ഇൻഷുറൻസ്. ഇതിനകത്ത് എന്താ ഫ്രൈറ്റ് ഉണ്ട്. ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടത്ത് കൂലി അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കപ്പൽ കമ്പനീനെ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു കമ്പനി ഉണ്ടാകുമല്ലോ അല്ലെ. അവരാണെന്നത് ഗുഡ്സുകളൊക്കെ കൊടുക്കുക. യെസ്. കപ്പൽ കമ്പനി അത് എന്ന സാധനങ്ങളൊക്കെ എത്തി മറ്റേ സ്ഥലത്ത് എത്തിക്കും അല്ലെ. അങ്ങനെ എത്തിച്ചാലേ എന്ത് കിട്ടുള്ളൂ? യെസ്, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ അത് എത്തുന്നതിന് മുതൽ ഇതുപോലെ കള്ളന്മാർ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, ആ ഒരു കമ്പനി ഇവർക്ക് ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കുമോ? ഇല്ല അല്ലെ. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജിന് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കപ്പൽ കമ്പനി എടുത്ത് വെക്കുന്നതാണ് ഇത് ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇഫ് ദ കാർഗോ ഡസ് നോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഡ്യൂ ടു ഡാമേജ് ഓർ ലോസ് ദ ട്രാൻസിറ്റ് ദ shipping company is not paid freight charges. Freight insurance is for reimbursing the loss of freight on the shipping company, that is the insurance അല്ലെ. ഷിപ്പിംഗ് കമ്പനിക്ക് എന്തുണ്ടാവാൻ പാടില്ല? യെസ്, അവർക്ക് എന്ത് ലോസ് ഉണ്ടാവാൻ പാടില്ല? ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ഓക്കെ അല്ലേ. അപ്പം ഈ മൂന്ന് എന്തിലാ? മറൈൻ ഇൻഷുറൻസിൽ മക്കൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, മറൈൻ ഇൻഷുറൻസിൽ പഠിച്ചു വയ്ക്കുക. സെറ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത സർവീസിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ബാങ്കിങ് നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബാങ്കിങ്ങും ഇൻഷുറൻസും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാ അടുത്തെന്താ? കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ സർവീസുകളാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ? കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ അതാ കമ്മ്യൂണിക്കേഷൻ സർവീസ് ഹെൽപ്പ് ബിസിനസ് ടു സ്റ്റേ കണക്ട് വിത്ത് കസ്റ്റമർ, സപ്ലയർ ആൻഡ് അതേഴ്സ് അല്ലെ. ഒരു ബിസിനസ്സിന് അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സപ്ലയേഴ്സുമായിട്ട് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അതാണെന്തത് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ അല്ലെ. അത് ഏതൊക്കെ രീതിയിലാവാം? പോസ്റ്റൽ സർവീസ് ആവാം, ടെലിഫോൺ സർവീസ് ആവാം. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പോസ്റ്റൽ സർവീസിലും അതുപോലെ തന്നെ ടെലിഫോൺ സർവീസിലൂടെ അല്ലേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്താ പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോസ്റ്റ് ഓഫീസ് ത്രൂ അറിയാലോ. ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് പോസ്റ്റൽ സർവീസ് അക്രോസ് ഇന്ത്യ അല്ലെ. നമ്മുടെ എന്താണ്? ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസിലൂടെ നമ്മൾ എന്താ ഇന്ത്യ ഒട്ടാകെ നമുക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ അയക്കാനും ഉണ്ടാക്കാനൊക്കെ പറ്റും അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്ന സർവീസുകൾ? ഫിനാൻഷ്യൽ ഫെസിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ഫെസിലിറ്റീസും ഉണ്ട്. ഈ രണ്ട് സർവീസുകളും നമുക്ക് ഇതിലൂടെ പോസ്റ്റൽ സർവീസ് ആയി ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസുകൾ പറഞ്ഞാൽ എന്താ? ദീസ് ഫെസിലിറ്റേറ്റ് ആർ പ്രൊവൈഡ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം ലൈക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, കിസാൻ വികാസ് പത്ര, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ അഡീഷൻ ടു നോർമൽ റിട്ടേൺ, ബാങ്കിങ് ഫങ്ഷൻസ് ഓഫ് മന്ത്ലി ഇൻകം സ്കീം, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് അക്കൗണ്ട്, ടൈം ഡെപ്പോസിറ്റ്, മണി ഓർഡർ ഫെസിലിറ്റി എക്സെട്ര. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ബാങ്കിൽ നമുക്ക് കിട്ടുന്ന സർവീസുകൾ പോലെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് എന്താ ഫിനാൻഷ്യൽ സർവീസുകൾ കിട്ടാറുണ്ട്. ഓക്കെ, ഇതാ നമുക്കെന്താ പ്രൊവിഡന്റ് ഫണ്ട് സെറ്റപ്പ് ഉണ്ട്, വികാസ് പത്ര അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സ്ഡ് അക്കൗണ്ട് ഒക്കെ എന്നുള്ള രീതിയിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് നമുക്ക് ഇവിടെ എടുക്കാം, നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിലെ ഫിനാൻഷ്യൽ സർവീസുകളാണ്. ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. വൺ വേർഡ് ഒക്കെ ചോദിക്കും. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ,
റെഡി? അപ്പോൾ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അഡീഷൻ ടു നോർമൽ റീറ്റെയിൽ ബാങ്കിങ് ഫംഗ്ഷൻ അതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസുകളിൽ, പോസ്റ്റൽ സർവീസ് അല്ലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന ഫിനാൻഷ്യൽ ഫെസിലിറ്റികളിൽ ഉൾപ്പെടുന്നതാണ്. റെഡി? അപ്പം എന്താണ് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന അടുത്ത സർവീസ് എന്താ? മെയിൽ ഫെസിലിറ്റീസ് ആണ് അല്ലെ. മെയിൽ അയക്കാൻ, സാധനങ്ങൾ അയക്കാൻ പറ്റുന്നത് അല്ലെ. മെയിൽ ഫെസിലിറ്റീസ് കൺസേൺ ടു പാർസൽ ഫെസിലിറ്റി ദാറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ആർട്ടിക്കിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. രജിസ്ട്രേഷൻ ഫെസിലിറ്റി ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ദ ട്രാൻസ്മിറ്റഡ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഷുറൻസ് ഫെസിലിറ്റി ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവർ ഫോർ ഓൾ റിസ്ക് ഓഫ് ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ബൈ പോസ്റ്റ് അല്ലെ. പോസ്റ്റ് ത്രൂ നമുക്ക് എന്താ ഒരുപാട് സാധനങ്ങൾ അല്ലെ പോസ്റ്റ് ത്രൂ നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. പല സ്ഥലത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അതിന് ഇൻഷുറൻസ് ത്രൂ സെറ്റപ്പും നമുക്ക് എന്താവുന്നുണ്ട്? ഇതുപോലുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. എന്താ ജോബു? അതെ അതെ അതെ. റെഡി? ഓക്കെ. അപ്പം കമ്മ്യൂണിക്കേഷൻ സർവീസിലുള്ള ആദ്യത്തത് ഏതാ? പോസ്റ്റൽ സർവീസ് നമ്മൾ പറഞ്ഞു. റെഡി? ഇനി അടുത്തതാ നമുക്ക് ടെലിഫോൺ സർവീസുകളെ കുറിച്ച് പഠിക്കണം. ടെലിഫോൺ സർവീസുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. റെഡി? അപ്പൊ എന്താ ടെലികോം സർവീസുകൾ എന്തൊക്കെയാ? ടെലികോം സർവീസുകൾ ശ്രദ്ധിച്ചോ. Telecom service refer to service that allow people to communicate, cover long distance through technology like phone, internet and television. അല്ലേ? ഫോൺ ത്രൂ, ഇന്റർനെറ്റ് ത്രൂ നമ്മൾ ചെയ്യുന്നതാണ് ഇത്. ടെലികോം സർവീസുകളാണ്. ടെലിഫോൺ സർവീസുകളുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ടെലിവിഷനും ഫാക്സും ഡാറ്റയും ഒക്കെ അതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഈ ടെലികോം സർവീസുകളിൽ വരുന്നത്? വേരിയസ് ടൈപ്പ് ഓഫ് ടെലികോം സർവീസുകൾ. ഒന്നാമത്തെ എന്താ? സെല്ലുലാർ മൊബൈൽ സർവീസസ് അല്ലെ. പണ്ടത്തേതാ PCO ഉണ്ട്. അതായത് പബ്ലിക് ടെലിഫോൺ ബൂത്തുകളൊക്കെ കണ്ടില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ടെലിഫോൺസ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നെറ്റ് ത്രൂ നമ്മൾ എന്താക്കുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അടുത്തെന്താ? ഫിക്സ്ഡ് ലൈൻ സർവീസുകളുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടോ ഇപ്പോഴും ലാൻഡ് ലൈന്? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടോ? സാറിൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഒഴിവാക്കി അല്ലെ. ലാൻഡ് ലൈൻ, ലൈൻ ത്രൂ അല്ലെ, ഫിക്സ്ഡ് ലാൻഡ് ലൈൻ ത്രൂ നമ്മളെന്താ കോള് ചെയ്യാറുള്ളത് അല്ലെ. പിന്നെ എന്തുണ്ട്? കേബിൾ സർവീസുകളുണ്ട് അല്ലെ. പല എന്താണ് ഇപ്പോൾ കേബിൾ സർവീസുകൾ അധികം നമ്മൾ ഈ എന്റർടൈൻമെന്റ് സർവീസുകളാണ് അല്ലെ. TV അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കേബിൾ സർവീസ് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്താ നെറ്റൊക്കെ ഉണ്ട് കേബിൾ ത്രൂ ഒക്കെ വരുന്നത് അല്ലെ. അപ്പം കേബിൾ സർവീസുകളുണ്ട്. പിന്നെയോ വിസാറ്റ് ഉണ്ട് അല്ലെ. വെരി സ്മോൾ എന്താണ് അപ്പക്ച്വർ ടെർമിനൽ എന്നാണ് പറയുക. അതായത് നമ്മുടെ സൈസിനനുസരിച്ച് നമ്മുടെ എന്താണ് സാറ്റലൈറ്റിംഗ് ആണ്, സാറ്റലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ സൈസിനനുസരിച്ച് നമ്മളെന്താ അതിനെ പറയുന്നതാണ് ഇത് വിസാറ്റ് എന്ന് പറയുന്നത്. അത് സ്മോൾ സാറ്റലൈറ്റ് ആണ്. അതായത് ചില ഏരിയാസിന്, ചില അർബൻ ഏരിയാസിനൊക്കെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സാറ്റലൈറ്റുകളെയാണ് എന്താ വിസാറ്റുകൾ എന്ന് പറയുക. അതായത് ചില ഏരിയാസിലുള്ള മാത്രം ഈ ATM ഒക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഇട്ടില്ലേ? അതൊക്കെ എങ്ങനെയാ? ഒരു ചെറിയ സാറ്റലൈറ്റ് ത്രൂ ആണ്. ആ ഒരു ATM-ഉം ആ ഒരു ബാങ്കിന്റെ ബ്രാഞ്ചും തമ്മിലുള്ള ഒരു സാറ്റലൈറ്റ് കണക്ഷനാണ്. അതൊക്കെ ചെയ്യുന്നത് വിസാറ്റ് സർവീസുകളിലൂടെയാണ്. അപ്പൊ അതുപോലുള്ള സർവീസുകൾ. പിന്നെ എന്തുണ്ട്? DTH അറിയാലോ, ഡയറക്റ്റ് ടു ഹോം അല്ലെ. നമ്മുടെ വീട്ടിൽ സൺഡയറക്റ്റും ഡിഷൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ എന്താണ് DTH സർവീസുകൾ. ഇതൊക്കെ എന്തിനാ? ടെലികോം സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പം ഈ രണ്ട് സർവീസുകളുമാണ് എന്തില് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസ് ആയിട്ട് വരുന്നത്. റെഡിയല്ലേ? മൂന്നാമത്തത് അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ അടുത്ത സർവീസിലേക്ക് പോവാം. ഏതാ അടുത്ത സർവീസ്? ട്രാൻസ്പോർട്ടേഷൻ. അറിയാലോ എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളത്. അതാപോലെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ മൂവിങ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബൈ റെയിൽ, റോഡ്, എയർ, സീ അല്ലെ. ഇതിലൊക്കെ ത്രൂ നമ്മൾ എന്താക്കുന്നു? ഗുഡ്സ് മൂവ്മെന്റ് നടത്തുന്നു അല്ലെ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നു, മറ്റൊരു സ്ഥലത്ത് ഡെലിവറി കൊടുക്കുന്നു. പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. നല്ല പോർട്ട് വേണം, നല്ല റോഡ് വേണം അല്ലെ. നല്ല റെയിൽവേസ് വേണം അല്ലെ. അങ്ങനത്തെ എന്താ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ആകാൻ പറ്റുള്ളൂ? ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പറായി നടക്കാൻ പറ്റുള്ളൂ. അല്ലേ? റെഡി? ലാസ്റ്റത്തേതാ? വെയർ ഹൗസിംഗ് ആണ്. ലാസ്റ്റത്തേതാണ് വെയർ ഹൗസിംഗ് ആണ്. എന്താണ് ഈ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെയർ ഹൗസിംഗ് ഒക്കെ പണ്ടായാലും ജസ്റ്റ് എന്താ വെറുതെ ഒരു വെയർ ഹൗസിംഗ് സെറ്റപ്പിലൊക്കെ ഇപ്പോൾ പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. ലോജിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ പഠിക്കേണ്ട കാര്യമാണ്. വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക് നിങ്ങളൊക്കെ +2 ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതൊക്കെ ഒരു കോഴ്സാണ് പഠിക്കാനുള്ള. സാറിന് ഒരു ഫ്രണ്ട് ഉണ്ട് മുംബൈയിൽ, ഒരു വെയർ ഹൗസ് കമ്പനിയിലാണ്. റെഡി? അപ്പോൾ ഇപ്പോൾ അത്രത്തോളം വളർന്നിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് ഈസ് ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻ എ സേഫ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ടു മെയിൻറ്റെയിൻ ദെയർ ക്വാളിറ്റി ആൻഡ് വാല്യൂ. ഏർലിയർ വെയർ ഹൗസ് വെയർ സിമ്പിൾ സ്റ്റോറേജ് സ്പേസ്, ബട്ട് ടുഡേ ആണല്ലോ
പണ്ടൊക്കെ എന്താ ഒരു സിമ്പിൾ സ്റ്റോറേജ് സ്പേസ് മാത്രമായിരുന്നു വെയർ ഹൗസ്. പക്ഷേ ഇപ്പം there are modern logistics center that help deliver the right good at the right time. ആണല്ലോ ഇപ്പം അങ്ങനത്തെ ഒരു എന്താ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ വെയർ ഹൗസിങ് എന്നുള്ള രീതിയിൽ പല കമ്പനികളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ യൂസ് അഡ്വാൻസ്ഡ് ടൂൾസ് ലൈക്ക് ഓട്ടോമാറ്റിക് കൺവെയിൻസ് അല്ലേ. നമുക്ക് ഇപ്പം ഈ എന്താണ് ഈ നമ്മുടെ എക്സ്കലേറ്ററൊക്കെ പോലത്തെ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതുപോലത്തെ എന്താ ഓട്ടോമാറ്റിക് എന്താണ് ടൂൾസുകൾ, അതുപോലെ തന്നെ ക്രെയിൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ വെയർ ഹൗസിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ഇപ്പം നല്ല രീതിയിൽ വെയർ ഹൗസിങ് സെറ്റപ്പ് വേണം. നല്ല പോർട്ടിലൊക്കെ വെയർ ഹൗസിങ് സെറ്റപ്പുകൾ ഉണ്ടാവണം. റെഡി? അപ്പോൾ അത് ആണ്. പിന്നെന്താ ടൈപ്സ് ഓഫ് വെയർ ഹൗസിങ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രൈവറ്റ് വെയർ ഹൗസ് ആണ് അല്ലെ ഒന്നാമത്തെ. എന്താ പ്രൈവറ്റ് വെയർ ഹൗസ്? ഓക്കെ, എന്താണ്? ദീസ് ആർ ഓൺഡ് ആൻഡ് ലീസ്ഡ് ബൈ ദ കമ്പനീസ് ടു സ്റ്റോർ ദെയർ ഓൺ ഗുഡ്സ് അല്ലെ. ഓരോ വ്യക്തികളോ അല്ലെങ്കിൽ അവരുടെ കമ്പനികൾക്കോ വേണ്ടി അവരെ ലീസിനെടുത്ത് അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെയർ ഹൗസുകളാണ് പ്രൈവറ്റ് വെയർ ഹൗസുകൾ എന്ന് പറയുക. ഓക്കെ, യെസ്. അപ്പോൾ ഇസ് പബ്ലിക് വെയർ ഹൗസുകൾ ഉണ്ട്. എന്താ? ദീസ് ആർ സ്റ്റോറേജ് സ്പേസസ് അവൈലബിൾ ടു എനി വൺ ട്രേഡർ, മാനുഫാക്ചർ എക്സെട്ര ഫോർ ഫ്രീ. ദർ ആർ ലൈസൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് അല്ലേ. ഗവൺമെന്റിന്റെ ലൈസൻസിലുള്ള പ്രൈവറ്റ് പാർട്ടീസ് മാനേജ് ചെയ്യുന്ന പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. ആർക്ക് വേണേൽ യൂസ് ചെയ്യാം, മാനുഫാക്ചേഴ്സിനോ ട്രേഡേഴ്സിനോ ആർക്ക് വേണേലും. അതിന് അവർക്ക് എന്താ ഒരു നിശ്ചിത ഫീയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? വെയർ ഹൗസ് കുറേ ഉണ്ടല്ലേ സാർ. എന്ത് പഠിക്കാനാണോ? പഠിക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ടൈപ്പ് പഠിച്ചാൽ പോരെ. പബ്ലിക്, പ്രൈവറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്തുണ്ട്? ബോണ്ട് വെയർ ഹൗസുകളുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ്. ദീസ് ആർ ഗവൺമെന്റ് ലൈസൻസ്ഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ് ബിഫോർ കസ്റ്റം ഡ്യൂട്ടി ഈസ് പെയ്ഡ്. ഇമ്പോർട്ടർ ക്യാൻ സ്റ്റോർ ഗുഡ്സ് ഹിയർ ഇഫ് ദർ ക്യാൻ ബി പേ ഫുൾ ഡ്യൂട്ടി. ഡോണ്ട് നീഡ് ഓൾ ഐറ്റം ഇമ്മീഡിയറ്റ്ലി. ഗുഡ് ക്യാൻ ബി ഇൻസ്പെക്ടഡ്, പാക്കേജ് ആൻഡ് പ്രോസസ്ഡ് ആൻഡ് ഡ്യൂട്ടീസ് ക്യാൻ ബി പെയ്ഡിന്റെ പാർട്ട് അല്ലെ. ഈ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മളെന്താ ഡ്യൂട്ടി ഒക്കെ അടയ്ക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ പോർട്ട് സെറ്റപ്പിലൊക്കെ ഉള്ള വെയർ ഹൗസുകളെ നമ്മൾ എന്ത് പറയുക? ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറയുക. ഓക്കെ ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ ആ ഗവൺമെന്റ് വെയർ ഹൗസുകൾ ഉണ്ട് അല്ല. എന്താണ്? ദീസ് ആർ ഓൺഡ് ആൻഡ് റൺ ബൈ ഗവൺമെന്റ് ത്രൂ പബ്ലിക് സെക്ടർ. യെസ്, ഓർഗനൈസർ ലൈക്ക് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ അല്ലെ. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഫുഡ് കോർപ്പറേഷനും അല്ലെങ്കിൽ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനും ഒക്കെ നടത്തി വരുന്നതാണ് ഇത്. യെസ്, നമ്മുടെ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത് ഇതിനടുത്ത് എന്താ? കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ ഉണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഫോംസ് പഠിച്ചല്ലോ. അങ്ങനത്തെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്യുന്നതാണ് ഇത്. യെസ്, നമ്മുടെ കോപ്പറേറ്റീവ് വെയർ ഹൗസുകൾ എന്ന് പറയുന്നത്. ആരാവിടെ കലിപ്പിൽ? എന്താടാ കിങ് ഒരു കലിപ്പ്? കൂളായിരി മക്കളെ, കൂളായിരി. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചോളാം. ഈ കാര്യങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക ഈ ചാപ്റ്ററിൽ. ഓക്കെ, വെയർ ഹൗസ്, അതിൻ്റെ ഫങ്ഷൻസ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ എല്ലാ സർവീസുകളെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഓവർ പഠിക്കാനല്ല. ട്രാൻസ്പോർട്ടേഷൻ ഒന്നും പഠിക്കാനല്ല അല്ലേ. പിന്നെ എന്താ? യെസ്, ഇപ്പോൾ വെയർ ഹൗസ് പറഞ്ഞു. വെയർ ഹൗസ് നിങ്ങൾക്ക് ജസ്റ്റ് വെയർ ഹൗസ് എന്ന അതിൻ്റെ ടൈപ്സും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം എന്താ? പിന്നുള്ളത് ഇൻഷുറൻസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് കുറച്ചെന്താ ടൈപ്സുകൾ വരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് വരുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. അതിൽ ഇൻഷുറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ ഫങ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് പഠിച്ചു വെച്ചോളാം. റെഡി? ഓക്കെ, സെറ്റ്, റെഡി. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 6ാമത്തെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കുഞ്ഞി ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ജനറൽ ചാപ്റ്റർ ആണ്. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, വളരെ ചെറിയ ചാപ്റ്ററാണ്, ഷോർട്ടാണ്, ജനറൽ ചാപ്റ്ററാണ്. അപ്പോൾ അത് ആദ്യം തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോളാം മക്കളെ. ഇതൊക്കെ വലിയ രീതിക്കൊന്നും ചോദിക്കില്ല, പക്ഷേ ചെറിയ രീതിക്ക് ചോദിക്കും. ആ ചെറിയ രീതിക്ക് ചോദിക്കുമ്പോൾ ചെറിയ ഈ മെയിൻ പോയിന്റുകൾ ഉൾപ്പെടുത്തി തന്നെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് എ ബിസിനസ് ഷുഡ് ആക്ട് ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ് സൊസൈറ്റി as well as earn profit. It must respect social value and work for public good, not just on the profit. Sorry, honors profit. Okay, honors profitന് വേണ്ടിയിട്ട് മാത്രമല്ല അല്ലെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിക്കല്ല. പകരം എന്താണ്?
നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളിതാ നിർബന്ധമായിട്ടും നമ്മൾ എന്താക്കണം, കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി അല്ലേ. ഇറ്റ്സ് ഗോസ് ബിയോണ്ട് ലീഗൽ ഡ്യൂട്ടീസ് ഈവൻ ഇഫ് ലോ ഡസിന്റ് ഫോഴ്സ്. ആണല്ലോ, ആരും നമ്മളെ ഫോഴ്സ് ചെയ്യാത്ത അല്ലേ, ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും നമ്മളെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്ത് വേണം, നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യുക അല്ലെ. അതാണ് എന്തെന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരതിൽ ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കണമെങ്കിൽ അവർ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതാണ് എന്തെന്ന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് നീഡ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യകത? റെഡി. അപ്പൊ ഈ നീഡ്സ് നമുക്ക് പഠിക്കാൻ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തൊക്കെ? ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, 1 സെക്കൻഡ്, സൗണ്ടൊക്കെ പോയി വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നീഡൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ നീഡ് എന്തിനു വേണ്ടിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഒന്നാമത്തെ കാര്യം ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് അല്ലെ. ഒരു ബിസിനസ്സിന് നിലനിൽക്കാൻ, ഗ്രോത്ത്, വളർച്ചയുണ്ടാവാൻ എന്തുണ്ടാവണം? എന്ത് വേണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. ബിസിനസ് എക്സിസ്റ്റ് സെവറൽ പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഷുഡ് ബി സീൻ ആസ് എ റിസൾട്ട് ഓഫ് ഗുഡ് സർവീസ്, നോട്ട് ഓൺലി കോൾ അല്ലെ. സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ സൊസൈറ്റിക്ക് ആ ഒരു ബിസിനസ്സിന്റെ മേലെ എന്തുണ്ടാവും? ഒരു വിശ്വാസം ഉണ്ടാവും. എന്നാലേ അതിനവിടെ ഗ്രോത്ത് ഉള്ളൂ, നിലനിൽപ്പുള്ളൂ. ഒന്നാമത്തെ കാര്യം സെറ്റ്. രണ്ടാമത്തെ എന്താ? ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദ ഫേം അല്ലെ. കുറെ കാലത്തെ നിലനിന്ന് പോകണമെങ്കിൽ അല്ലെ, ബിസിനസ് ഏൺ മോർ പ്രോഫിറ്റ് ഇൻ ലോങ് റൺ, ഇറ്റ്സ് മെയിൻ ഗോൾ ഈസ് ടു സെർവ് സൊസൈറ്റി. കുറെ കാലം നിലനിന്ന് പോകണമെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എന്താണ്, കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിലനിൽക്കണം അല്ലെ. അതിനെന്ത് ചെയ്യണം? സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തത് ഓക്കെ, എന്താ? ലോങ് ടേം ഇൻട്രസ്റ്റ്. തേർഡ് എന്താ? അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ ആണ്. ഫോർത്ത് എന്താ? മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി ആണ് അല്ലെ. എന്താ? ഗവൺമെന്റിന്റെ റെഗുലേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ. നല്ല രീതിക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ? ഗവൺമെന്റ് പല റൂളുകൾ കൊണ്ടുവരും അല്ലെ, ഇത്തരത്തിലുള്ള ബിസിനസ്സിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ. റെഡി. അപ്പോൾ അതില്ലാതാക്കാൻ. ഇതിനടുത്ത് എന്താ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ബിസിനസ് സർവീസ് ചെയ്യില്ല. സർവീസ് ചെയ്യില്ല. ഓക്കെ, അവിടെ ഇപ്പം എന്താ? ഒരു സർവീസ് ചെയ്യണമെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആണ് എന്തെന്ന് അവരുടെ സർവീസ് പോകുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി അല്ലെ. ലോസ് കാൺ കവർ എവറിത്തിങ്. ഇഫ് പീപ്പിൾ ഫീൽ ഇഗ്നോർ ഓർ എക്സ്പ്ലോയിറ്റ് ദേ മേ ആക്ട് അഗെയിൻസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെ. നിയമം നമ്മളെ എല്ലാ കാര്യങ്ങളൊന്നും ഡീൽ ചെയ്യുന്നില്ല അല്ലെ. അപ്പം സൊസൈറ്റിക്ക് വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ ആർക്ക് പറ്റും? സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു കമ്പനിക്ക് പറ്റും. സോ അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, ആ ഒരു സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇതെന്താണ്? അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. ബിസിനസ്സിന് അവൈലബിൾ ആകുന്ന റിസോഴ്സസ് അവൈലബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് യൂസ് ചെയ്യപ്പെടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിനടുത്ത് എന്താ? കൺവേർട്ടിങ് പ്രോബ്ലം ഇൻ ടു ഓപ്പർച്യൂണിറ്റി അല്ലെ. സോഷ്യൽ പ്രോബ്ലത്തെ എന്താക്കി മാറ്റുക? ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക. നല്ല സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ എന്താക്കുക? ഒരു പരിഹാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമേജ് ഉണ്ട്, ആ ഒരു ഇമേജിലൂടെ അതെന്താണ്? ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ കമ്പനിക്ക് അല്ലെ. സോ അതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കിക്കോ. എന്താണ്? ബെറ്റർ എൻവിറോൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ് അല്ലെ. അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ബെറ്റർ എൻവിറോൺമെന്റിന് വേണ്ടിയിട്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാം അല്ലെ. സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അടുത്തെന്താ? ഹോൾഡിങ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി ഫോർ സോഷ്യൽ പ്രോബ്ലം അല്ലെ. എന്താ? സോഷ്യൽ പ്രോബ്ലത്തെ എന്താ? ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ എന്താ അത് ഇല്ലാതാക്കേണ്ടതും ഒരു ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ സാർ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എടാ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്കിപ്പോൾ നോട്ട് സെൻഡ് ചെയ്യും. അതല്ലേ നോട്ട്, നിങ്ങൾ പേടിക്കേണ്ട. നോട്ട് നിങ്ങൾക്ക് ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ലൈവ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ വന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ എന്തായാലും വരും. പോരെ പോരെ സാറേ, മിസ്സിനെ വിളിക്കി. ഓ, മിസ് വരും. ഇതൊന്നും കഴിഞ്ഞോട്ടെ, എന്നിട്ട് മിസ്സിനെ വിളിക്കാം. ഓക്കെ, റെഡി? അപ്പം മക്കളെ, യെസ്, ദ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഈ പോയിന്റ് മക്കൾ അങ്ങോട്ട് പഠിച്ചു വെച്ചോളാം. റെഡി? ഇതൊക്കെ ജനറൽ പോയിന്റ് ആണ്. ഇത് ഇതേപോലെ പഠിച്ചു വെക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ എഴുതാം ഈ പോയിന്റുകൾ. റെഡി? നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാം ഈ പോയിന്റുകൾക്ക്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഏതാണ്? ഇത് ജനറൽ ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മുടെ അറിവും കാര്യങ്ങളും വെച്ച് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. അടുത്ത് നോക്കുക. യെസ്, ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്? അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ഏതൊക്കെയാ അത്? യെസ്, ഏതൊക്കെയാ ആർഗ്യുമെന്റ്സ്? വയലേഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അല്ലെ? എന്താണ് ഒരു ബിസിനസിന്റെ ലക്ഷ്യം? എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അത് ആ ഒരു ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ആയി പോകും. സോ അതുകൊണ്ട് എന്താ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട. ഒന്നാമത്തെ ആർഗ്യുമെന്റ്. റെഡി? സെക്കൻഡ് ആർഗ്യുമെന്റ് എന്താ? ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ്, അല്ലെ? ഒരു ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയാൽ അത് ആർക്ക് തന്നെ ബാധ്യതയായി മാറും? കൺസ്യൂമേഴ്സിന് തന്നെ ബാധ്യതയായി മാറും. അതെങ്ങനെ? നമ്മുടെ ബിസിനസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോയാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ചെലവുകളും കാര്യങ്ങളും നികത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബിസിനസ് സർവീസിനോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനോ കൂടുതൽ പൈസ വെക്കും, അല്ലെ? കൂടുതൽ പ്രൈസ് സെറ്റ് ചെയ്യും. അങ്ങനെ പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരെ തന്നെയാ? യെസ്, ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുക, ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുക കൺസ്യൂമേഴ്സിനെ തന്നെയാണ്, അല്ലെ? അപ്പൊ കൺസ്യൂമേഴ്സിന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാതിരിക്കുന്നതാണ് എന്നതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, യെസ് യെസ് യെസ്. അപ്പോൾ അടുത്ത നോക്കുക, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. എന്താണ്? നമ്മുടെ ബിസിനസ്സിലുള്ള ആളുകൾക്ക് ബിസിനസ് ചെയ്യാനേ അറിയുള്ളൂ. സോഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഡീൽ ചെയ്യാനോ അതിനുള്ള കഴിവോ ഇല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള മറ്റാളുകൾ വരട്ടെ എന്നതാണ് ഇതിൽ പറയുന്നത്. ബിസിനസ് മാൻ ലാക്ക് ദ സ്കിൽ ഓഫ് സോൾവ് സോഷ്യൽ പ്രോബ്ലം. സോഷ്യൽ ഇഷ്യൂ നീഡ് എക്സ്പേർട്ട്, നോട്ട് ബിസിനസ്സസ്. ഓക്കെ ഓക്കെ, യെസ്. അങ്ങനെ ലാക്ക് ഓഫ് ബോർഡ് പബ്ലിക് സപ്പോർട്ട്. എന്തില്ല? പബ്ലിക്കിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നും ആർക്ക് കിട്ടുന്നില്ല? കമ്പനികൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ യെസ്, എന്താ, പബ്ലിക്കിന് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നാണ് പറയുന്നത്. റെഡി? അപ്പം ഈ പോയിന്റ്സ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഒരു 3 പോയിന്റ്സുകൾ യെസ് ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൊടുത്തു. ബാക്കി ഒന്ന് എന്താണ്? യെസ് ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൊടുത്തിട്ട് യെസ് എന്തായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ? ഇതിലെന്താ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് ഏതാണെന്നോ അങ്ങനെ എന്തോ ചോദിച്ചൊരു ഒരു ഒബ്ജക്റ്റീവ് ടൈപ്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചോളാം. അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് മാത്രമൊക്കെ ചോദിച്ചിട്ട് കാണാറുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചോളാം. പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. റെഡി? റെഡി? യെസ് യെസ്. അങ്ങനെയെങ്കിൽ ഈ ഒരു കാര്യം മക്കൾ പഠിച്ചു വെച്ചോളാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റിയാലിറ്റി അല്ലെങ്കിൽ ഫോഴ്സസ് അല്ലെങ്കിൽ ഫോഴ്സുകൾ അല്ലെങ്കിൽ കോസുകൾ അല്ലെങ്കിൽ റീസൺസ്, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ വേണ്ടി നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ബിസിനസ്സിന് കാരണമാകുന്ന അല്ലെങ്കിൽ റീസൺ അല്ലെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിന്റെ കോസുകൾ എന്തെല്ലാം എന്നുള്ളതാണ് അടുത്ത പോയിന്റുകൾ. അപ്പോൾ എന്തൊക്കെ കൊണ്ടാണ് ഒരു ബിസിനസ് എന്താക്കുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ആർഗ്യുമെന്റ്സിൽ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് ഒക്കെ തന്നെയാണ്. ഓക്കെ, ഒന്നെന്താ? ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻസ്, അല്ലെ? എന്താണ്? പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് നമുക്കെതിരെ കുറച്ച് ഒരുപാട് റെഗുലേഷൻസ് കൊണ്ടുവരും, അല്ലെ? നല്ല രീതിക്ക് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു, ആർഗ്യുമെന്റ്സ് തന്നെ പറഞ്ഞു, അല്ലെ? നമ്മൾ നല്ല രീതിക്ക് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ബിസിനസ്സുകാരുടെ കളി കുറച്ചൊന്ന് കുറയ്ക്കണം, അവർ വല്ലാതെ ഓവർ ആക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഗവൺമെന്റ് പല റൂളുകളും കൊണ്ടുവരും. ഗവൺമെന്റ് നിയമപരമായിട്ട് തന്നെ പറയാം, ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഇന്ന കാര്യം ചെയ്തിരിക്കണം, അന്ന കാര്യം ചെയ്തിരിക്കണം എന്ന് ഒരു റൂള് വന്നാൽ പോയില്ലേ, അല്ലെ? അപ്പൊ അങ്ങനത്തെ റൂളുകളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? യെസ്, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? ഗവൺമെന്റ്
if government today act to welfare state protecting the interest of people, the business behave irresponsibly, the government may introduce laws and regulations അല്ലെ കൺട്രോൾ ചെയ്യാൻ അവരെന്താ പുതിയ റൂളുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്നാമത്. ഇതിനടുത്ത് എന്താ പ്രഷർ ഓഫ് ലേബർ മൂവ്മെന്റ് അല്ലെ. യെസ്, എന്താ എംപ്ലോയീസിന്റെ ലേബർ മൂവ്മെന്റ്സ്, എംപ്ലോയീസിന് എന്താണ് ഇപ്പോൾ അവർക്ക് ഫ്രീഡം ഉണ്ട് അല്ലെ, അവർക്ക് എന്താണ് അവരുടെ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ്സ് അവർക്കുണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യും അല്ലെ, അവർ നമുക്ക് എതിരെ പറയും അല്ലെ. അപ്പം ലേബർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രീഡമാണ്, യെസ്, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ലേബർ മൂവ്മെന്റ്. പിന്നെന്താ, യെസ്, ദ ഇമ്പാക്ട് ഓഫ് കൺസ്യൂമർ കോൺഷ്യൻസസ്. അതാണ് ഇപ്പൊ പഴയ പോലെയാണോ കൺസ്യൂമേഴ്സ്? അല്ല, കൺസ്യൂമേഴ്സിന് അറിയാം അല്ലെ എന്തൊക്കെയാണ് അവർക്ക് കിട്ടേണ്ടത്, എന്താണ് അവരുടെ റൈറ്റ്സ് എന്നുള്ളത് അല്ലെ. സോ ആ ഒരു അത്ര കോൺഷ്യൻസ് ആയിട്ടുള്ള കൺസ്യൂമറുടെ ഇടയിൽ ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? യെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തിരിക്കണം അല്ലെ. ഡ്യൂ ടു എഡ്യൂക്കേഷൻ, മീഡിയ, മാർക്കറ്റ്, കോമ്പറ്റീഷൻ, കൺസ്യൂമേഴ്സ് മോർ അവെയർ ഓഫ് ദർ റൈറ്റ്സ് അല്ലെ. കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അറിയാം അല്ലെ. ദ ഓൾഡ് ഐഡിയ ഓഫ് ലെറ്റ് ദ ബയർ ബിവെയർ ആയിരുന്നു കേട്ടോ. പഴയ ഐഡിയ എന്തായിരുന്നു? യെസ്, വാങ്ങുന്ന കൺസ്യൂമേഴ്സ് എന്താ ബിവെയർ ആയിക്കോട്ടെ, അവർ ചിന്തിച്ചോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു, അവർ നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പൊ അതെന്തായി മാറി? കൺസ്യൂമർ ഈസ് കിങ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ അല്ലേ, റെഡി? അടുത്ത് നോക്കിക്കോ, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ് അല്ലെ. എന്താ ബിസിനസിന്റെ സോഷ്യൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉയർത്താൻ വേണ്ടിയിട്ട്. റെഡി? പിന്നെന്താ, യെസ്, ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. ബിസിനസ് എഡ്യൂക്കേഷൻ വന്നു അല്ലെ. ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്താ നന്നായിട്ട് എഡ്യൂക്കേഷൻസ് ഉള്ള ആളുകളാണ് അല്ലെ. MBAയും അതും ഇതൊക്കെ കഴിഞ്ഞ് പഠിച്ചു വരുന്ന ആളുകളാണ്. സോ അങ്ങനെ പഠിച്ചു വരുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം ഒരു ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സോ അതുകൊണ്ടാണ്. ഓക്കെ, റെഡി? പിന്നെ അടുത്തെന്താ, റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെ, സോഷ്യൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ബിസിനസ് ഇൻട്രസ്റ്റും അല്ലെ. എന്താണ്? കൈ കോർത്ത് കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഐറ്റമാണ്. ഓക്കെ, സോ ആ ഒരു തിരിച്ചറിവാണ് അല്ലെ. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, സോഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് എന്നുള്ള അറിവാണ്. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം, യെസ്, എന്താ നമ്മുടെ എന്താ സൊസൈറ്റിക്ക് വേണ്ടി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ ആര്, നമ്മുടെ യെസ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫോഴ്സ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്താകുന്നത്, എന്തിൻ്റെ കാരണം? ഓരോ ബിസിനസ്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യാനുള്ള കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ്സ് പഠിച്ചു വെച്ചോളാം. അതൊക്കെ ജനറൽ പോയിന്റുകളാണ്. റെഡി? ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് അല്ലെ. ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ്? അവിടെ നോക്കിക്കോ. ഒന്നാമത്തെ ആരാ? ഷെയർ ഹോൾഡർ ആണ് അല്ലെ. ഷെയർ ഹോൾഡേഴ്സിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആ ഒരു ബിസിനസ്സിന് ഉണ്ടാവുക, എന്തുണ്ടാവുക നോക്കിയോ? അവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് റിട്ടേൺ ആയിട്ട് കൊടുക്കുക, അവരുടെ ക്യാപിറ്റൽ അല്ലെ, അവരുടെ ക്യാപിറ്റൽ എന്താ നല്ല രീതിക്ക് യൂസ് ചെയ്യുക. പിന്നെന്താ, യെസ്, ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്ലാനുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എന്താണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഷെയർ ഹോൾഡേഴ്സിന്, ഓണേഴ്സിനോട് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കോ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് വർക്കേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരിക്കും അല്ലെ. ഇതാ നോക്കിക്കോ, അവർക്ക് നല്ല ഫെയർ വർക്ക് കൊടുക്കുക, പിന്നെ സേഫ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെയോ യെസ് അവർക്ക് എന്താ ഒരു യൂണിയൻ എന്താണ് സെറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, അത് അവർക്ക് അനുവദിക്കുക, പിന്നെയോ ഫെയർ വേജസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, അപ്പോൾ അടുത്തതാ യെസ് എന്താ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സിനോട് എന്താ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ, അവർക്ക് എന്താ ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള നല്ല ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ചാർജ് അല്ലെ എന്താ അത് പ്രോപ്പറായിട്ടുള്ള എന്താ ഓവർ പ്രൈസ് ഒന്നും നമ്മളെന്താ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെയോ അവരുടെ അൾട്രേഷൻ ആൻഡ് പുവർ ക്വാളിറ്റി അല്ലെ, പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത് ഒഴിവാക്കുക, നല്ല സർവീസ് നല്ല സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഡു നോട്ട് യൂസ് ഫാൾസ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് അല്ലെ, ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. Okay. King, what your problem, man? Did us do anything? Why do you use in this kind of cheap shop? What the hell is your problem? ശരി കേട്ടല്ലോ. എന്താണ് പ്രശ്നം? സാർ മിസ്സിനെ വിളിക്കുന്നതാണോ? മിസ്സിനെ വിളിക്കാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സാർ ഇപ്പോൾ ഇവിടെ പകുതിക്ക് നിർത്തി പോയിട്ട് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ഇവിടെ നിന്ന് ബാക്കി എടുക്കാൻ പറയണ്ടേ? ബുദ്ധിമുട്ടല്ലേ? സാർ അത് തീർത്തിട്ട് അങ്ങോട്ട് പോയാൽ പോരെ? ഓക്കെ, റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തതാ യെസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി അല്ലെ, നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും വേണ്ടി എന്തൊക്കെയാണ്?
ഗവൺമെന്റിനും കമ്മ്യൂണിറ്റിക്കും വേണ്ടി എന്തൊക്കെയാണ് യെസ് ദാ ഫോളോ ഓൾ ലോസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെയോ നമ്മുടെ പേയ്മെന്റ് ടാക്സുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പേയ്മെന്റ് ചെയ്യുക, പിന്നെയോ ആക്ട് ആസ് എ റെസ്പോൺസിബിൾ ആൻഡ് എത്തിക്കൽ സിറ്റിസൺ അല്ലെ, നിയമപരമായിട്ടുള്ള ഒരു എത്തിക്കൽ വ്യക്തിയായിട്ട് അല്ലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ട് എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ഗുഡ് ഇമേജ് ഇൻ സൊസൈറ്റി, എന്താ ഇമേജ്, നല്ലൊരു ഇമേജ് സൊസൈറ്റിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, റെഡി? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ഗവൺമെന്റിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇത് പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, നമ്മുടെ ആരൊക്കെ ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് 4 ആളുകളാണ്. ഷെയർ ഹോൾഡേഴ്സ്, വർക്കേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവരുടെ 4 പേരിലുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, പഠിച്ചു വെച്ചോളാം. റെഡി? നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. യെസ്, ദാ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. യെസ്, അവിടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആണ് എന്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ എൻവിറോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ആ പൊല്യൂഷന്റെ ടൈപ്സ് നിങ്ങളൊന്ന് യെസ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അറിയാലോ, എയർ പൊല്യൂഷൻ അല്ലെ, കാർബൺ മോണോക്സൈഡ് ഒക്കെ പോലുള്ള യെസ് ദാ പല ഐറ്റംസ് എമിറ്റഡ് ആവുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇത് സ്മോക്ക്, അങ്ങനത്തെ പല കെമിക്കൽ എന്താ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് എന്താ എയർ പൊല്യൂഷൻസ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ വാട്ടർ പൊല്യൂഷൻ ഒക്കെ ജനറൽ ആയിട്ടുമാണ് അല്ലേ, നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ. എന്താണ് പണ്ടത്തെ ഒക്കെ എന്താ മെയിനായിട്ട് ഈ ബിസിനസ്സുകളൊക്കെ എന്താണ് ഒരു അവരെയൊക്കെ ഒരു എന്താണ് മനോഭാവം അങ്ങനെയായിരുന്നു. ഈ പുഴ എന്നൊക്കെ പറയുന്നത് എന്താ നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരിതായിരുന്നു അല്ലെ. അപ്പോൾ എന്താ വാട്ടർ പൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലാൻഡ് പൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. നമ്മൾ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വേസ്റ്റ് അല്ലെ, വേസ്റ്റ് ഒക്കെ ഒരുപാട് ഇങ്ങനെ വലിച്ചെറിയുന്നത് കൊണ്ടുള്ള ലാൻഡ് പൊല്യൂഷൻസ്, ദെൻ ലാസ്റ്റ് നമ്മുടെ നോയിസ് പൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഈ പൊല്യൂഷൻസിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതൊന്നും നിങ്ങൾ SCERT ചോദിക്കാറില്ല, പക്ഷേ എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കൊള്ളാം. അറിയാലോ, നമ്മൾ 4ാം ക്ലാസ്സിലെ പരിസര പഠനം പഠിക്കുന്ന കാര്യമല്ലേ, ആ ടിച്ച് വരുത്തി എഴുതിക്കൊള്ളാം. ഓക്കെ, അപ്പം ഈ പൊല്യൂഷൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പക്ഷെ നമ്മുടെ പോയിന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പം ഇത്തരത്തിലുള്ള പൊല്യൂഷനൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ബിസിനസ്സുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താ കമ്മിറ്റ്മെന്റ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു പ്രൊട്ടക്ട് എൻവിറോൺമെന്റ്. ഒന്നാമത്തെ കാര്യം എന്താ ബിസിനസ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിക്കണം എന്തിന് എൻ്റെ എൻവിറോൺമെന്റിൽ എൻ്റെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്തിരിക്കണം എന്നുള്ള തീരുമാനം ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അവരെടുത്താൽ എന്തുള്ളൂ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായാലും അല്ലെങ്കിൽ ഏത് എംപ്ലോയീസിലേക്കായാലും ആ ഒരു തീരുമാനങ്ങൾ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. സെക്കൻഡ് എന്താ ഇൻവോൾവ് ഓൾ എംപ്ലോയീസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുക, എല്ലാ എംപ്ലോയീസിനെയും എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക അല്ലെ. ഏത് ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനെ ആണെങ്കിലും അവരുടെയൊക്കെ എന്താണ് എല്ലാവരും നിർബന്ധമായിട്ട് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവണം എന്ന് നിർബന്ധിക്കുക. ഓക്കെ, തേർഡ് എന്താണ് യൂസ് ഗുഡ് മെറ്റീരിയൽ, ബെറ്റർ ടെക്നോളജി ആൻഡ് ട്രെയിൻ എംപ്ലോയീസ് അല്ലെ. പിന്നെന്താ നല്ല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ് എന്താ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, ടെക്നോളജി യൂസ് ചെയ്യുക, മാക്സിമം വേസ്റ്റുകളൊക്കെ കുറയ്ക്കുക, നന്നായിട്ട് എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക. റെഡി? യെസ്, അപ്പോൾ അതെന്താണ് ബിസിനസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെന്താ ഫോളോ ഗവൺമെന്റ് ലോസ് ആൻഡ് റൂൾസ് ഓഫ് പ്രിവെന്റ് പൊല്യൂഷൻ അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഗവൺമെന്റ് ചെയ്തു വരാറുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഗവൺമെന്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകളെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ബിസിനസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്താ ബിസിനസ് ആ പ്രോഗ്രാമിലൊക്കെ ഇൻവോൾവ് ആകുക ഗവൺമെന്റിന്റെ കൂടെ. ഓക്കെ, ടേക്ക് പാർട്ട് ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം ടു പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവിറോൺമെന്റൽ കെയർ അല്ലെ. പൊല്യൂഷൻ പ്രോഗ്രാമുകളൊക്കെ ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാമുകളിലൊക്കെ ആരും ഇൻവോൾവ് ആകുക, നമ്മുടെ ബിസിനസ്സും ഇൻവോൾവ് ആകുക. ഓക്കെ, പിന്നെന്താ റെഗുലർ റിവ്യൂ പൊല്യൂഷൻ കൺട്രോൾ പ്രോഗ്രാം ഫോർ ഇംപ്രൂവ്മെന്റ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ മന്ത്ലിയോ വീക്ക്ലിയോ ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി റിവ്യൂ ചെയ്യുക നമ്മൾ അല്ലെ. നമ്മൾ ഈ മാസം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ റിവ്യൂ ചെയ്യുക അല്ലെ. അതിലെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് നമ്മൾ ചെയ്യുക. റെഡി? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ഫോളോ ചെയ്യുക. ദെൻ ലാസ്റ്റ് എന്താ എഡ്യൂക്കേറ്റ് ആൻഡ് ഇൻവോൾവ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ അല്ലെ. ഒരു ബിസിനസ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലെ. അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആയാലും അതിലെന്താണ് സപ്ലയേഴ്സ് ആയാലും അല്ലെങ്കിൽ മറ്റേത് ആളുകളാണെങ്കിലും കൺസ്യൂമേഴ്സ് ആയാലും എല്ലാം. ഓക്കെ, ആ എല്ലാ വ്യക്തികളെയും എന്ത് ചെയ്യുക, അവെയർ ചെയ്യുക അല്ലെ. എന്താണ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിലേക്ക് അവെയർ ചെയ്യിക്കുക എന്നുള്ളതാണ്.
സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഈ 7 പോയിന്റുകൾ ഓർത്ത് വെച്ചോളാം. എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു ബിസിനസ് ചെയ്യേണ്ടത്, ബിസിനസിന്റെ റോളുകൾ അല്ലേ? കമ്മിറ്റ്മെന്റ്, ഇൻവോൾവ്മെന്റ് ഓഫ് ഓൾ എംപ്ലോയീസ്, ഗുഡ് മെറ്റീരിയൽസ്, പിന്നെന്താ ഗവൺമെന്റിനെ ഫോളോ ചെയ്യുക, പിന്നെന്താ കൃത്യമായിട്ടുള്ള റിവ്യൂ നോക്കുക, പിന്നെന്താ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആ പോയിന്റ്സ് മറക്കണ്ട, ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് താഴെ പോകുന്നു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ടേമിലേക്ക് നമ്മൾ പോവാണ്. എത്തിക്സ്. ലാസ്റ്റ് ടേം ഏതാണ്? എത്തിക്സ് ആണ്. എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് നമ്മൾ എന്താണ് ഇത് ചോദിക്കുമോ സാർ? യെസ്, അത് ചോദിക്കാൻ സാധ്യത ഇല്ലാതില്ല. കാരണം ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചുകൂടാന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് എത്തിക്സ് ആണ്. ലാസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്താ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു അല്ലേ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ആരും ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുന്നതല്ല. പക്ഷേ നമ്മളെ നിലനിൽപ്പിനും നമ്മുടെ സൊസൈറ്റിക്കൊക്കെ വേണ്ടി നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷേ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേർഡ് എത്തിക്സ് ഡയറക്റ്റ് ഫ്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള എത്തോസ് എന്നുള്ള ടേമിൽ നിന്നാണ് എത്തിക്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോയിങ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ആൻഡ് ചൂസിങ് ഡു ദ റൈറ്റ് തിങ് ആണ്. കണ്ടോ? അവിടെ എന്താ എത്തിക്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ്? എന്താണ് റൈറ്റ് അല്ലെ, എന്താണ് റോങ് എന്ന് തിരിച്ചറിയുകയും റൈറ്റ് മാത്രം ചെയ്യുകയും, അതാണ് എന്തെന്ന് എത്തിക്സ് എന്ന് പറഞ്ഞാൽ അല്ലെ? ഇറ്റ്സ് അബൌട്ട് ഗുഡ് ബിഹേവിയർ, ബീങ് ഹോണസ്റ്റ്, ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ടു അതർ ഇൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫാണ് അല്ലെ? നമ്മളെന്താ ഫെയർ ആവുക, മറ്റൊരു വ്യക്തിയോട് അല്ലെ ഫെയർ ആവുക, ഹോണസ്റ്റ് ആവുക എന്നൊക്കെ ഉള്ളതാണ്. അതാണ് എന്ത് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എത്തിക്സിന്റെ ഈ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോ. എത്തിക്സിന്റെ ഈ പോയിന്റ്സ് പഠിച്ചു വെച്ചോ. Business ethics is about doing business in a fair, honest and responsible way. It involves treating customers, employees, suppliers and society with respect. Respect treat ethics business follow law, avoid cheating and care about the environment and people. It link personal profit with the social goods. Personal profit ne adupone social goods ne രണ്ടിനെയും കൂടെ ലിങ്ക് ചെയ്യുന്നതാണ് ഇത് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ എത്തിക്സിന്റെ എലമെന്റ്സ് കൂടെ നമുക്ക് പഠിക്കാണ്ട് ലാസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ എലമെന്റ്സ് നോക്കിക്കോ. ഒന്നാമത്തെ ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്. നമ്മളെന്താ റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ? ആദ്യം എന്ത് വേണം? ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ്. അവരെന്ത് ചെയ്യുക? ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ്. അവർ ഇൻവോൾവ് ആയാലേ എന്ത് ചെയ്യുള്ളൂ? മറ്റ് എംപ്ലോയീസും അതിലേക്ക് വരുള്ളൂ അല്ലെ? ടോപ്പ് മാനേജ്മെന്റ് ഹാസ് ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിങ് എൻറ്റയർ ഓർഗനൈസേഷൻ ടുവേർഡ് എത്തിക്കൽ അപ്രൈറ്റ് ബിഹേവിയർ ടു അച്ചീവ് റിസൾട്ട്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ, CEO ആയാലും മറ്റേ ഹയർ പൊസിഷനിലുള്ള ഓരോ വ്യക്തികളാണെങ്കിലും അവരെവിടെ ഇൻവോൾവ് ആയിരിക്കണം? നമ്മുടെ എത്തിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. സെക്കൻഡ് എന്താ? പബ്ലിക്കേഷൻ ഓഫ് കോഡ് അല്ലെ? നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കേണ്ട ആ ഒരു എത്തിക്സ്, ആ ഒരു എത്തിക്കൽ കാര്യങ്ങൾ അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോഡ് അല്ലെങ്കിൽ എന്താ നമ്മൾ എഴുതി ചിട്ടപ്പെടുത്തി പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്റർപ്രൈസസ് വിത്ത് എഫക്റ്റീവ് എത്തിക്സ് പ്രോഗ്രാം ഡു ഡിഫൈൻ ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടക്ട് ഓഫ് ദ ഹോൾ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഈസ് റെഫേർഡ് ടു കോഡ്. ആണല്ലോ നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആ ഒരു എത്തിക്സ്, അത് നമ്മൾ എന്താക്കുക? റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? കോഡ് എന്ന് പറയുക അല്ലെ? ആ കോഡിനെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ദ ജനറലി കവർ ഏരിയാസ് സച്ച് ആസ് ഫണ്ടമെന്റൽ ഹോണസ്റ്റി ആൻഡ് അധേർനെസ് ടു റോ, പ്രൊഡക്റ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി. ആണല്ലോ നിയമത്തെ അനുസരിക്കുക, എന്താ പ്രൊഡക്റ്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി, ഹെൽത്ത് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ നോക്കുക, വർക്ക് പ്ലേസും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം പബ്ലിക്കേഷൻ ഓഫ് കോഡ് ഉണ്ട്. പിന്നെ എന്താ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഇതുപോലെ തന്നെ നമ്മളെ എന്താണ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ റോളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തെന്ന്? ഈ സെയിം പോയിന്റ് അല്ലെ? നമ്മളെന്താ ഒരു കംപ്ലയൻസ് മെക്കാനിസം അല്ലെങ്കിൽ എന്താ ഒരു റിവ്യൂ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ. ഓക്കെ, അപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം ആണ് ടു മേക്ക് ഷുവർ എംപ്ലോയീസ് ഫോളോ കമ്പനീസ് എത്തിക്കൽ റൂൾസ്. ബിസിനസ് സെറ്റപ്പ് കംപ്ലയൻസ് സിസ്റ്റം അല്ലെ? എല്ലാ വ്യക്തികളും എത്തിക്കലി തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എന്താക്കാം? ഒരു കംപ്ലയൻസ് മെക്കാനിസം സെറ്റ് ചെയ്യാം.
ഓക്കെ, അത് നമുക്ക് എന്താ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവ്യൂ ചെയ്ത് നോക്കാം അല്ലെ. ഹയറിംഗ് പീപ്പിൾ ഹു റെസ്പെക്ട് വാല്യൂ ആൻഡ് എത്തിക്സ് അല്ലെ, എന്താണ് യെസ്, അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നല്ല എത്തിക്സ് ഒക്കെ ഉള്ള ആളുകളെ മാത്രം നമുക്ക് ജോലിക്ക് എടുക്കാം. ഓക്കെ, അതല്ലെങ്കിലോ ഗിവിങ് ട്രെയിനിങ് ഓൺ എത്തിക്കൽ ബിഹേവിയർ അല്ലെ, എത്തിക്കൽ ബിഹേവിയർ നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, റെഗുലർ ചെക്കിങ് നടത്താൻ പറ്റും. അതെ, ക്രിയേറ്റീവ് വേ ഫോർ എംപ്ലോയി ടു റിപ്പോർട്ട് അൺഎത്തിക്കൽ അല്ലെ, അൺഎത്തിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ എംപ്ലോയീസിനോട് പറയാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കംപ്ലൈൻസ് മെക്കാനിസം. ഇതിനടുത്ത് എന്താ, യെസ്, ഇൻവോൾവ് എംപ്ലോയി അറ്റ് ഓൾ ലെവൽ. അതിനുശേഷം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോളിൽ പറഞ്ഞ സെയിം പോയിന്റ് ആണ് അല്ലെ. എന്താണ്, യെസ്, എല്ലാ എംപ്ലോയികളെയും ഇതിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെ. നമ്മുടെ ഹെഡ് അല്ലെ, ഹെഡിലുള്ള ആളുകൾ CEO അല്ലെ, CEO മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെ, CEO മാത്രം എത്തിക്കൽ കാര്യം ചെയ്യുക, ബാക്കി എല്ലാവരും അൺഎത്തിക്കലായിട്ടും അല്ലെ, അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ, എല്ലാവരും ഇൻവോൾവ് ആവേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ദ എംപ്ലോയി അറ്റ് ഡിഫറെന്റ് ലെവൽ ഹു ഇംപ്ലിമെന്റ് എത്തിക്കൽ പോളിസി ടു മേക്ക് എത്തിക്കൽ ബിസിനസ് a reality. Okay, therefore their involvement in ethical program become a must. For example, the small group of employee can be formed to discuss in important ethical policy, the firm and examine attitude of employees toward these policies. ഇത്രയും താഴെയുള്ള ആളുകളാണെങ്കിലും അവരെ ഇൻവോൾവ് ചെയ്യുക, യെസ്, അവരും കൂടെ ഉൾപ്പെടുന്നതായിരിക്കണം നമ്മുടെ എത്തിക്കൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റെഡി? യെസ്, അങ്ങനെയെങ്കിൽ ഇതാ ലാസ്റ്റ് പോയിന്റ് മെഷറിംഗ് റിസൾട്ട് ആണ്. ഓക്കെ, മെഷറിംഗ് റിസൾട്ട് ആണ്. യെസ്, ഓക്കെ, ഒന്ന് രണ്ട് മിസ്സിനെ വിളിക്കട്ടെ. റെഡി? ഓക്കെ, യെസ്, ദാ മെഷറിംഗ് റിസൾട്ട് ആണ്. എന്താണ് മെഷറിംഗ് റിസൾട്ട്? നമ്മളിപ്പോൾ പറഞ്ഞു, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാ നമുക്കൊരു എത്തിക്കൽ ഒരു കംപ്ലൈൻസ് മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട് എന്നുള്ള അല്ലേ. അത് നമുക്ക് എന്താക്കാം? ഓക്കെ, പേടിച്ചു പോയി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേടിക്കുള്ളത്. യെസ്, ഒന്ന് മെഷർ ചെയ്യാം. ഓൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു accurately measure the end result of ethical program, the firm can certainly audit to monitor complaints of ethical standard അല്ലേ. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കംപ്ലൈൻസ് മെക്കാനിസത്തിൽ പ്രോപ്പറായിട്ട് തന്നെ എത്തിക്കൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? അതൊന്ന് മെഷർ ചെയ്യാം അല്ലെ. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ അല്ലേ, റെഡി? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. ഓക്കെ, ഏതായാലും മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, മിസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇതാ ഒരാൾ ഇങ്ങോട്ടൊക്കെ കരിപ്പൊക്കെ ആയിക്കിട്ട് ചങ്ങായി, മിസ്സിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഫാൻസ് എന്ത് ചെയ്യാനാ. ഓക്കെ, കിങ് പോലെ ഇവിടെ വന്നതാ, മിസ് എത്തി രണ്ടു മിസ് എത്തിയിരിക്കുകയാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് പഠിക്കുക നമ്മൾ പറഞ്ഞ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ മിസ് ഇപ്പൊ വരും, വന്നു അല്ലേ. ഓക്കെ. ഹലോ അപ്പൊ നമുക്ക് ബാക്കി കഴിക്കാം അല്ലേ. അയ്യോ, സോറി ഞാനൊരു ക്വാർട്ടർ മന്തി കഴിച്ചു. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിലാണ് ബാക്കി കഴിക്കാമെന്ന് പറഞ്ഞത്. സോറി, നമുക്ക് ബാക്കി ചാപ്റ്റർ കൂടെ പഠിച്ച് തീർക്കാം അല്ലേ. സെറ്റ്? ഓക്കെ. ഞാനിത് പെട്ടെന്ന് വല്ലാണ്ടായി പോയതല്ലേ, മന്തി കഴിച്ചപ്പോഴേക്ക് ക്ഷീണം വന്നു. ഓക്കെ, ക്ലിയർ, സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ് എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ. കുഞ്ഞു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. അതുപോലെ തന്നെ പേയ്മെന്റ് മെക്കാനിസം അല്ലെ, നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പേയ്മെന്റ് മെക്കാനിസം കൂടെ നോക്കണം. ക്ലിയർ അല്ലേ?
നാളെ മോർണിംഗ് ക്ലാസ് വെക്കുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. നാളെ നിങ്ങൾക്ക് വേറെ ഏതോ ക്ലാസ് ആണല്ലോ സെറ്റ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എമർജിങ് മോഡ്സിലേക്ക് പോവാം. അപ്പോൾ മെയിൻ ആയിട്ട് മക്കളെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ബിസിനസ് രംഗത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് ഈ ഒരു ഇ ബിസിനസിന്റെ കടന്നുവരവ് എന്ന് പറയുന്നത്. അത് വന്നതിന് ശേഷം ബിസിനസ്സിൽ ഒത്തിരി അല്ലേ അതിന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ബിസിനസിന്റെ മോഡ് ചേഞ്ച് ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് 3 ആൾക്കാരാണ്. ഒന്ന് ഗ്ലോബലൈസേഷൻ, രണ്ടാമത്തത് ഡിജിറ്റലൈസേഷൻ, പിന്നെ ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ബിസിനസ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് വളർന്നത്. അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചാണ്, ആ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബിസിനസ് ആണല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കും, ഇൻഡസ്ട്രിയും ട്രേഡും കൊമേഴ്സും ഒക്കെ അല്ലേ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഈ ബിസിനസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ്സും ഈ കൊമേഴ്സും, ബിസിനസ്സും കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചല്ലേ. ബിസിനസിന്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സും ഈ കൊമേഴ്സും അല്ലേ. ഈ ബിസിനസ് എന്ന് പറയുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലെ ഒരു കുഞ്ഞ് ഏരിയ ആണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മീനിങ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് കൊമേഴ്സ് യൂസിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, അല്ലെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് കമ്പ്യൂട്ടർ ഡിവൈസ് അല്ലേ. കമ്പ്യൂട്ടർ ഡിവൈസ് യൂസ് ചെയ്ത് ചെയ്യുന്നു. സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒരു വൈഡർ ടേമും ഈ കൊമേഴ്സ് ഒരു നാരോ ടേമും ആണ്. ക്ലിയർ? ഇനി ഈ സ്കോപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 രീതിയിൽ മെയിൻ ആയിട്ട് ചെയ്യാം അല്ലേ. ഒന്ന് ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൊമേഴ്സ്, ഇൻട്രാ കൊമേഴ്സ്, C2C അല്ലേ, കസ്റ്റമർ ടു കസ്റ്റമർ. അപ്പൊ ഈ 4 രീതിയിലാണ് നമുക്ക് ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്ത് ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്നത് ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന 2 എൻറ്റിറ്റീസ് ആയിരിക്കും. ഓക്കെ, ഇതിലെ ബയ്യറും അതുപോലെ തന്നെ സെല്ലറും എന്ന് പറയുന്നത് ബിസിനസ് ഫേംസ് ആയിരിക്കും അല്ലെ. ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ 2 ബിസിനസ് യൂണിറ്റ്സ് ആർ നോൺ ആസ് B2B ട്രാൻസാക്ഷൻ അല്ലേ. ക്ലിയർ? അത് നമ്മൾ കൊളാബറേഷൻ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡേഴ്സ് എടുക്കുന്നതാകാം. ഓക്കെ, കൊമേഴ്ഷ്യൽ നെഗോഷിയേഷൻസ് ആവാം, ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ്, ഓർഡേഴ്സ് എടുക്കുന്നത്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചർ ടു വേരിയസ് ഡിസ്ട്രിബ്യൂഷൻസ്, അങ്ങനെ പല രീതിയിലുള്ളതാണ് ഈ B2B എന്ന് പറയുന്നത് അല്ലേ. സെറ്റ്. ഇനി നമ്മൾ B2Cയിലേക്ക് പോയി കഴിഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമേഴ്സ് അല്ലേ. അത് നമ്മൾ സാധാരണ എന്താണ്, മൈക്ക് ഓൺ അല്ലേ? ശരിയാണ്. ഓക്കെ, വളരെ കറക്റ്റ് ആണ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മീഡിയേറ്റർ ഇല്ലാതെ അറിയാനുണ്ട്. ക്ലിയർ ആയില്ല. മോഡറേറ്റർ ആണോ? സോറി, മോഡറേറ്റർ ഇല്ലാത്തത് അറിയണം. മനസ്സിലായില്ല, അത് എന്ത് ഉദ്ദേശിച്ചേ? മനസ്സിലായില്ല, സോറി. എനിക്ക് കുറച്ച് ഇച്ചിരി ചെറുതായിട്ട് കാഴ്ചക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം സാറ് സൂം ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ബൈയിങ്ങും സെല്ലിങ്ങും. ഓക്കെ, ഒരു പ്രൊഡ്യൂസർ അയാളുടെ കയ്യിൽ നിന്ന് സാധനം കൺസ്യൂമർ വാങ്ങിക്കുന്നു. ഓക്കെ, ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കസ്റ്റമേഴ്സ് അല്ലേ. ഇറ്റ് എനേബിൾസ് ദ ബിസിനസ് മാൻ ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്. ദ കസ്റ്റമേഴ്സ് ക്യാൻ ഓൾസോ യൂസ് കോൾ സെന്റേഴ്സ് ടു മേക്ക് ടോൾ ഫ്രീ കോൾസ് അല്ലേ. അത് നമ്മൾ സാധാരണ സാധനം വാങ്ങിക്കുന്നു, അതാണ് സംഭവം. ഓക്കെ, ക്ലിയർ? Selling and distribution of goods and services, promotion and other marketing activities, after sale service, lodging of complaints by customers അല്ലേ. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് നോക്കുക, അതുപോലെ തന്നെ ആഫ്റ്റർ സെയിൽ സർവീസുകൾ കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഈ B2Cയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്ന ആളാണ് ഈ C2C എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് യൂസ്ഡ് ഗുഡ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനാണ് മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്നത് അല്ലേ. ഓൾറെഡി ഒരു സാധനം യൂസ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ആ സാധനത്തെ മറിച്ചു വിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി അയാൾ
ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ കസ്റ്റമറാണ്. ഓക്കെ, ആ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ആ സാധനത്തെ വേറൊരാൾക്ക് മറച്ചു വെക്കുന്നു. അപ്പോൾ അയാൾക്ക് ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് C2C എന്ന് പറയുന്നത്. ക്ലിയർ? ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ കസ്റ്റമർ ടു കസ്റ്റമർ ഡീലിംഗ് ഇൻ ഗുഡ്സ് വിച്ച് ദർ ഇസ് നോ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് മെക്കാനിസം അല്ലേ. ഇറ്റ് ബേസിക്കലി പ്രൊവൈഡ് സെക്യൂർ മാർക്കറ്റ് പ്ലേസ് ഫോർ ട്രേഡിംഗ് ഇൻ യൂസ്ഡ് ഗുഡ്സ്. യൂസ്ഡ് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, OLX അതുപോലെ ക്യുക്കർ ഒക്കെ ഇതിൻ്റെ മെയിൻ ഐറ്റം ആണ്. ക്ലിയർ? ഇനിയുള്ളത് ഇൻട്രാബി ആണ്. ഇൻട്രാബി എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ്സിൻ്റെ അകത്ത് ബ്രാഞ്ചുകൾ തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ, ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്ത് നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻട്രാബി എന്ന് പറയുന്നത്. ഇൻട്രാബി കൊമേഴ്സ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ത്രൂ the use of internet for managing interactions and dealings among various departments and persons within a firm. ഒരു ഫേമിൻ്റെ ഉള്ളിലുള്ള ബ്രാഞ്ചസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ്. പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ആകാം, അങ്ങനെ പല കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻട്രാബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ കൊമേഴ്സിന്റെ ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊമേഴ്സ് ഇതാ ഇത്രയാണ്, ഈ 5 എണ്ണമാണ് അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. 5 എണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈസി ഫോർമേഷൻ ആണ് അല്ലേ. ഈ ബിസിനസ് ഓഫർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഈസ് ഓഫ് ഫോർമേഷൻ, ഇറ്റ്സ് നീഡഡ് ലെസ് ഇൻവെസ്റ്റ്മെന്റ്, സിമ്പിൾ പ്രൊസീജിയറൽ റിക്വയർമെന്റ്സ് അല്ലേ. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യാം. അവിടെ ഇരിക്കുന്ന നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ഫോം ചെയ്യാം. കൺവീനിയൻസ് ആണ് സർ, കൺവീനിയന്റ് ആണല്ലേ. കാരണം നമുക്ക് 24/7 എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. നമുക്ക് നെറ്റ്വർക്ക് ഉള്ളിടത്തോളം കാലം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഓർഡർ പ്ലേസ് ചെയ്യാം. ഈ ബിസിനസ് ഓഫർ ദ കൺവീനിയൻസ് ഓഫ് 24/7. പിന്നെ സ്പീഡ് അല്ലേ. ഇൻ കേസ് ഓഫ് ഈ ബിസിനസ് സ്പീഡ് ഇസ് ഹൈ ആസ് ദ സൈക്കിൾ ടൈം, ദാറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ സൈക്കിൾ ഫ്രം ദ ഒറിജിൻ ഓഫ് ഡിമാൻഡ് ഓഫ് ഇറ്റ്സ് ഫുൾഫിൽമെന്റ് ഹാപ്പൻസ് ഓൺ ദ ക്ലിക്ക് ഓഫ് എ മൗസ് അല്ലേ. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വേണ്ട സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈപ്പാണ് ചൂസ് ചെയ്യണത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ റെക്കമെൻഡേഷൻസ് വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനത്തെ സജഷൻസ് വന്ന് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീഡായിട്ട് നമുക്ക് വേണ്ട നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഗ്ലോബൽ റീച്ച് ആണ് അല്ലേ. നമുക്ക് ഒരു സാധാരണ നമ്മളൊരു ഓഫ്ലൈൻ സ്റ്റോറിൽ പോയാൽ നമുക്ക് ആ നാട്ടിൽ അവരുടെ കടയിലുള്ളത് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഓൺലൈനിൽ കയറുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുക. ഈ ബിസിനസ് ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ആസ് ഓൺ ദ ഇന്റർനെറ്റ് ദർ ആർ നോ ബൗണ്ടറീസ് ആസ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ ഹാവ് ഫ്രീഡം ടു ആക്സസ് വേൾഡ് വൈഡ് അല്ലേ. ഇപ്പോൾ ബയറുടെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പ്രൊഡക്ട്സ് കിട്ടും. അതുപോലെ സെല്ലറിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലത്തെ ആരെയും കൂടെ കിട്ടും, കസ്റ്റമറിനെയും കിട്ടും. ക്ലിയർ? മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി. പിന്നെ ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ പേപ്പർ വർക്കാണ്. കാരണം നമുക്ക് ഇൻവോയ്സ് ആയിട്ടാണ്, PDF ആയിട്ടാണ് എന്ത് വരിക, നമുക്ക് ബില്ല് കാര്യങ്ങളൊക്കെ വരിക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ക്ലിയർ? ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കിയാലോ. ലിമിറ്റേഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്കണേ. അതായത് ലോ പേഴ്സണൽ ടച്ച് ആണ് അല്ലേ. നമുക്ക് ഡയറക്റ്റ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ബയറേയും സെല്ലറേയും നമുക്ക് കണ്ടുകൊണ്ട് ഒരു വിശ്വാസത ഉണ്ടാവില്ല അവിടെ. അതായത് ആസ് ഈ ബിസിനസ് ഡസ് നോട്ട് റിക്വയർ any face-to-face interaction between the buyer and seller. Hence, it relatively less suitable mode of business for garments, toiletries as they may require high personal touch അല്ലേ. അപ്പം നമുക്ക് ഹൈ പേഴ്സണൽ ടച്ച്, അതായത് നമ്മൾ ഡയറക്റ്റ് നേരിട്ട് കണ്ട് എടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അധികം നേരിട്ട് പിക്ക് ചെയ്യണതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനത്തെ ബിസിനസ്സിനൊന്നും ഈ ഓൺലൈൻ അത്ര സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇൻ കോൺഫിഡൻസ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെന്റ് സ്പീഡ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്, ഒരു മൗസിന്റെ ക്ലിക്ക് മതി. പക്ഷേ അത് ഓർഡർ നമ്മുടെ കൈമ കിട്ടാൻ അത്ര സ്പീഡല്ല, അത് കുറച്ച് സമയം എടുക്കും അല്ലേ. ആസ് ദ പ്ലേസിംഗ് ഓഫ് ഓർഡർ ടേക്സ് പ്ലേസ് ഓൺ ക്ലിക്ക് ഓഫ് മൗസ്, but the physical delivery of the product takes time. Due to the technical reason, the website may not accessible അല്ലേ. ഇപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റ് അവൈലബിൾ ആവില്ല. പിന്നെ നീഡ് ഫോർ ടെക്നോളജി, അതായത് ബയ്യർക്കും സെല്ലർക്കും ടെക്നോളജിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തിനു വേണ്ടി പറ്റുള്ളൂ, ഈ ബിസിനസ്സിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു ട്രാൻസാക്ട് ഇലക്ട്രോണിക്കലി ദ കേപ്പബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് പാർട്ടി ഈ ബിസിനസ് ഇസ് റിക്വയർഡ്. രണ്ടുപേർക്കും അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. പിന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി ഓഫ് പാർട്ടീസ് അല്ലേ. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബയ്യറും സെല്ലറും നമുക്ക് നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫേക്ക് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ജനറലി ദ ഓൺലൈൻ ഡീലിംഗ്സ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ അൺനോൺ പാർട്ടീസ്. ദിസ് ലീഡ്
Many security and safety concerns like leakage of confidential information such as credit card details, virus, hacking അങ്ങനത്തെ പല പരിപാടികളും നടക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ആപ്പിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഇമെയിൽ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പീപ്പിൾ റെസിസ്റ്റൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെനി ടൈം ദ പീപ്പിൾ മേ ബി റിലക്റ്റന്റ് ഓർ അൺവില്ലിംഗ് ടു എൻ്റർ ഇൻ ടു ഈ ബിസിനസ് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി റിലേറ്റഡ് ടു അഡ്ജസ്റ്റ്മെന്റ് ടു ന്യൂ ടെക്നോളജി ആൻഡ് ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ് അല്ലേ. നേരത്തെ പറഞ്ഞ സെയിം കാര്യം, ബയ്യർക്കും സെല്ലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ബയ്യറും സെലക്ട് ചെയ്യില്ല, അങ്ങനത്തെ രീതിയിൽ ബിസിനസ് ചെയ്യാൻ സെല്ലറും നിൽക്കില്ല. ക്ലിയർ. പിന്നെ എത്തിക്കൽ ഫോളോ ഔട്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാസ് ചോർന്നു പോകാൻ അല്ലേ. ദ ബിസിനസ് ഓഫൻ സെറ്റ് ഈ ബിസിനസ് ഓഫൻ സെറ്റ് ടു സഫർ ഫ്രം എത്തിക്കൽ ഫോളോ ഔട്ട്സ്. മെനി ടൈം the objections are raised for acts like accessing someone's emails account and using an electronic eye to keep track of the computer files used, the website visited, etc. അല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ പണി അറിയാവുന്നതിൻ്റെ കൈമ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ. ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ പല രീതിയിലും നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്തിക്കൽ ഫോളോ ഔട്ടിനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ആളാണ് എന്ത്, ഈ ബിസിനസ്സും ഈ കൊമേഴ്സും അല്ലേ. ഈ ബിസിനസ്സും അതുപോലെ ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോർമേഷൻ്റെ കാര്യത്തിൽ ട്രഡീഷണൽ ബിസിനസ് കുറച്ച് ഫോം ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇതെന്താണ്, ഈസിയാണ്. പിന്നെ ഫിസിക്കൽ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സിന് അത് വേണം, ഇവിടെ നോട്ട് റിക്വയർഡ് ആണ്. ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൈ ആണ്, ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതലാണെങ്കിൽ ഇവിടെ ലോ ആണ്. പിന്നെ കോൺടാക്ട് വിത്ത് ദ സപ്ലയർ ആൻഡ് ബയർ, ഇവിടെ ഇൻഡയറക്റ്റ് ത്രൂ ഇൻ്റർമീഡിയറീസ് ആയിരിക്കും അല്ലേ. നമ്മൾ ഈ സാധാരണ ഈ റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, അതായത് അവിടെ കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതല്ല, അവർ ഈ മിഡിൽ മെന്നൊക്കെ വെച്ചിട്ടായിരിക്കും അവർ സാധനം എത്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് എന്താ പറയുക മാനുഫാക്ചറെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങിച്ചിട്ട് വരുന്നുണ്ടാവുക. പിന്നെ നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഹൈറാർക്കിയലാണെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയഗണലാണ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു ഓഫ്ലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓരോരോ റാങ്കിങ് കൊടുത്തിട്ടുണ്ട്, അവർ തമ്മിലില്ല കമ്മ്യൂണിക്കേഷൻ നടക്കൂ. ഇപ്പം എനിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് മുതലാളിനെ കാണാൻ വേണ്ടി പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സെയിൽസ്മാനോട് പറഞ്ഞു, അയാളുടെ ലീഡറോട് പറഞ്ഞു, അയാളുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുക. ക്ലിയർ. പിന്നെ ടൈം റിക്വയർഡ് ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് റിക്വയർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഒരു കടയിൽ ഉണ്ടാവണമെന്നില്ല. അവിടെ നമ്മൾ കുറേ കടയിൽ ഡ്രസ്സൊക്കെ വലിച്ചു വാരി മേലിട്ട് നോക്കി പിന്നെ അതൊക്കെ കൊടുത്ത് വേറെ കടയിൽ പോയി വീണ്ടും ഇതേ പ്രോസസ്സ് അവിടെയും ചെയ്ത് അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണ് എന്ത് സംഭവിക്കുക, നമുക്കൊരു സാധനം കിട്ടുക, നമ്മൾ ആഗ്രഹിച്ച സാധനം. പക്ഷെ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് ആണ്, പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ബിസിനസ് പ്രോസസ് ലെങ്ത് ഓഫ് സൈക്കിൾ പറഞ്ഞാൽ ഇവിടെ കുറേ സമയം എടുക്കുന്നതാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് തന്നെ കഴിയാവുന്നതേ ഉള്ളൂ. പിന്നെ ഇന്റർപേഴ്സണൽ ടച്ച് ഇവിടെ കൂടുതലായിരിക്കും അല്ലേ. ഇതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ആൾക്കാരെ കണ്ട് ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇവിടെ അത് ലെസ് ആയിരിക്കും. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രീ സാമ്പിളിങ് ഇവിടെ പോസിബിൾ ആണ്, അവിടെ നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഈ ടേബിൾ എന്ത് ചെയ്യണം, അതേപോലെ പഠിച്ചു വെക്കണം. ഇനിയാണ് നമ്മളിതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങളുടെ പണ്ടത്തെ സിലബസ് ആണ്, NCERT മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് 2019 അല്ലെങ്കിൽ 2016 ആ സമയത്തൊക്കെ വന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ഇതെന്ന് തോന്നുന്നു, പിന്നെ മാറിയിട്ടില്ല. ആ സമയത്ത് ഈ ഓൺലൈൻ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് അത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് സെപ്പറേറ്റ് ഒരു പാഠഭാഗമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യാം അല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ഒരു ആപ്പിൽ കയറുമ്പോൾ ആദ്യം എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ഓൺലൈൻ വഴി എടുക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ആദ്യം എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും അല്ലേ, ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ട് വിത്ത് ദ ഓൺലൈൻ വെൻഡർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, the buyer need to fulfill password also that that authorized person make an attempt to misuse the account അല്ലേ. അപ്പം നമ്മുടെ അക്കൗണ്ട് വേറെ ആരും യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു പാസ്വേഡൊക്കെ വെച്ച് സെക്യൂർഡ് ആക്കും. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യും, പിക്ക് ആൻഡ് ഡ്രോപ്പ് ദ ഐറ്റംസ് ഇൻ ദ ഷോപ്പിംഗ് കാർട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് മെക്കാനിസം, ഇത് മെയിൻ ഐറ്റം ആണ്. പേയ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് പേയ്മെൻറ്റ് ചെയ്യുക, ഒന്നെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം. ദ ബയർ മേക്സ് ദ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺലി
ഓൺ ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഫിസിക്കൽ ഡെലിവറിൻ്റെ സമയത്ത് മാത്രം ഗുഡ്സ് കൊടുക്കുന്നു. ചെക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കുറച്ചുകൂടെ നമ്മൾ വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അധികം ഉണ്ടാവുക. അത് ഫ്ലിപ്കാർട്ട് നിങ്ങൾ ആലോചിക്കണമെന്നില്ല, വേറെ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടാവും. അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്കായിരിക്കും അല്ലേ, ബൈ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ചെക്കായിരിക്കും സെല്ലർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരാളതാക്കും, എന്നിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ഈ ബയ്യറുടെ ചെക്കുമായിട്ട് സെല്ലറുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബാങ്ക് പോകുന്നു, എന്നിട്ട് മാറ്റുന്ന ഡയറക്റ്റ് പേയ്മെൻറ്റ് അപ്പുറത്തെ അക്കൗണ്ടിലേക്ക് ആക്കുന്നു. അതാണ് സംഭവം. ദ ഓൺലൈൻ വെണ്ടർ മേ അറേഞ്ച് ഫോർ ദ പിക്കപ്പ് ഓഫ് ദ ചെക്ക് ഫ്രം ദ കസ്റ്റമേഴ്സ് ആൻഡ് upon realization the delivery of goods may be made. പിന്നെയുള്ള നെറ്റ് ബാങ്കിങ് ആണ്. നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ഓരോ ബാങ്കിൻ്റെയും നെറ്റ് ബാങ്കിങ് സിസ്റ്റം ആണ്. ഓക്കെ, ഇപ്പോൾ ബയർ ട്രാൻസ്ഫർ ദ എമൗണ്ട് ഓഫ് ദ എഗ്രീഡ് പ്രൈസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഡയറക്ട്ലി ടു ദ അക്കൗണ്ട് ഓഫ് ദ ഓൺലൈൻ സെല്ലർ. അതായത് ലേറ്റർ ഓൺ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ. ഓക്കെ, നമ്മളിപ്പോൾ നെഫ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ യൂനോ ആപ്പൊക്കെ യൂസ് ചെയ്ത് ചെയ്യണതാണ് പരിപാടി. ഇനിയുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലേ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ബാങ്ക് ഇത്ര ഒരു എമൗണ്ട്, ഇത്ര ലിമിറ്റിൽ, ഒരു റേഞ്ചിൽ ഒരു ഇത്ര പൈസ നമുക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കടം തരുന്നു. ഒരു സാധാരണ നമ്മൾ ATM കാർഡ് പോലെ കടം തരുന്നു. ആ കാർഡ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, പക്ഷെ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലെ പൈസയല്ല, ബാങ്കുകാരുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോവുക. ഇത്ര ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലൗ ചെയ്തത്. ഓക്കെ, പക്ഷെ ഡെബിറ്റ് കാർഡ് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ആർക്കും തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. ക്രെഡിറ്റ് കാർഡ് അലൗസ് ദ അക്കൗണ്ട് ഹോൾഡർ ടു മേക്ക് ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ദ പേയ്മെന്റ് ഫോർ ദ പർച്ചേസ് ഇസ് ട്രാൻസ്ഫർ ഡയറക്ട്ലി ഫ്രം ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ദ അക്കൗണ്ട് ഓഫ് ദ ഓൺലൈൻ സെല്ലർ. ഓക്കെ, മറ്റേ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോവുക, മറ്റേത് നമ്മളുടെ ബാങ്കുകാർ അക്കൗണ്ടിൽ നിന്നായിരിക്കും പൈസ പോവുക. ഓക്കെ, ഇനി പിന്നെയുള്ള ഡിജിറ്റൽ ക്യാഷ് ആണ്. അതൊരു ഇലക്ട്രോണിക് കറൻസി ആണ്. ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ സാധാരണ UPI ട്രാൻസാക്ഷൻ പോലെ തന്നെയുള്ള പരിപാടിയാണ്. പക്ഷെ ഇപ്പം അധികം നിലവിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ക്ലിയർ? ഇനിയുള്ളതാണ് നമുക്ക് സെക്യൂരിറ്റി അല്ലേ. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ട്രാൻസാക്ഷൻസ് ഓഫ് ഇ ബിസിനസ് അല്ലേ. നമ്മൾ ഈ ബിസിനസ്സിലെ റിസ്ക് അല്ലെ, ട്രാൻസാക്ഷൻ റിസ്കിനെ മെയിനായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നെന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റിസ്ക്, 2 ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്, 3 ത്രെറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ റിസ്കിൽ തന്നെ 3 രീതിയിലാണ് റിസ്ക് വരുന്നത്. ഒന്ന്, നമ്മൾ ഓർഡർ കൊടുക്കുന്ന ടൈമിൽ അല്ലേ, അതായത് ഓർഡർ എടുക്കുകയാണ്, അതായത് സെല്ലർ ഡിനൈസ് ദാറ്റ് കസ്റ്റമർ എവർ പ്ലേസ് ദ ഓർഡർ ഓർ കസ്റ്റമർ ഡിനൈസ് ദാറ്റ് എവർ പ്ലേസ് ദ ഓർഡർ അല്ലേ. ഇപ്പോൾ പറയണോ, അയ്യോ ഞാൻ ഓർഡർ ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഓർഡർ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് പരസ്പരം കസ്റ്റമർ, അത് നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ബയ്യറുടെ ബേസിലാണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്നു, സെല്ലറുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഓർഡർ കിട്ടുന്നു. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പ്രശ്നം വരുന്നതാണ് ഓർഡർ ടേക്കിംഗ് പറയുന്നത്. പിന്നെ ഡിഫോൾട്ട് ഓൺ ഡെലിവറി സമയത്ത് വരുന്ന പ്രശ്നം, ഇന്റൻഡഡ് ഡെലിവറി ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, ഗുഡ്സ് ആർ ഡെലിവർ അറ്റ് ദ റോങ് അഡ്രസ് ഓർ ഗുഡ്സ് അതർ ദാൻ ഓർഡർ മേ ബി ഡെലിവർ അല്ലേ. ഒന്നെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാത്ത ഐറ്റം കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള പ്രോഡക്ട്സ് കിട്ടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അഡ്രസ്സിൽ പോവുക, അങ്ങനത്തെ പരിപാടി. പിന്നെ പേയ്മെൻറ്റിൻ്റെതാണ്, അതാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ അല്ലേ. അതായത് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ചെയ്തത് ഡിനൈ ചെയ്യുക. അതായത് സെല്ലർ ഡസ് നോട്ട് ഗെറ്റ് ദ പേയ്മെൻറ്റ് ഫോർ ദ ഗുഡ് സപ്ലൈഡ് വേറാസ് ദ കസ്റ്റമർ ക്ലെയിം ദാറ്റ് ദ പേയ്മെൻറ്റ് വാസ് മെയ്ഡ്. അല്ലെ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി അവിടെ കയറിയില്ലെങ്കിൽ ആകെ പ്രശ്നമായി. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അത് ഓർഡർ കൊടുക്കുന്ന സമയത്ത്, പിന്നെ ഓർഡർ ഡെലിവറി ചെയ്യുന്ന സമയത്ത്, പിന്നെ പേയ്മെൻറ്റ് സമയത്ത്. ഇനി നമ്മുടെ ഈ സെക്യൂരിറ്റി റിസ്കിൽ വരുന്ന മറ്റൊന്നാണ് ഈ വൈറസിൻ്റെ റിസ്ക്, ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത് അല്ലേ. വൈറസ് ബാധിക്കുക എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റോ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ സ്റ്റോറേജിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഈ ഇൻ്റർനെറ്റ് വഴി വരുന്ന ഒരു വൈറസ് ആണ് അല്ലേ. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേപോലത്തെ ഫയൽസ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഈ ക്യാൻസർ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ ഇങ്ങനെ സെല്ല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഈ സ്റ്റോറേജിൽ എന്താവും, ആവശ്യമില്ലാതെ ഫയൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് വൈറ്റൽ ഇൻഫർമേഷൻ may be stolen or modified. A virus is a program that attacks the computer system and destroys the corrupted the data. Installing and updating antivirus program is solution അല്ലേ. അപ്പം നമ്മൾ ആൻറ്റിവൈറസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റാണ്. ക്ലിയർ? ഇനി അടുത്ത ഒരു ഇതാണ് അല്ലേ, റിസ്ക് ഓഫ് ത്രെറ്റ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി റിസ്ക് അല്ലേ.
അതായത് നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ചോർന്നു പോകുന്ന ഒരു റിസ്ക്. അതായത് വൺസ് ദ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഓവർ ദ ഇന്റർനെറ്റ് ഇറ്റ് മൂവ്സ് ഔട്ട് ഓഫ് ദ പ്രൈവറ്റ് ഡൊമെയിൻ ഇറ്റ് ദെൻ ബിക്കം ഡിഫിക്കൾട്ട് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ബീങ് കോപ്പീഡ് അല്ലേ. ജങ്ക് മെയിൽസ് ഒക്കെ കിട്ടുന്നില്ലേ, അത് ഇതിൻ്റെ ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എൻ്റർ ആയി കഴിഞ്ഞു, അതിന് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ ചോർന്നു പോകും. ക്ലിയർ, സെറ്റ്. അപ്പോൾ ഇനി ഇതിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഒരു കുഞ്ഞു കാര്യമുണ്ട്. നമുക്ക് ഇത്രയും 3 രീതിയിലുള്ള റിസ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മുടെ ഈ ബിസിനസ്സിൽ വരുന്ന 3 രീതിയിലുള്ള റിസ്കുകൾ നമ്മൾ പറഞ്ഞു. സ്റ്റോറേജിനെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൻ്റെ പ്രശ്നം പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർഡർ ടേക്കിംഗ് സമയത്തും അതുപോലെ ഓർഡറിൻ്റെ ഡെലിവറി സമയത്തും വരുന്ന ട്രാൻസാക്ഷൻ റിസ്കിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതിനൊക്കെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു പരിധി വരെ സഹായിക്കുന്ന ഒന്നാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ദ റിസോഴ്സ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ഈ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ ഇസ് എ വെബ്സൈറ്റ് അല്ലേ. നല്ല രീതിയിലുള്ള ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഡെവലപ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്ന സാധനമായതുകൊണ്ട് ഇപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ അതിനെ മറികടക്കാനുള്ള വേറൊരു സാധനം വേറെ ആൾക്കാർ കണ്ടുപിടിക്കും. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് അടുത്ത പ്രശ്നം. ഇനി ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്ന് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ് ആണ് ഇതിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കോൺട്രാക്റ്റിംഗ് ഔട്ടാണ്. അതായത് ഒരു ബിസിനസ്സിലെ മെയിൻ കോർ ആക്ടിവിറ്റികളെ നമ്മൾ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നോൺ കോർ ആക്ടിവിറ്റികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് കൊടുക്കുന്ന പരിപാടിയാണ് അല്ലേ. ലോങ് ടേം കോൺട്രാക്ടിംഗ് ഔട്ട് ജനറലി ദ നോൺ കോർ തേർഡ് പാർട്ടി സ്പെഷ്യലിസ്റ്റ് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദെയർ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടൈസ് ആൻഡ് എഫിഷ്യൻസി അല്ലേ. അപ്പം ഇങ്ങനെ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതുകൊണ്ട് പല ഗുണങ്ങൾ നമുക്കുണ്ട്. അത് നിങ്ങൾ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയൊരു മോഡാണ് ഈ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം റിസോഴ്സസ് ഒക്കെ പല സ്ഥലത്തും പല രീതിയിലാണ്. ഇപ്പം ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ റിസോഴ്സസും നമുക്ക് ചിലപ്പോൾ വേറെ സ്ഥലത്ത് കിട്ടണമെന്നില്ല. ഇപ്പോൾ വേറെ സ്ഥലത്ത് കിട്ടുന്ന റിസോഴ്സസ് നമ്മളിവിടെ കിട്ടണമെന്നില്ല. പിന്നെ അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും എന്താണ്, വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്സോഴ്സിങ് ചെയ്തുകൊണ്ട് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് അല്ലേ. ക്ലിയർ അല്ലേ, പറയുന്ന ക്ലിയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഔട്ട്സോഴ്സിംഗ് ഉള്ളത് നോക്കാം. എന്താണ് ഔട്ട്സോഴ്സിംഗ്? ഇൻവോൾവ്സ് കോൺട്രാക്ടിങ് ഔട്ട് ആണ് അല്ലേ. അസൈനിങ് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷണൽ വർക്ക് ടു ഔട്ട്സൈഡ് ഏജൻസിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ജനറലി നോൺ കോർ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ്ഡ് അല്ലേ. അതായത് നമ്മൾ എപ്പോഴും പുറത്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇപ്പം നിങ്ങളൊരു അസൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ അസൈൻമെന്റിലെ കോണ്ടന്റ് നിങ്ങൾ എഴുതുന്നു, എന്നിട്ട് അതിനെ ഭംഗിയാക്കാനും പിക്ചർ ഒട്ടിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡേഴ്സ് വരയ്ക്കാനും കളർ ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വേറെ ആളെ ഏൽപ്പിക്കുന്നു. ക്ലിയർ. കോൺട്രാക്ട് മാനുഫാക്ചറിങ്, വെരി ഗുഡ്. നമ്മൾ അവസാനത്തേക്ക് പഠിച്ചതാണ്, അവസാനത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓക്കെ, സെറ്റ്. അതായത് an organization should identify its core activity or non core activity. ജനറലി നോൺ കോർ ആക്ടിവിറ്റീസ് ആണ് ഔട്ട്സോഴ്സ് ചെയ്യാറ്. ക്ലിയർ അല്ലേ. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ചെരുപ്പ് ഉണ്ടാക്കുന്ന കമ്പനി വന്നിരിക്കും. അപ്പോൾ ചെരുപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ. ആ ചെരുപ്പിൻ്റെ ഡിസൈന് എങ്ങനെ വേണം, അത് ഇതെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ ചെരുപ്പിനെ അതാണ് എൻ്റെ പ്രൊഡക്റ്റ്. പക്ഷെ അതല്ലാതെ ഞാൻ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതും അതുപോലെ ഫിനാൻസ്, അക്കൗണ്ട്സ്, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എൻ്റെ ചെരുപ്പ് എന്നുള്ള പ്രൊഡക്റ്റിനെയാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം ഇങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഈസി ആയിട്ട് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ഏൽപ്പിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ അമേരിക്കയിൽ അക്കൗണ്ട്സ് ചെയ്യാൻ എത്ര പൈസ കൊടുക്കണോ അത്രയും ചിലവ് വരില്ല ഇന്ത്യയിലെ ആൾക്കാരെ കൊണ്ട് പണിയെടുക്കും. കാരണം അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ ലേബർ കോസ്റ്റ് ഒക്കെ കുറവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എന്തായിരിക്കും, നമ്മൾ നോൺ കോർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളിങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ അതാണ് പ്രോസസ് മേ ബി ഔട്ട്സോഴ്സ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് ആൻഡ് തേർഡ് പാർട്ടി യൂണിറ്റ്. ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ ഔട്ട്സോഴ്സിങ് കൊടുക്കാറുണ്ട്. ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡർ സെറ്റപ്പ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ഓഫ് എ പെർട്ടിക്കുലർ നേച്ചർ ടു ഓൺലി വൺ ഫേം അല്ലേ. അതായത് ഇവർ കോൺട്രാക്ട് കൊടുക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ടൈപ്പ് കേസേ ഞങ്ങൾ എടുക്കും അല്ലേ, ഈ സൈസ് പരിപാടിയൊന്നും നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഈ ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് സെലക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനത്തെ ടൈപ്പ് ഓർഡേഴ്സ് എടുക്കൂ. ഇപ്പോൾ ഓൾറെഡി ഒരു ഫേമിൻ്റെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവർ ആ ഫേമിന് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ഔട്ട്സോഴ്സിങ് ചെയ്യുള്ളൂ.
ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡേഴ്സ് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഇൻ ദ മാർക്കറ്റ് ആൻഡ് പ്രൊവൈഡ് സർവീസ് ടു അതർ ഫേംസ് ടു, അല്ലേ? മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സർവീസ് കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അല്ലേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഔട്ട്സോഴ്സിങ് ചെയ്യാം? കോൺട്രാക്ടിങ് മാനുഫാക്ചർ, അല്ലെങ്കിൽ കോൺട്രാക്ട് റിസർച്ച് കോൺട്രാക്ട് ചെയ്യാൻ, കോൺട്രാക്ട് സെയിൽ, ഇൻഫോമാറ്റിക്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സോഴ്സിങ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഔട്ട്സോഴ്സിങ്ങിന്റെ നീഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഫോക്കസിങ് ഓഫ് അറ്റൻഷൻ അല്ലേ, ഔട്ട്സോഴ്സിങ്ങിലൂടെ നമുക്ക് അറ്റൻഷൻ കിട്ടും. അതായത് കോർ ആക്ടിവിറ്റീസിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഔട്ട്സോഴ്സിങ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഫോക്കസ് ഓൺ ഇറ്റ്സ് കോർ ആക്ടിവിറ്റി. It enables them to focus their attention and resources on selected activity for better efficiency and effectiveness അല്ലേ. അപ്പം നമുക്ക് ലോഡ് കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം പഠിച്ചു തീർക്കാൻ ഇത്രയേ ഉള്ളൂ, നല്ല സമയം ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബിസിനസിൻ്റെ കേസിൽ. ഇനി ക്വസ്റ്റ് ഫോർ എക്സലൻസ് അല്ലേ, ഔട്ട്സോഴ്സിങ് എനേബിൾ ദ ബിസിനസ് ടു pursue excellence in two way. രണ്ട് രീതിയിൽ നമുക്ക് എക്സലൻസ് ഔട്ട്സോഴ്സിങ് കൊടുക്കുന്നതിലൂടെ കിട്ടും. ഒന്ന്, ദ എക്സൽ ദംസെൽഫ് ബൈ ഫോക്കസിങ് കോർ ഏരിയാസ്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ബേർഡൻ കുറയുന്നു, അവർക്ക് മെയിനായിട്ട് അവരുടെ കാര്യത്തിൽ മാത്രം സമയമെടുത്ത് ചെയ്യാനുള്ള കിട്ടും. അപ്പോൾ അവർക്ക് അവരുടെ വർക്ക് എക്സലൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ, ദേ എക്സൽ ബൈ അവൈലിംഗ് നോൺ കോർ ആക്ടിവിറ്റീസ് ഫ്രം സ്പെഷ്യലിസ്റ്റ്. ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ നോൺ കോർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുടെ അടുത്താണ് കൊടുക്കുന്നത്. ഇപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട്സ് അറിയുന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റാണ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യും അല്ലേ. അപ്പം നമ്മൾ കോർ ആക്ടിവിറ്റീസും നമ്മൾ എക്സലൻ്റ് ആയിട്ട് കിട്ടും, നോൺ കോർ എക്സലൻ്റ് ആയിട്ട് നിൽക്കും. ക്ലിയർ? പിന്നെയാണ് കോസ്റ്റ് റിഡക്ഷൻ അല്ലേ, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ ബിസൈഡ് ഇംപ്രൂവിംഗ് ക്വാളിറ്റി റെഡ്യൂസസ് കോസ്റ്റ്. ഡിഫറൻസ് ഇൻ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അക്രോസ് ദ കൺട്രീസ് ആർ ഓൾസോ എ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ദ കോസ്റ്റ് റിഡക്ഷൻ അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ കമ്പനി അമേരിക്കയിലെ ആൾക്കാരെ വെച്ച് പണിയെടുക്കുമ്പോൾ അവിടെ ഒരു ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലാണെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഒരു ദിവസം 2000 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ഇന്ത്യ പോലെയുള്ള മറ്റ് ചില ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് പോകുമ്പോൾ അവിടെ 2000 ഒന്നും കൊടുക്കണ്ട ലേബേഴ്സിന്. അവിടെ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ ഇപ്പോൾ 800 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണി നടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഔട്ട്സോഴ്സിങ് ചെയ്യുന്നതിലൂടെ. പിന്നെ ഗ്രോ ത്രൂ അലയൻസസ് ആണ് അല്ലേ. ത്രൂ ഔട്ട്സോഴ്സിങ് ഫേം ഇൻവെസ്റ്റ് requirements are reduced in non-core areas, therefore they can expand rapidly അല്ലേ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർ എക്സലൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ നോൺ കോർ ആക്ടിവിറ്റീസ് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് പുറത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ക്ലിയർ അല്ലേ? ഈ അവസാനത്തതാണ് ഫ്ലിപ്പ് ടു എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലേ. ഔട്ട്സോഴ്സിംഗ് സ്റ്റിമുലേറ്റ് ഓണ്ടർപ്രന്യൂർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പോർട്സ് ഇൻ ദ ഹോസ്റ്റ് കൺട്രി വിച്ച് ഹെൽപ്സ് ദ എക്കണോമി ടു ഡെവലപ്പ് അല്ലേ. ഇപ്പോൾ ഔട്ട്സോഴ്സിംഗ് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ കുഞ്ഞ് ഔട്ട്സോഴ്സിംഗ് കിട്ടുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എന്താ, ഓക്കെ ഞാൻ ഈ ഔട്ട്സോഴ്സിംഗ് മാത്രം എടുക്കുന്ന ഒരു കുഞ്ഞ് സംരംഭം തുടങ്ങാം, ഓണ്ടർപ്രന്യൂർഷിപ്പ്. പിന്നെ അവിടുത്തെ ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഔട്ട്സോഴ്സിംഗ് ഒക്കെ പോലത്തെ കുഞ്ഞു ജോലികൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അവിടുത്തെ എക്കണോമിയിലേക്കും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നു. അപ്പോൾ അവിടേക്കും എന്താണ് എക്കണോമിയിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. റെഡി? കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ക്ലിയർ? കഴിഞ്ഞു. സെറ്റ്? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ്? അങ്ങനെ ഒരു പോയിന്റ് ഇതിൻ്റെ അകത്തുണ്ടോ? നോട്ട്സിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ +2 മെയിനായിട്ട് NCERT അല്ലല്ലോ നോക്കുക. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ചില സ്കൂളുകളിൽ ചിലപ്പോൾ പോയിന്റ്സ് എക്സ്ട്രാ തരും കേട്ടോ. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, ക്ലിയർ? റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഔട്ട്സോഴ്സിങ് ശരിക്കും ഡിലീറ്റഡ് ആണ്, ഔട്ട്സോഴ്സിങ് ഡിലീറ്റഡ് പോർഷൻ ആണ്. പക്ഷെ പഠിച്ചിരുന്നോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു പോർഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും ആ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഔട്ട്സോഴ്സിങ് ഡിലീറ്റഡാ, പക്ഷേ ഈ ഔട്ട്സോഴ്സിങ് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പഠിക്കാനില്ലേ?
അതുകൊണ്ട് ഡിലീറ്റഡ് ആണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവീസ്, ബിസിനസ് സർവീസിൻ്റെ അകത്ത് നമ്മുടെ വെയർ ഹൗസിങ് നിങ്ങൾക്ക് ഡിലീറ്റഡാണ്. പക്ഷേ ഈ വെയർ ഹൗസിങ് നിങ്ങൾക്ക് പഠിക്കാൻ വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. ഇന്റേണൽ ട്രേഡിലാണെന്ന് തോന്നുന്നു വെയർ ഹൗസിങ് ഏറ്റവും വരുന്നുണ്ട് തോന്നുന്നു. ട്രേഡിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. അപ്പം അതുകൊണ്ടാണ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ? സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതൊക്കെ വെച്ച് നന്നായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. നോട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിട്ടും കേട്ടോ. ബൈ ബൈ.